அல்லேலூயா. இந்த தென்மலை கன்வென்ஷன் இந்த மாலை கூட்டத்தில் பங்கு பெற்றிருக்கிறதான யாவரையும் மீண்டும் ஒரு விசை கூட ஆண்டவராகிய இயேசு ക്രിസ്തുവിൻ ഇനിയ നാമത്തിൽ വാഴ്ത്തി വരവേൽക്കുന്നു. ഈ തെന്മല കൺവെൻഷന് ഈ സായാഹ്ന സമയത്ത് കൂടി വന്നിരിക്കുന്ന എല്ലാവർക്കും കർത്താവിന്റെ നല്ല നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. വേദവസ്തുതങ്ങളെ കേൾക്ക മുടിയാத ഒരു പഞ്ചകാലം ഇന്നും അധിക ദീർഘமாக வந்துவிட்டது. ദൈവവചനങ്ങളെ കേൾക്കുവാൻ കഴിയാത്തൊരു ക്ഷാമകാലം നമുക്ക് വളരെ അടുക്കലാണ്. அது தாமதமாகிறதோ இல்லையோ நாம் தான் அதை அதிக வேகமாக வரவேற்று கொண்டிருக்கிறோம். അത് താമസിച്ചാലും ഇല്ലെങ്കിലും നാം അതിനെ ഏറ്റവും അധികമായി അതിനോടടുത്തുകൊണ്ടിരിക്കുന്നു. ஆனால் இப்படிப்பட்டதான காலகட்டத்தில் ஆண்டவராகிய இயேசு கிறிஸ்துவினுடைய திருப்பாதத்தில் வந்து அமர்ந்து தேவனுடைய வார்த்தைகளை கேட்கிற நாம் ஒவ்வொருவரும் பாக்கியவான்கள். എന്നാൽ ഈ കാലയളവിൽ കർത്താവിന്റെ തൃപ്പാദപീഠത്തിൽ വന്ന് ഇരുന്ന് ഈ വചനങ്ങളെ കേൾക്കുന്ന നാം വളരെ ഭാഗ്യവാന്മാരാണ്. இந்த மாலை வேளையிலும் நம்முடைய தேவனாகிய கர்த்தர் நம்முடைய வார்த்தைகளை கொண்டு நம்மோடு பேச வேண்டும். ഈ സന്ധ്യാസമയത്തും നമ്മുടെ കർത്താവ് തന്റെ വചനത്തോടുകൂടെ നമ്മോട് ഇടപെട്ട് സംസാരിക്കണം. அதற்காக நாம் எல்லாரும் கரங்களை உயர்த்தி கர்த்தரை ஸ்தோத்திரிப்போம். അതിനാൽ നമ്മുടെ കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. நம்முடைய தியானத்திற்காக யோவான் சுவிசேஷம் 14வது அதிகாரம் முதல் 3 വചനങ്ങൾ. നമ്മുടെ ധ്യാനത്തിനായി യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 3 വചനങ്ങൾ വായിക്കാം. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. உங்கள் இருதயம் கலங்காதிருப்பதாக தேவனிடத்தில் விசுவாசமாயிருங்கள், என்னிடத்திலும் விசுவாசமாயிருங்கள். என் பிதாவின் வீட்டில் அநேக வாசஸ்தலங்கள் உண்டு. அப்படி இல்லாதிருந்தால் நான் உங்களுக்கு சொல்லி இருப்பேன். ஒரு ஸ்தலத்தை உங்களுக்காக ஆயத்தம் பண்ண போகிறேன். நான் போய் உங்களுக்காக ஸ்தலத்தை ஆயத்தம் பண்ணின பின்பு நான் இருக்கிற இடத்திலே நீங்களும் இருக்கும்படி நான் மறுபடியும் வந்து உங்களை என்னிடத்தில் சேர்த்துக் கொள்ளுவேன். ஆண்டவருக்கு மகிமை உண்டாவதாக. ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ. சுவிசேஷ கூட்டங்கள் என்றாலும் இங்கு அதிகமாக വിശ്വാസികൾ കാണപ്പെടുകീர்கள். ഇതൊരു സുവിശേഷ യോഗമെന്നാലും കൂടുതലും വിശ്വാസികളാണ് ഇവിടെ ഇരിക്കുന്നത്. சீஷர்களை விட்டு ஆண்டவராகிய இயேசு கிறிஸ்து அவர் பிதாவிடத்திற்கு செல்வதற்கு முன்னதாக தம்முடைய சீஷர்களை பார்த்து என்ன சொன்னார்? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരെ വിട്ട് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപ് ശിഷ്യന്മാരോട് കർത്താവ് എന്തു പറഞ്ഞു? മുന്തിന അധികാരത്തിൽ നാം പഠിക്കും പൊഴുது ഞാൻ പിതാവിടത്തിற்கு செல்லுகிறேன். തൊട്ടു മുൻപിലുള്ള അധ്യായം വായിക്കുമ്പോൾ മനസ്സിലാകും, ഞാൻ പിതാവിന്റെ അടുക്കലേക്ക് പോകുന്നു. 33ാം വചനത്തിൽ നാം പഠിക്കും പൊഴുது 33ാം വാക്യം, പിള്ളകളെ இன்னும் கொஞ்ச காலம் நான் உங்களுடனே இருப்பேன். കുഞ്ഞുങ്ങളെ, ഞാൻ ഇനിയും കുറച്ചോളം മാത്രം നിങ്ങളോട് കൂടെ ഇരിക്കും. നിങ്ങൾ എന്നെ തേടുവീர்கள், നിങ്ങൾ എന്നെ അന്വേഷിക്കും. ആനാലും ഞാൻ പോകുന്ന ഇടത്തിற்கு നിങ്ങൾ வரக்கூடாது. ഞാൻ പോകുന്നിടത്ത് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയില്ല. ഞാൻ എவ்விதமாக யூத மக்களிடத்தில் சொன்னேனோ എന്ന് ഞാൻ യഹൂദന്മാരോട് പറഞ്ഞതുപോലെ இப்பொழுதும் உங்களிடத்தில் அவ்விதமாக சொல்லுகிறேன். ഇപ്പോൾ നിങ്ങളോടും പറയുന്നു, நான் பிதாவிடத்திற்கு போகிறேன். ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നു. பேதுரு சொல்கிறார், நீர் எங்கே போனாலும் நான் வருவேன். പത്രോസ് പറഞ്ഞു, നീ എവിടെ പോയാലും ഞാൻ നിന്നോടൊപ്പം വരും. நீ என் கூட வர முடியாது என்று இயேசு சொன்னார். നീ എന്നോടൊപ്പം വരുവാൻ കഴിയുകയില്ല എന്ന് യേശു പറഞ്ഞു. நான் உம்மோடு கூட இருப்பேன் என்று அவன் சொல்லுகிறான். ജീവനും മരണമാകിലും ഞാൻ നിന്നോട് കൂടെ ഇരിക്കുമെന്ന് അവൻ പറഞ്ഞു. ജീവനെ കൊടുപ്പായോ ആണ്ടവർ കേட்கிறார். നീ എനിക്ക് വേണ്ടി ജീവൻ തരുമോ എന്ന് ദൈവം ചോദിച്ചു. എന്നാലും നീ എന്നെ മറുതലിപ്പാய் என்று യേശു சொன்னார். എന്നാലും നീ അതിനോട് എതിർക്കുമെന്ന് കർത്താവ് പറഞ്ഞു. അവിധമാகவே കാര്യങ്ങൾ നടന്നത്. അങ്ങനെ തന്നെ സംഭവിച്ചു. എന്നാലും കൂടെ യേശു சொன்னதான அந்த வார்த்தைகளில், എന്നാൽ യേശു പറഞ്ഞ വാക്കുകളിൽ, എൻ പിതാവിന്റെ വീട്ടിൽ അനേക വാസസ്ഥലങ്ങൾ இருக்கிறது. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. സ്ഥലത്തെ ആയത്തം பண்ணும்படியாக പോകുகிறேൻ. നിങ്ങൾക്ക് വേണ്ടി ഒരു ഭവനം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ ആയത്തം பண்ணின பின்பு நான் மறுபடியுமாக வந்து
നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഒരുക്കി പോയി ഞാൻ വീണ്ടും വന്ന് உங்களை என்னிடமாய் சேர்த்துக் கொள்வேன் என்று அவர் சொன்னார். നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളുമെന്ന് യേശു പറഞ്ഞു. இந்த வார்த்தை எத்தனை பேர் விசுவாசிக்கிறீர்கள்? ഈ വാക്ക് എത്ര പേർ നിങ്ങൾ വിശ്വസിക്കുന്നു? இயேசு வருவார் என்று எத்தனை பேர் விசுவாசிக்கிறீர்கள்? യേശു വരുന്നു എന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? எனக்காகவும் நித்தியத்தில் ஒரு வீடு தேவன் ஆயத்தப்படுத்திக் கொண்டிருக்கிறார் என்று விசுவாசிக்கிறவர்கள் எத்தனை பேர்? എനിക്ക് വേണ്ടി സ്വർഗ്ഗത്തിൽ ഒരു ഭവനം ഒരുക്കുന്നു എന്ന് വിശ്വസിക്കുന്നവർ എത്ര പേർ? அவர் ஆயத்தம் பண்ணின பின்பு அவர் என்னை சேர்த்துக் கொள்ளும்படியாக வருவார் என்று விசுவாசிக்கக்கூடியவர்கள் எத்தனை பேர்? അവൻ അത് ഒരുക്കി വീണ്ടും വരുമെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേർ? முழக்கமாக ஒரு அல்லேலூயா சொல்லுவோம். മുഴക്കമായ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. அல்லேலூயா. அவர் மீண்டும் வருவேன் என்று அவர் சொன்னார். ഞാൻ വീണ്ടും വരുമെന്ന് യേശു പറഞ്ഞു. இப்பொழுது நாம் அவருக்காக காத்திருக்கிறோம். ഇപ്പോൾ നാം അവനായി കാത്തിരിക്കുന്നവരാണ്. அவரிடத்தில் நாம் கேட்கிறோம், எப்பொழுது வருவீர்? നാം അവനോട് ചോദിക്കും, എപ്പോഴാണ് കർത്താവേ വരിക? 101 சங்கீதம் 2 வசனத்தில் நாம் படிக்கும்போது 101 സങ്കീർത്തനത്തിന്റെ 2 വാക്യം വായിക്കുമ്പോൾ, യഹോവേ, ഞാൻ നിനക്ക് കീർത്തനം പാടും, ഞാൻ നിഷ്കളങ്ക മാർഗത്തിൽ ശ്രദ്ധ വയ്ക്കും. എപ്പോൾ നീ എന്റെ അടുക്കൽ വരും, ഞാൻ എന്റെ വീട്ടിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ പെരുമാറും. உத்தமமான வழியிலே விவேகமாய் நடப்பேன். எப்பொழுது என்னிடத்தில் வருவீர், என் வீட்டிலே உத்தம இருதயத்தோடு நடந்து கொள்ளுவேன். எப்பொழுது என்னிடத்தில் வருவீர்? എപ്പോൾ എന്റെ അടുക്കൽ വരും? பாடல்களையும் நாம் பாடுகிறோம். പാട്ടുകളും നാം എങ്ങനെ പാടാറുണ്ട്? மீண்டும் வருவேன் நான் இந்த வாக்குரைத்தவா, எப்போ வருவீர், நீர் எப்போ வருவீர், மீண்டும் வருவீர். நான் இந்த வாக்குரைத்தவா, எப்போ வருவீர், நீர் எப்போ வருவீர். மகிமையில் இயேசுவின் வெளிப்படும் நாளதில் மகிழ்வுடனும் வதனம் தரிசிப்பேனே. மகிமையில் இயேசுவின் வெளிப்படும் நாளதில் மகிழ்வுடனும் வதனம் தரிசிப்பேனே. தமிழை காட்டிலும் மலையாளத்தில் அதிகமாக நிறைய பாடல்கள் ஆண்டவராகிய இயேசு கிறிஸ்துனுடைய வருகை எதிர்நோக்கி காத்திருக்கிறதான ദൈവ ജനങ്ങൾ പാടக்கூடிയதாக இருக்கிறது. തമിഴിനെക്കാട്ടിലും മലയാളത്തിൽ കർത്താവിന്റെ വരവിനെ നോക്കി പ്രത്യാശിച്ചിരിക്കുന്ന പാട്ടുകൾ ധാരാളമായി പാടപ്പെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. எத்தனை பேர் ஆண்டவராகிய இயேசு கிறிஸ்து என்னோட வாழ்க்கையில் வர வேண்டும் என்று விரும்புகிறீர்கள்? എത്ര പേർ കർത്താവായ യേശു ക്രിസ്തു എന്റെ ജീവിതത്തിൽ വരണമെന്ന് என்னை ആശിക്കുന്നു? எடுத்துக்கொள்ளும்படியாக வர வேண்டும். എന്നെ എടുത്തുകൊള്ളേണ്ടതിന് വരണം. அநேகருக்கு இந்த வாழ்க்கை சலித்து விட்டது. അനേകരുടെ ജീവിതം ആകെ സഞ്ചലിച്ചതായ ഒരു അവസ്ഥയിലാണ്. பல சோதனைகள், பல போராட்டங்கள், பல நெருக்கங்களில் பாதையில் கடந்து செல்லும் பொழுது, പലവിധമായ കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, പോരാട്ടങ്ങളുടെ പാതയിൽ കടന്നു പോകുമ്പോൾ, போதும் இந்த வாழ்க்கை, இயேசு வந்தால் அவரோடு கூட நான் நித்தியமாய் போய் பரலோகத்திலே சந்தோஷிப்பேன் என்று சொல்லுவார்கள். മതി, ഈ ജീവിതം മതി, കർത്താവ് വന്നാൽ അവനോടുകൂടെ സ്വർഗത്തിൽ പോയി സന്തോഷിക്കാം എന്ന് പറയുന്നു. வயதானவர்களும் சொல்லுகிறார்கள், പ്രായമുള്ളവരും അത് പറയുന്നു, வயோதிபர்கள் சொல்லுகிறார்கள், യൗവനക്കാരായുള്ളവരും പറയുന്നു, முதியவர்களும் சொல்லுகிறார்கள், எல்லாரும் வியாதிஸ்தர்களும் சொல்லுகிறார்கள். മുതിർന്നവരും എല്ലാവരും, രോഗികളൊക്കെയും അത് പറയുന്നു. கஷ்டங்கள் வரும்பொழுது ஆண்டவர் என்னை எப்படியாவது எடுத்துக்கொள்ள வேண்டும் என்று விரும்புகிறார்கள். കഷ്ടങ്ങൾ വരുമ്പോൾ കർത്താവിനെ എങ്ങനെയെങ്കിലും എടുത്താൽ മതി എന്ന് പറയും. வெறும் எடுத்துக்கொள்வதற்காக மாத்திரம் வருகிற தேவன் அல்ல. കർത്താവ് വെറുതെ എടുത്തുകൊള്ളുവാൻ വേണ്ടി മാത്രം வருகிறார் என்று சொன்னால், അവൻ വരുന്നു എന്ന് പറഞ്ഞാൽ 2 விதமான அல்ல 3 விதமான வருகைகள் இருக்கிறது. 2-3 വിധത്തിലുള്ള വരവിനെ കാണുന്നു. ஒன்று, அவர் ஏற்கனவே வந்து விட்டார் என்று நாம் அறிந்திருக்கிறோம். ഒന്ന്, കർത്താവ് മുൻപ് തന്നെ വന്നു എന്നുള്ളത്. இரண்டாவது, நம்மை சேர்க்கும்படியாக அவர் வருவார். വീണ്ടും നമ്മെ ചേർക്കുവാൻ വേണ്ടി அவர் 1000 வருட அரசாட்சியில் இந்த பூமியில் ஆளுகை செய்யும்படியாக மீண்டும் வருவார். 1000 വർഷ വാഴ്ചയിൽ അവൻ വീണ്ടും ഭൂമിയിൽ വരും. இப்படியெல்லாம் பல வருகைகள் இயேசு கிறிஸ்துவை குறித்து இருக்கிறது. ഇങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച്, തന്റെ വരവിനെ കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നു. இரண்டாம் வருகைக்கு முன்னதாக உள்ளதான முதலாம் வருகை இன்னும் முடியவில்லை என்று நாம் சொல்லலாம். രണ്ടാം വരവിന് മുൻപുള്ളതായ ഒന്നാം വരവ് ഇനിയും കഴിഞ്ഞിട്ടില്ല എന്ന് പറയാം. அவர் வந்து கொண்டே இருக்கிறார். അവൻ വന്നുകൊണ്ടേയിരിക്കും. ஒவ்வொரு சந்தர்ப்பங்களிலும் அவர் நம்மிடத்தில் வந்து கொண்டிருக்கிறார். ഓരോ സന്ദർഭങ്ങളിലും അവൻ നമ്മുടെ അടുക്കൽ വരുന്നു. ஆனால் இரண்டாம் வருகையில் அவர் நம்மை எடுத்துக்கொள்ளும்படியாக வருவார். എന്നാൽ രണ്ടാം വരവോ അത് നമ്മെ എടുത്തുകൊള്ളേണ്ടതിനത്രേ. நாம் அவருக்காக காத்திருக்கிறோம், உண்மைதான். നാം അവനായി കാത്തിരിക്കുന്നു എന്നുള്ളത് என்றாலும் ஒவ்வொரு நாளும் தேவனாகிய கர்த்தர் நம்மோடு கூட இருப்பதை நாம் உணர வேண்டும். എന്നാൽ ഓരോ ദിവസവും കർത്താവ് നമ്മോടുകൂടെ ഇരിക്കുന്നത് നാം ഉണർന്നുകൊള്ളണം. நான் போகிறேன் என்று அவர் சொன்னாலும் கூட, ഞാൻ പോകുന്നു എന്ന് അവൻ പറഞ്ഞുവെങ്കിലും, உலகத்தின் முடிவு வரைந்தும் சகல
சகல நாட்களில் நான் உங்களோடு கூட இருக்கிறேன் என்று அவர் சொன்னார். ഇതാ ലോകാവസാനത്തോളം ഞാൻ എല്ലാ നാളും നിങ്ങളോട് കൂടെ ഇരിക്കുന്നു എന്ന് നമ്മുടെ യേശു எப்பொழுதும் நம்மோடு கூடவே இருக்கிறார். നമ്മുടെ കർത്താവ് എന്നും നമ്മോട് കൂടെ ഇരിക്കും. ஒருவன் என்னிடத்தில் அன்பாய் இருந்தால், ഒരുവൻ എന്നോട് സ്നേഹമായിരുന്നാൽ, நாங்கள் வந்து அவனுக்குள்ளே வாசம் பண்ணுவோம் என்று இயேசு சொல்லி இருக்கிறார். ഞാൻ വന്ന് അവനിൽ വസിക്കുമെന്ന് യേശു പറഞ്ഞു. ஆகையினால் இயேசு எப்பொழுதும் நம்மோடு கூட அவர் வருகிறவர், நம்மோடு கூட இருப்பவருமாக அவர் இருக்கிறார். ആകയാൽ കർത്താവായ യേശു ക്രിസ്തു നമുക്കായി വരുന്നവനും നമ്മോട് കൂടെ ഇരിക്കുന്നവനും நம்மோடு கூட இல்லை என்று நாம் சொல்ல முடியாது. നമ്മുടെ കൂടെ ഇല്ല എന്നൊരിക്കലും നമുക്ക് പറയാൻ தேட வேண்டிய அவசியமும் இல்லை. നാം അവനെ തേടണമെന്നില്ല. அவர் நம்மோடு கூட இருக்கிறார். അവൻ നമ്മോട് കൂടെയുണ്ട്. மடியிலே படுத்து கிடக்கிறதான அந்த குழந்தையை அந்த தாய் பார்க்கிறாள். ഒരു മടിയിൽ കിടക്കുന്ന കുഞ്ഞിനെ തന്റെ മാതാവ് കാണുന്നു. ஆனால் அது புத்தி இல்லாத ஆளா இருந்தா என் குழந்தை காணும் தேடுவாங்க. എന്നാൽ ആ മാതാവ് ബുദ്ധിയില്ലാത്ത ഒരുവളാണെങ്കിൽ എന്റെ കുഞ്ഞിനെ കാണാനില്ല എന്ന് പറഞ്ഞു. அந்த குழந்தை மடியில் தான் இருக்கிறது. എന്നാൽ ആ കുഞ്ഞ് മടിയിൽ തന്നെയാണ്. கூட இருக்கும் பொழுது அந்த நபரை நாம் தேட வேண்டிய அவசியம் இல்லை. കൂടെ ഉള്ളപ്പോൾ നാം തേടേണ്ടുന്നതില്ല. என் இயேசு என்னோடு கூடவே இருக்கிறார் என்று சொல்லக்கூடியவர்கள் எத்தனை பேர்? എന്റെ യേശു എന്നോടൊപ്പമുണ്ട് എന്ന് പറയുന്നവരെ அவர் சொல்லி இருக்கிறார், நான் உன்னை விட்டு விலகுவதும் இல்லை, உன்னை கைவிடுவதும் இல்லை. ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ വിട്ട് വിലകുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല. நான் உன்னை வெறுப்பதும் இல்லை, நான் உன்னை மறப்பதும் இல்லை. ഞാൻ നിന്നെ വെറുക്കുകയുമില്ല, മറക്കുകയുമില്ല. நான் உனக்கு சொன்னதை செய்யும் அளவு நான் உன்னை கைவிட மாட்டேன். ഞാൻ പറഞ്ഞത് നിവർത്തിക്കും വരെയും നിന്നെ കൈവിടുകയില്ല. மலைகள் விலகினாலும் பர்வதங்கள் நிலை பெயர்ந்தாலும் என் கிருபை உன்னை விட்டு விலகாமலும், മലകൾ വിലകിയാലും പർവ്വതങ്ങൾ അകന്നു പോയാലും എന്റെ കൃപ നിന്നെ വിട്ട് മാറുകയില്ല. சமாதான உடன்படிக்கை நிலை பெயராமலும் இருக்கும் என்று உண்மையில் மனதுருகுகிற கர்த்தர் சொல்லுகிறார். സമാധാന നിയമം മാറുകയില്ല എന്ന് നിന്നോട് കരുണയുള്ള കർത്താവ് അരുളി ചെയ്യുന്നു. ஆகையினால் என் தேவன் எப்பொழுதும் என்னோடு கூட இருக்கிறார். ആകയാൽ എന്റെ കർത്താവ് എന്നോട് കൂടെ ഇരിക്കുന്നു. உலகத்தில் இருக்கிறவனை காட்டிலும் எனக்குள் இருக்கிறவர் பெரியவர் என்று நாம் பெருமிதம் கொள்ள வேண்டும். ഈ ലോകത്തിലുള്ളവനേക്കാൾ എന്നിലുള്ളവൻ വലിയവനെന്ന് നാം அடுத்தவர்களிடத்தில் நாம் சொல்வதாக இருந்தாலும் கூட നാം മറ്റൊരുവനോട് പറയുന്നുവെങ്കിലും இயேசு என்னோடு கூட இருக்கிறார். യേശു എന്നോട് കൂടെയുണ്ട്. எபேசியர் 4 அதிகாரத்தில் படிக்கும் பொழுது എഫേസ്യർ 4 അധ്യായത്തിലേക്ക് വരുമ്പോൾ 3 நிலவரங்களில் நம்மோடு கூட இருக்கிறார். അവിടെ 3 തലത്തിൽ നമ്മോട് കൂടെയുണ്ട്. ஒன்று, அவர் நம்மேல் தங்கி இருக்கிறார். ഒന്ന്, അവൻ നമ്മിൽ വസിക്കുന്നു. இரண்டாவது, நம்மோடு கூட இருக்கிறார். 2, നമ്മോട് കൂടെയുണ്ട്. மூன்றாவது, அவர் நமக்குள்ளே வாசம் செய்கிறார். 3, നമ്മുടെ ഉള്ളിൽ അവൻ വസിക്കുന്നു. வாசிங்க 6ஆம் வசனம். എല്ലാവർക്കും മീതിയുള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. എല്ലാവർക്കും ഒരേ ദേവനും പിതാവും ഉണ്ട്. அவர் எல்லார் மேலும் எல்லாரோடும் உங்கள் எல்லாருக்குள்ளும் இருக்கிறவர். அவர் நம் எல்லாருக்குள்ளும் அவர் இருக்கிறவர். നമ്മുടെ എല്ലാവരോടും ഒപ്പം അവനായിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ യേശു எப்பொழுதும் நம்மோடு கூடவே இருக்கிறார். നമ്മുടെ കർത്താവ് എന്നും നമ്മോട് കൂടെ ഇരിക്കുന്നു. നമ്മുടെ இந்த மாம்ச கண்களால் அவரை காண முடியாது. ഈ ജഡ കണ്ണുകൾ കൊണ്ട് നമുക്ക് അവനെ കാണുവാൻ കഴിയുന്നില്ല. தேவன் ஆவிக்குரிய விசுவாச கண்களையும் கூட ஆண்டவர் கொடுத்திருக்கிறார். നമുക്ക് ഒരു ആത്മീയ വിശ്വാസത്തിന്റെ കണ്ണ് നൽകിയിരിക്കുന്നു. அந்த விசுவாச கண்கள் இருக்கிறபடினாலே நாம் தைரியமாக சொல்லலாம். ഈ വിശ്വാസ കണ്ണുകൾ ഉള്ളതുകൊണ്ട് ധൈര്യത്തോടെ പറയാം, இந்த இடத்திலே உலாவிக் கொண்டிருக்கிறார். അവൻ നമ്മുടെ മധ്യേ ഉലാവിക്കൊണ്ടിരിക്കും. அவன் இந்த தேசத்தை அவர் ஆசீர்வதிக்கிறார். അവൻ ഈ ദേശത്തെ അനുഗ്രഹിക്കും. നമ്മുടെ കുടുംബങ്ങളെ ആசீர்வதிக்கிறார். നമ്മുടെ കുടുംബങ്ങളെ അവൻ അനുഗ്രഹിക്കും. നാം ഇങ്ങിരുന്നാലും കൂടെ പൂട്ടപ്പെട്ട നമ്മുടെ വീടുകളെയും കൂടെ அவர் அங்கிருந்து பாதுகாக்கிறார். നാം ഇവിടെയാണെങ്കിലും അടച്ചിടപ്പെട്ട നമ്മുടെ ഭവനങ്ങളെയും അവൻ വീക്ഷിക്കും. നമ്മുടെ ദേവൻ എങ്കും വ്യാപിத்து காணப்படுகிறார். നമ്മുടെ കർത്താവ് എല്ലായിടത്തും സർവ്വവ്യാപിയായിരിക്കും. அவர் ഇല്ലാத இடமே இல்லை. അവനില്ലാത്തൊരു സ്ഥലമില്ല. ஆண்டவருக்கு மகிமை உண்டாவதாக. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ஆனால் அந்த தேவனாகிய கர்த்தரை நாம் நம்மோடு கூட இருக்கிறதான அந்த நிலவரத்தை உணராத பட்சத்தில், കർത്താവ് നമ്മോട് കൂടെ ഇല്ല ഉണ്ട് എന്നുള്ള ഒരു ഉണർവ് നമ്മൾ ഇല്ല എങ്കിൽ സന്ദർഭങ്ങളിൽ നാം ദുഃഖപ്പെടുகிறோം. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഇതിനാൽ ദുഃഖിക്കുന്നു, കലങ്ങുന്നു, നാം അധൈര്യപ്പെടുகிறோம், പലപ്പോഴും അധൈര്യപ്പെടുന്നു, അവിശ്വാസമുള്ളവരായി മാറുகிறோம், അവിശ്വാസമുള്ളവരായി തീരുന്നു, പിന്മാറ്റക്കാരായി മാറിവിടുகிறோം. എന്തുകൊണ്ട്? ഒരു പിന്മാറ്റ അവസ്ഥ പോലും വന്നു പോകുന്നു. അവർ നമ്മോട് കൂടെ தான் இருக்கிறார். എന്നാലും അവൻ നമ്മോട് കൂടെയുണ്ട്. നമ്മുടെ ദുഃഖങ്ങളെ பார்க்கிறார். നമ്മുടെ ദുഃഖം അവൻ വേദനകളെ பார்க்கிறார். നമ്മുടെ വേദനകളെ കാണുന്നു. സൂழ்நிலைகளிൽ നമ്മെ വിടുവിക്ക അവർ നമ്മോട് കൂടെ இருக்கிறார். നമ്മുടെ എല്ലാ സാഹചര്യങ്ങളിലും വിടുവിപ്പാൻ അവൻ നമ്മോട് കൂടെ. ആണ്ടവർക്ക് മഹിമ ഉണ്ടാവதாக. ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ. അവർ നമ്മോട് കൂടെ നമ്മുടെ ജീവിതത്തിൽ വരുம்படியாக அவர் விரும்பக்கூடியதான சந்தர்ப்பங்களை குறித்து நாம் வேதத்தில் படிக்கும் பொழுது, കർത്താവ് നമ്മോടുകൂടെ ഇരിക്കേണ്ടതിന് ദൈവം ആഗ്രഹിക്കുന്ന വിധങ്ങൾ തിരുവചനത്തിൽ വന്നതിനെ കുറിച്ച് നാം പഠിക്കുന്നു. ഒന്ന്, താൻ വന്നതിനെ കുറിച്ച് പഠിക്കുന്നു. തിമോഥെയും 1 അധികാരം 15 വചനത്തിൽ, തിമോഥെയോസിന്റെ 1 ലേഖനം 1 അധ്യായം 15 പാപികളെ രക്ഷിക്കുம்படியாகவே இந்த உலகத்திற்கு வந்தார். അവൻ പാപികളെ രക്ഷിക്കേണ്ടതിന് ഈ ഭൂമിയിൽ വന്നു. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. பாவிகளை ரட்சிக்க கிறிஸ்து உலகத்தில் வந்தார் என்கிற வார்த்தை உண்மையும் எல்லா அங்கீகரிப்புக்கும் பாத்திரமுமானது.
அவர்களில் பிரதான பாவி நான். எல்லா மனுஷரையும் ரட்சிக்கும்படியாக, பாவிகளை ரட்சிக்கும்படியாக ஆண்டவராகிய இயேசு கிறிஸ்து இந்த உலகத்திற்கு வந்தார். എല്ലാ പാപികളെയും രക്ഷിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നു. அவர் பூமியில் நடமாடினதான எல்லா சூழ்நிலைகளிலும், ഈ ഭൂമിയിൽ താൻ സഞ്ചരിച്ച എല്ലാ സന്ദർഭങ്ങളിലും மக்களோடு பேசினதான ஒவ்வொரு வார்த்தைகளையும் நாம் கவனிக்கும் பொழுது, എല്ലാ മനുഷ്യരോടും സംസാരിച്ച വാക്കുകൾ നാം ശ്രദ്ധിക്കുമ്പോൾ, உங்களை ஆசீர்வதிப்பேன், ഞാൻ വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. முதலாவதாக அவர் தம்முடைய சீஷர்களுக்கு சொல்லும் பொழுது, ഒന്നാമത് കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറയുമ്പോൾ, സുവിശേഷത്തിൽ അവർ சொல்கிறார், യോഹന്നാൻ സുവിശേഷത്തിൽ താൻ പറയുന്നു, യോഹന്നാൻ 14:18, 14-ാം അധ്യായം 18-ാം വാക്യം, நான் உங்களை திக்கற்றவர்களாக விடேன், உங்களிடத்தில் வருவேன். ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. நான் உங்களுடைய அருகில் வருவேன். ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. நீங்கள் எந்த இடத்தில் இருக்கிறீர்களோ அந்த இடத்தில் நான் வருவேன். നിങ്ങൾ എവിടെയാകിലും അവിടെ ഞാൻ വരും. இங்கே அவர் சொல்கிறார், நான் உங்களை திக்கற்றவர்களாக விடேன். ഇവിടെ പറയുന്നു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. எனக்கு யாருமே இல்லை என்று நாம் நினைக்க வேண்டாம். എനിക്ക് ആരുമില്ലെന്ന് ആരും ചിന്തിക്കുന്നു. யார் நம்மை மறந்தாலும் இயேசு நம்மை மறக்காதவர். നമ്മെ ആർ മറന്നാലും നമ്മുടെ യേശു നമ്മെ தாய் மறக்கலாம், മാതാവ് മറന്നേക്കാം, தந்தையும் வெறுக்கலாம், പിതാവും വെറുത്തെന്ന് വരാം. நம்முடைய பிள்ளைகளும் கூட நம்மை மறந்தோ அல்லது வெறுத்தோ അനാഥ ഇല്ലങ്ങളിൽ ചേർത്ത് വിടലാം. നമ്മുടെ കുഞ്ഞുങ്ങൾ പോലും നമ്മെ മറന്നും വെറുത്തും അനാഥാശ്രമങ്ങളിൽ എത്തിച്ചെന്ന് വരാം. அவர்களை நாம் நன்றாக படிக்க வைத்து அவர்களை வெளிநாடுகளுக்கு நாம் அனுப்பி வைக்கிறோம். அவர்கள் கொஞ்ச കാലத்துக்கு பிறகு നമ്മை മറന്നു വിടുகிறார்கள். നാം അവരെ നന്നായി പഠിപ്പിച്ച് വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ അയക്കുന്നുവെങ്കിലും ചില നാളുകൾക്ക് ശേഷം അവർ നമ്മെ മറന്നു வாழ்ந்து விடுகிறார்கள். ഇങ്ങനെ അവർ ജീവിച്ചു പോകുന്നു. അവர்களிடத்தில் வரக்கூடியதான கடிதங்கள் வருகிறதில்லை. അവർക്ക് അടുക്കലേക്ക് വരുന്നതായ എഴുത്തുകൾ വരുന്നില്ല. அவர்களை நாம் போனின் மூலமாக அழைக்கும் பொழுது നമുക്ക് கிடைக்கிறதில்லை. അവരുടെ ഫോണിൽ കൂടെ സംസാരിക്കുവാൻ അവരെ കിട്ടുന്നില്ല. അവர்கள் പണം അനുப்புവതും കൂടെ നിർത്തി വിടുகிறார்கள். പൈസ അയക്കുന്നത് അവർ നിർത്തി കളയുന്നു. വിധமாக നമ്മുടെ പിള്ളേകളും കൂടെ നമ്മെ മറக்கலாம், വെറുக்கலாம். ഇങ്ങനെ കുഞ്ഞുങ്ങൾ പോലും നമ്മെ മറന്നെന്നും വെറുത്തെന്നും ஆனால் ஒரு நாளும் ஆண்டவராகிய இயேசு கிறிஸ்து நம்மை மறக்கவோ வெறுக்கவோ മാട്ടാർ. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഒരിക്കലും മറക്കുകയുമില്ല, വെറുക്കുകയുമില്ല. திக்கற்றவர்களாக விடேன் என்று அவர் சொன்னார். ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ലെന്ന് അവൻ പറഞ്ഞു. ஒரு அம்மா எப்பொழுதும் சர்ச்சுக்கு வருவாங்க. ഒരു അമ്മ എപ്പോഴും പിറകിൽ തന്നെ ഇരിക്കും. கடைசி எல்லாரும் ஜெபம் பண்ணிட்டு காணிக்கை கொடுத்துட்டு போகும்போது എല്ലാവരും പ്രാർത്ഥിച്ച് സ്തോത്ര കാഴ്ച அவங்க வந்து தன்னுடைய கஷ்டங்களை எல்லாம் சொல்லுவாங்க. മാതാവ് വന്ന് തന്റെ കഷ്ടങ്ങളൊക്കെ പറയും. ഒരു നാൾ പോതകർ കേട്ടാർ. ഒരിക്കൽ ഒരു പുരോഹിതൻ ചോദിച്ചു, അമ്മേ നിങ്ങളുടെ പേരെന്താണ്? அவங்க சொன்னாங்க, என் பேர் வியாகுல மேரி. അവർ പറഞ്ഞു, എന്റെ പേര് വ്യാകുല മാതാവ്. அப்படின்னா உங்களுக்கு வியாகுலம் எப்பொழுதுமே இருக்கும், உங்களுக்கு ഒരു നാളും വിടുതൽ கிடைக்காது. അപ്പോൾ ആ പുരോഹിതൻ പറഞ്ഞു, എന്നാൽ നിങ്ങൾക്ക് എന്നും വ്യാകുലം കാണും, ഒരിക്കലും വിടുതൽ ലഭിക്കില്ല. കാശ് കൊടുക്ക മാട്ടേ, ഇനി തൊട്ട് ഞാൻ നിങ്ങൾക്ക് പൈസ ജപിக்கிறேன், ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, உங்களுக்கு நான் ഒരു പേര് வைக்க போறேன், നിങ്ങൾക്ക് ഞാൻ ഒരു പേര് വെക്കാം, സന്തോഷമേരി. സന്തോഷമേരി. വ്യാകുലമേരി ഇപ്പോഴത്തെ സന്തോഷമേരിയാக മാറിവിட்டார். വ്യാകുലമേരി എന്നുള്ള പേര് ഇപ്പോൾ സന്തോഷമേരി എന്നായി. അവர்கள் எப்பொழுதுமே இந்த ചർച്ചിനുடைய വാസൽ പകുതിയിൽ ഓരமாக ഉட்கார்ந்திருப்பார்கள். അവരെന്നും ആരാധനാലയത്തിന്റെ പടിവാതിൽക്കൽ തന്നെ ഇരിക്കും. അഴുക്കാன ഒരു പുടവயாக இருக்கும், ഒരു മുഷിഞ്ഞ സാരി ഉടുത്തും. அவங்க பார்க்கிறதுக்கே பாவம் ரொம்ப ஏழையா இருப்பாங்க. അവരെ കണ്ടു കഴിഞ്ഞാൽ വളരെ പാപം തോന്നും. തലമുടി എല്ലാം നരച്ചിരിക്കും, തലമുടി എല്ലാം നരച്ചും. ரொம்ப വയതാனவங்க, വളരെ പ്രായം ചെന്നും. ஆனா இந்த பாஸ்டர் காசு கொடுக்காம அனுப்பி விட்டுட்டார். എന്നാൽ ഈ പുരോഹിതൻ പൈസ കൊടുക്കാതെ പറഞ്ഞു. ഇവർ എപ്പോഴുമേ பார்க்கும்போது அந்த அம்மா அங்க உட்கார்ந்திருக்கு, சரி ஓகே அப்படின்னு நினைச்சுக்காரு. ഈ മാതാവ് അവിടെ ഇരിക്കുന്ന ഇദ്ദേഹം എപ്പോഴും കാണുമ്പോൾ ശരി എന്നുള്ള നിലയിൽ വിടും. அன்னைக்கு அந்த அம்மாவை காணவில்லை. ഒരിക്കലും മാതാവിനെ കണ്ടില്ല. அந்த மறுவாரம் அவர் பார்க்கிறார், அவங்க வந்து எப்பொழுதும் உட்காரக்கூடியதான இடத்துல அந்த அம்மா வரல. അടുത്ത ആഴ്ചയും ശ്രദ്ധിച്ചു, എന്നും ആ മാതാവ് ഇരിക്കുന്ന സ്ഥലത്ത് താനില്ല. யோசிக்கிறார், போன வாரம் காசு கொடுக்காம விட்டுட்டோம். അപ്പോൾ താൻ ചിന്തിച്ചു, അയ്യോ കഴിഞ്ഞ ആഴ്ചയിൽ പൈസ அவங்க വர മാട്ടാங்க போல, അതുകൊണ്ട് ഇനി വരില്ല എന്ന് ചിന്തിച്ചു. வேற എங்க പോയിരിப்பாங்களோ தெரியல, ഇനി എവിടെ പോയെന്ന് അറിയില്ലല്ലോ. പാവം ഏழைகளுக்கு ഉദവി செஞ்சிருக்கணும். നമ്മൾ എത്രയോ ദരിദ്രരായവർക്ക് ഉദവി സഹായിച്ചു. അതേ നേരം நிறைய பேர் புதிய ஆத்மாக்கள் வந்திருக்காங்க. എന്നാൽ അനേക പുതിയ ആത്മാക്കൾ വന്നു. அதே அந்த சிஸ்டர் சைடு இந்த ஃபர்ஸ்ட் லைன்ல
புதிய ஆத்மாக்களா இருக்காங்க. സഹോദരിമാരുടെ ആദ്യത്തെ വരിയിൽ തന്നെ പുതിയ ആത്മാക്കളുണ്ട്. அன்னைக்கு புதுசா ஒரு ஆள் அவர் பாக்குறாரு. അന്ന് ഒരു പുതിയ ആൾ അവിടെ കാണുവാനിടയായി. ஒரு கண்ணு ஒருத்தலாவும் இருக்கு. അദ്ദേഹത്തോട് ഒരു ചെറിയ അനുകമ്പയുണ്ട്. அவங்க ஒரு ஃபேன்சி ட்ரெஸ்ல வந்திருக்காங்க. അവർ വളരെയധികം മോഡലായിട്ടുള്ള ഒരു ഫാൻസി முகல நல்ல ஃபேஷியல் ப்ளீச்சிங் எல்லாம் பண்ணி வந்திருக்காங்க. മുഖമൊക്കെ ഫേഷ്യലും ബ്ലീച്ചിങ്ങും ഒക്കെ ചെയ്താണ് വന്നിരിക്കുന്നത്. முடியெல்லாம் நல்ல கருப்பா இருக்கு. മുടിയെല്ലാം നന്നായി കറുത്തു. சின்ன வயசு மாதிரி தெரியுது. ചെറിയ പ്രായവുമാണ്. கூட்டம் முடிஞ்ச பிறகு அவங்களை விசாரிக்கணும். ആരാധനയ്ക്ക് ശേഷം சந்தோஷம் கேட்கணும். അഡ്രസ് എന്താണെന്ന് കേൾക്കണം. സഹോദരിമാരെല്ലാം വീട്ടിലേക്ക് വിസിറ്റിംഗ് അനുப்புறதுக்காக വിസാരിക്കണം. സഹോദരിമാരെ അവരുടെ ഭവനത്തിലേക്ക് വിസിറ്റിംഗ് അയക്കുവാൻ ഫോൺ നമ്പറെല്ലാം നോട്ട് பண்ணணும். അവരുടെ പേരും ഫോൺ നമ്പറും എല്ലാം നോട്ട് ചെയ്യണം. എല്ലാം போதகர் பிரசங்கம் பண்ணும்போது அடிக்கடி அந்த அம்மா ஒரு பாத்துக்குவார். ഇങ്ങനെ എല്ലാം പ്രസംഗിക്കുന്നതിനിടയിലും താൻ അദ്ദേഹത്തെ ഒന്ന് നോക്കും. கடைசில அந்த அம்மா முன்னாடி ஓடி வந்தாங்க. ஒரு சகோதரி முன்னாடி ஓடி வந்தாங்க. അവസാനം സമയം ആ സഹോദരി മുൻപിലേക്ക് വന്നു. கூட்டம் முடிந்தது வந்து ஜெபித்துக் கொண்டார்கள். ആരാധന കഴിഞ്ഞപ്പോഴേ വന്ന് പ്രാർത്ഥിച്ചു. காணிக்கை கொடுத்தார்கள். സ്തോത്ര കാഴ്ചയും കൊടുത്തു. போதகர் தன்னுடைய மனதில் அவர் சிந்தித்தபடியே விசாரித்தார். ആ പുരോഹിതൻ താൻ ആഗ്രഹിച്ചതുപോലെ ചിന്തിച്ചതുപോലെ നിങ്ങൾ എവിടെ നിന്ന് വരുന്നു? പേര് എന്നെ? നിങ്ങളുടെ പേരെന്താണ്? ഉங்க മുഖവരി എന്നെ? നിങ്ങളുടെ അഡ്രസ് എന്താണ്? அவங்க வீட்டுக்கு நாங்க விசிட்டிங் வரலாமா? നിങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ വരാമോ? நீங்க எப்போதும் கூட்டத்துக்கு வருவீங்களா? നിങ്ങൾ എപ്പോഴും ആരാധനയ്ക്ക് വരുമോ? എത്ര പേര് இருக்கிறாங்க? നിങ്ങളുടെ ഭവനത്തിൽ എത്ര പേരുണ്ട്? உங்க പേര് என்ன? നിങ്ങളുടെ പേരെന്താണ്? அப்ப அந்த அம்மா கேக்குறாங்க. അപ്പോൾ അമ്മ ചോദിച്ചു, ஐயா உங்களுக்கு என்ன தெரியலையா? നിങ്ങൾക്ക് എന്നെ അറിയത്തില്ലയോ? ஐயா உங்களுக்கு என்ன தெரியலையா? നിങ്ങൾക്ക് എന്നെ അറിയില്ലയോ? വ്യാകുല മേരി. ഞാനാണ് വ്യാകുല മേരി. കർത്താവ് എന്നെ സന്തോഷ മേരിയാ മാറ്റിட்டாரு. കർത്താവ് എന്നെ ഇപ്പോൾ സന്തോഷ മേരിയായി പേര് മാറ്റിനീங்க. നിങ്ങളല്ലേ എന്റെ പേര് മാറ്റിയത്? வெளிநாட்டுல இருக்க என் மகன் பணம் அனுப்புறதே கிடையாது. വിദേശത്തുള്ള എന്റെ മകൻ പൈസ അയക്കാറില്ല. இந்த வாரம் அவன் என்னை தேடி வந்தான். എന്നാൽ ഈ പ്രാവശ്യം അവൻ എന്നെ തേടി വന്നു, പണം കൊണ്ടുവന്നു. വീട്ടിലെ നല്ല സാപ്പാട് நல்ல அரிசி பருப்பெல்லாம் வாங்கி போட்டான். വീട്ടിൽ ആവശ്യമായ അരിവരിപ്പൊക്കെയും അടിച്ചു. என் ட்ரெஸ் எல்லாம் எடுத்து குப்பையில போட்டான். എന്റെ ഉള്ള വസ്ത്രങ്ങളെല്ലാം എടുത്തെറിഞ്ഞ് புது ட்ரெஸ் எனக்கு கொடுத்திருக்கான். പുതിയ വസ്ത്രം എനിക്ക് വാങ്ങി തന്നു. என்னை கொண்டு போயிட்டு ஒரு கடையில இருத்து முகத்தை எல்லாம் நல்லா ப்ளீச்சிங் பண்ணி நல்ல ஃபேஷியல் பண்ணி விட்டான். அவன் എന്നെ ഒരു കടയിൽ കൊണ്ട് നിർത്തി എന്റെ മുഖവും ഭാവവും എല്ലാം മാറ്റി ഫേഷ്യലും ബ്ലീച്ചിങ്ങും வெள்ள முடியெல்லாம் அவன் தான் கருப்பாக்கி விட்டுட்டான். എന്റെ വെള്ളമുടി മൊത്തം കറുപ്പിച്ചു വിട്ടു. பாருங்க, அவங்க பேர் വ്യാകുല മേരിயா இருந்தது. മുൻപ് വ്യാകുല മേരി എന്നായിരുന്നല്ലോ. போதகர் சந்தோஷ மேரின்னு பேரை மாத்திட்டார். ആ പുരോഹിതൻ സന്തോഷമേരി എന്ന പേര് മാറ്റി. കണ്ണ് ഉറുത്തുற மாதிரி அவங்களோட லைஃப் டோட்டல் எல்லாமே சேஞ்ச் ஆயிடுது. അവരുടെ ജീവിതത്തിൽ വളരെ വ്യത്യസ്തമായ രീതിയിൽ അവരുടെ ജീവിതം മാറി. ഇങ്ങുള്ള വ്യാകുല മേരികളെല്ലാം അടുത്ത വാരം അതേ மாதிரி போயிட்டு வந்துடாதீங்க. നിങ്ങൾ ഇവിടെയുള്ള വ്യാകുല മേരികളെല്ലാം അതുപോലെ മാറി വന്നു കളയരുത്. என்றாலும் அந்த பேர் மாறும் பொழுதே அந்த இடத்துல தேவன் அற்புதங்களை செய்கிறார். ആ പേര് മാറുമ്പോൾ ദൈവം ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ ചെയ്യും. അവിധമാകதான் യേശു ക്രിസ്തു വന്ന് ഒരുവനെ പാപത്തിൽ നിന്ന് വിടുതലയാക്കും പൊഴുത്, കർത്താവായ യേശു ക്രിസ്തു വന്ന് ഒരു മനുഷ്യനെ പാപത്തിൽ നിന്ന് വിടുവിക്കുമ്പോൾ പല മാറ്റങ്ങൾ ഉരുവാകും പൊഴുത് അവന്റെ ജീവിതത്തിൽ പല മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ ശോകങ്ങൾ മുറിഞ്ഞു പോകുന്നത്, അവന്റെ ശോകങ്ങളൊക്കെ അകന്നു അവനെ ആശീർവദിക്കാർ. ദൈവം അവനെ അനുഗ്രഹിക്കും. അവരുടെ വാർത്ത ഞാൻ അവർകളെ ദിക്കற்றவர்களாய் വിടേൻ. അവന്റെ വാക്ക് ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ല. ഇപ്പോഴത്തെ அந்த தாய்க்கு யாரும் இல்லை என்று சொல்லக்கூடிய ஒரு சூழ்நிலையில் வாழ்ந்தவள், ആ മാതാവ് തനിക്ക് ആരുമില്ലെന്ന് പറഞ്ഞ് ജീവിച്ചിരുന്ന മകൻ വന്നു വിട്ടാൻ. മകൻ വന്നു, അവർക്ക് ഇടം கிடைத்து വിട്ടത്, അവനൊരു സ്ഥലം ലഭിച്ചു, വീട് கிடைத்து വിട്ടത്, നല്ലൊരു ഭവനം ലഭിച്ചു, നല്ല ആഹാരം கிடைத்து വിട്ടത്, നല്ല ആഹാരങ്ങൾ ലഭിച്ചു. അമിതமாக എത്രയോ പേരുടെ வாழ்க்கையில் தேவன் அற்புதங்களை செய்து கொண்டிருக்கிறார். എത്രയോ പേരുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. നമ്മുടെ வாழ்க்கைയിലും കൂടെ தேவன் അത്ഭുതங்களை செய்கிறவர். നമ്മുടെ ജീവിതത്തിലും ദൈവം അത്ഭുതം ചെയ്യുന്നവനെ ദിക്കற்றவர்களாக വിടേൻ. ഞാൻ നിങ്ങളെ അനാഥനായി വിടുകയില്ല. ആറുതലற்றவர்களாയി വിടേൻ. വിട്ടുകളയുന്നവനായിരിക്കില്ല. ആറുതൽ, തേറുതൽ, ആശ്വാസം, ஆண்டவருக்கு மகிமை உண்டாவதாக. ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ. அவரே நம்மை ஆறுதல் படுத்துகிற தேவன். അവൻ നമ്മെ ആശ്വസിപ്പിക്കുന്ന ദൈവം. നമ്മുടെ മനதுக்கு இதமாக பேசுகிறவர் அவர்தான். നമ്മുടെ മനസ്സിനൊത്തവണ്ണം സംസാരിക്കുന്നവൻ. എത്ര പ്രശ്നങ്ങൾ വന്നാലും നമ്മെ വിടുവിக்கிறவர் அவர்தான். നമ്മുടെ എത്ര പ്രശ്നങ്ങൾ വന്നാലും നമ്മെ വിടുവിക്കുന്നവൻ അവൻ. തനിത്തിരിക്കக்கூடிയதான നബർகளை தேவன் சபையிலே அவர் இணைத்து விடுகிறார். തനിച്ചിരിക്കുന്ന വ്യക്തി അവൻ സഭയോട് ചേർക്കുന്നു. എത്രയോ പേർക്ക് തങ്ങൾക്ക് ഉറവിനர்கள் கிடையாது, நாங்கள் அனாதைகள் என்று சொல்லுவார்கள். എത്രയോ പേർ ഞങ്ങൾക്ക് ആരുമില്ല, ഞങ്ങൾ അനാഥരാണെന്ന് പറയുന്നവരുണ്ട്. ഒരു സഭയ്ക്ക് ഒരു നബർ പുതിയதாக വന്നാലും, നോക്കുക, ഒരു സഭയ്ക്ക് ഒരു പുതിയ വ്യക്തി വന്നാൽ, ജ്ഞാനസ്നാനം എടുത്ത് അഭിഷേകം പെറ്റാലും, അവർ രക്ഷിക്കപ്പെട്ട് ജലസ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ചാലും മുഴു സഭയെ അവരുടെ കുടുംബமாக മാറിവിടുகிறது. അവരുടെ മുഴു സഭ അവരുടെ കുടുംബമായി മാറും. திக்கற்றவர்களாய் விடேன் என்று சொன்னவர் இவ்விதமாக ஆதரவு தரக்கூடியதான எத்தனையோ தாய் தகப்பன்மாரை ஆண்டவர் அவர்களுக்கு கொடுக்கிறார். ഞാൻ നിങ്ങളെ അനാഥനായി വിടുകയില്ല എന്ന് പറഞ്ഞവർക്ക് ദൈവം
ദൈവം എത്രയോ പിതാവിനെയും മാതാവിനെയും നൽകി കൊടുത്തു. அந்த இடத்தில் அவர் சொல்லும் பொழுது நான் உங்களிடத்தில் வருவேன், ഞാൻ നിങ്ങളുടെ അടുക്കൽ എന്ന് വരുമെന്ന് കാണും. அவர்களோடு கூட இருக்கும் பொழுது அவர் சொல்கிறார் நான் உங்களிடத்தில் வருவேன். അവരോട് ഇരിക്കുമ്പോൾ തന്നെ പറയുന്നു ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. இயேசு கிறிஸ்து இப்பொழுது நம்மிடத்தில் சொல்கிறார். ആ യേശു ക്രിസ്തു ഇന്ന് നമ്മോട് പറയുന്നു, எத்தனை பேர் எனக்கு யாரும் உதவி இல்லை என்று சொல்லுகிறீர்கள்? നിങ്ങളിൽ എത്ര പേർ എനിക്ക് ആരും സഹായമില്ലെന്ന് இன்றைக்கு പറയുന്നു. இயேசு உங்களை பார்த்து சொல்கிறார், യേശു നിങ്ങളെ നോക്കി പറയുന്നു, இருப்போரும் கூட உங்களை மறந்து விடலாம், നിങ്ങളുടെ ഒപ്പമുള്ളവർ നിങ്ങൾ മറന്നു കളഞ്ഞു വരാം, இப்பொழுது கூட இருக்கிறவர்களும் கூட உங்களை வெறுக்கலாம், നിങ്ങളുടെ ഒപ്പമുള്ളവർ നിങ്ങൾ വെറുത്തുന്നു വരാം. ஆனால் நீங்கள் இயேசுவை அதிகமாக பற்றிக் கொள்ளுங்கள், എന്നാൽ നിങ്ങൾ യേശുവിനെ പറ്റിക്കൊള്ളുക, அவர் உங்களை கைவிட மாட்டார், അവൻ ഒരിക്കലും നിങ്ങളെ കൈവിടുകയില്ല. உங்களை சூழ்ந்து இருக்கிற உறவுகளும் ஒருபோதும் உங்களை விட்டு விலகி போக மாட்டார்கள், നിങ്ങളോട് ചേർന്നിരിക്കുന്നവർ ആരും നിങ്ങളെ വിട്ടു മാറുകയില്ല, உங்களுடைய குடும்பத்தார் உங்களை சேர்ந்திருப்பார்கள், നിങ്ങളുടെ കുടുംബം നിങ്ങളോട് ചേർന്നിരിക്കും. நீங்கள் இயேசுவோடு இருந்தால் உங்களுடைய குடும்பம் உங்களை சூழ்ந்திருக்கும், നിങ്ങൾ യേശുവോട് ചേർന്നിരുന്നാൽ നിങ്ങളുടെ കുടുംബം നിങ്ങളോട് ஒரு ചേർന്ന് நாளும் உங்களை தனியாக அவர் விட மாட்டார், ഒരിക്കലും നിങ്ങളെ അനാഥരായി വിടുകയില്ല. மேலும் அவர் நான் வந்து என்றுதான் இந்த வார்த்தைகளை நாம் வேதத்தில் படிக்கும் பொழுது ഞാൻ വന്നു എന്ന വാക്കെന്ന് തിരുവചനത്തിൽ നോക്കുമ്പോൾ நாம் யாத்திராகமம் 20 அதிகாரம் 24 வசனத்தில் என்ன படிக்கிறோம்? പുറപ്പാട് പുസ്തകം 20 അധ്യായം 24 വാക്യം വായിക്കുമ്പോൾ, എനിക്ക് മണ്ണുകൊണ്ട് ഒരു യാഗപീഠം ഉണ്ടാക്കി അതിന്മേൽ നിന്റെ ഹോമയാഗങ്ങളെയും സമാധാനയാഗങ്ങളെയും നിന്റെ ആടുകളെയും കന്നുകാലികളെയും അർപ്പിക്കണം. ഞാൻ എന്റെ നാമത്തിന്റെ സ്മരണ സ്ഥാപിക്കുന്ന ഏത് സ്ഥലത്തും ഞാൻ നിന്റെ അടുക്കൽ വന്ന് നിന്നെ അനുഗ്രഹിക്കും. மண்ணினாலே பலிபீடத்தை எனக்கு உண்டாக்கி அதின்மேல் உன் ஆடுகளையும் உன் மாடுகளையும் சர்வாங்க தகன பலியாகவும் சமாதான பலியாகவும் செலுத்துவாயாக. நான் என் நாமத்தை பிரஸ்தாபப்படுத்தும் எந்த ஸ்தானத்திலும் உன்னிடத்தில் வந்து உன்னை ஆசீர்வதிப்பேன். என் நாமத்தை பிரஸ்தாபப்படுத்துகிற எந்த ஸ்தானத்திலும் நான் வந்து நான் உங்களை ஆசீர்வதிப்பேன். എന്റെ നാമത്തിൽ സ്മരണ സ്ഥാപിക്കുന്ന ഏത് സ്ഥലത്തും ഞാൻ നിന്റെ അടുക്കൽ വന്ന് നിന്നെ അനുഗ്രഹിക്കും என்று அவர் சொல்கிறார். ഞാൻ വന്നു நான் உன்னிடத்தில் வருகிறேன், ഞാൻ നിന്റെ അടുക്കൽ വരുന്നു, நான் வந்து உன்னை ஆசீர்வதிப்பேன். ഞാൻ വന്ന് നിന്നെ അനുഗ്രഹിക്കും. அவர் நம்மை ஆசீர்வதிக்க வேண்டும் என்றால் അവൻ നമ്മെ അനുഗ്രഹിക്കണമെങ്കിൽ அவர் சொல்கிறார் நீ என்னுடைய நாமத்தை பிரஸ்தாபப்படுத்த வேண்டும். ദൈവം പറയുന്നു നീ എന്റെ നാമത്തെ സ്മരിക്കണം, என் நாமத்திற்கு நீ சாட்சியாய் ജീവിக்க வேண்டும், എന്റെ നാമത്തിന് നീ ഒരു സാക്ഷിയാകണം, நாமத்தை நீ எங்கும் அறிவிக்க வேண்டும், എന്റെ നാമത്തെ നീ ഏറ്റുപറയണം. எந்த அளவுக்கு நாம் ஆண்டவராகிய இயேசு கிறிஸ்துவை குறித்து அறிந்திருக்கிறோமோ, നാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ എത്രത്തോളം അറിഞ്ഞിരിക്കുന്നുവോ, நாம் அறிந்திருக்கிறதற்கேற்ப அனுபவிப்பதற்கேற்ப நாம் மற்றவர்களிடத்தில் சொல்லிக்கொண்டே இருக்க வேண்டும். നാം അറിഞ്ഞതുപോലെ അനുഭവിക്കുന്നത് പോലെ നാം മറ്റുള്ളവരോട് അത് പറയണം. எத்தனையோ நாடுகளில் இன்றைக்கு வேத புஸ்தகத்தை ஏந்தி கொண்டு வீதிகளில் நடக்க முடியாது. ഇന്ന് എത്രയോ രാജ്യങ്ങളിൽ തിരുവചനം എടുത്തുകൊണ്ട് തെരുവുകളിൽ നമുക്ക് പോകുവാൻ சபைகள் കഴിയുന്നില്ല. இருந்தாலும் ஆராதனைகள் கிடையாது, സഭകളുണ്ടെങ്കിലും ആരാധനകളില്ല, ஆலயங்கள் இருக்கிறது வழிபாடுகள் கிடையாது, ആരാധനകളുണ്ട് യാഗങ്ങളില്ല, போதகர்கள் இருக்கிறார்கள் போதிக்க முடியாது, പുരോഹിതന്മാരുണ്ട് എന്നാൽ പ്രസംഗിക്കാൻ കഴിയില്ല, இசைக்கருவிகள் இருக்கிறது ஆனால் வாசித்து தேவனை மகிமைப்படுத்த முடியாது, വാദ്യോപകരണങ്ങളുണ്ട് വായിച്ച് ആരാധിപ്പാൻ കഴിയുന്നില്ല. ஒருவர் அடுத்த ஒருவரிடத்திலும் கூட என்ன வேண்டுமானாலும் பேசலாம், ஆனால் இயேசுவை பற்றி சொல்லக்கூடாது. അടുക്കലുള്ള ഒരു വ്യക്തിയോട് എന്തും സംസാരിക്കാം, പക്ഷെ യേശുവിനെ കുറിച്ച് പറയാൻ പറ്റില്ല. ജലസ്നാനം എടുപ്പാൻ കഴിയുന്നില്ല, ஆவியிலே நிறையக்கூடாது, ആത്മാവിൽ നിറയുവാൻ പാടില്ല, வீடுகளிலே அவர்கள் பாட்டு பாடக்கூடாது, അവർ ഭവനങ്ങളിൽ ആരാധിപ്പാൻ ആരാധിപ്പാൻ കഴിയില്ല. இருந்தால் அவர்கள் அரசாங்கத்திற்கு தெரிவித்திருக்க வேண்டும், അവർ രാഷ്ട്രീയപരമായി അവർ അറിയിക്കപ്പെട്ടിരിക്കണം. எந்த நேரத்திலும் அவர்களை பிடித்து இழுத்து செல்வார்கள். ഏത് സമയത്തും ഇങ്ങനെയുള്ളവരെ പിടിച്ചുകൊണ്ടുപോകും. இப்படியெல்லாம் பல நாடுகளிலே பயங்கரமான கட்டுப்பாடுகள் இருக்கிறது. ഇങ്ങനെയെല്ലാം പല നിയന്ത്രണങ്ങൾ പല ദേശങ്ങളിലുമുണ്ട്. ஆனால் இந்த நாட்களில் தேவன் நமக்கு ஒரு சுதந்திர நாட்டிலே சுதந்திர காற்றை நாம் சுவாசிக்கும்படியாக ஆண்டவர் செய்திருக்கிறார். എന്നാൽ ഈ സ്വാതന്ത്ര്യമുള്ള രാജ്യത്ത് സ്വാതന്ത്ര്യമായി തന്നെ ദൈവത്തെ നമുക്ക് ശ്വസിക്കുവാൻ കഴിയും. இது ஒரு மதசார்பற்ற நாடு. ഇത് ഒരു മതത്തോട് எந்த மதத்தினராக இருந்தாலும் அவர்கள் தங்களுடைய தெய்வத்தை அவர்கள் ஆராதிக்கலாம். ഏത് മതസ്ഥർക്കും ദൈവത്തെ അവരവരുടെ ദൈവത്തെ ആരാധിക്കും. ஆனால் இன்னும் கொஞ்ச நாட்களுக்கு பிறகு എന്നാൽ ചില നാളുകൾക്ക് ശേഷം இந்த ஒரு மதம் மட்டும்தான் இந்த உலகத்தில் இருக்க வேண்டும் என்று மற்ற மதத்தினரை பிற மதங்களை கொல்லும்படியாக சத்துருக்கள் எழும்புவார்கள். ഒരു മതം മാത്രമേ ഉണ്ടാകാവൂ എന്ന് പറഞ്ഞ് മറ്റു മതങ്ങൾ മറ്റുള്ളവരെ കൊല്ലുവാൻ തുടങ്ങും. இதற்கு பிறகு வரக்கூடிய நாட்களில் ഇങ്ങനെയുള്ള സംഭവങ്ങൾ സംഭവിക്കുന്ന നാളുകളിൽ ആരാധനകൾ മുടക്കപ്പെടலாம், സഭയുടെ ആരാധനകൾ മാറിയെന്ന് വരാം, வேண்டுமானாலும் സംഭവിக்கலாம், എന്തും സംഭവിച്ചെന്ന് വരാം. ஆண்டவருக்கு மகிமை உண்டாவதாக, ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. அடுத்த ஒரு மணிப்போராக இந்த தமிழகத்தை மாற்றும்படியாக சத்துருக்கள வல்லமைகள் போராடி கொண்டிருக்கிறது. ഇങ്ങനെയുള്ള ശക്തികൾ മാറ്റേണ്ടതിന് ശത്രുവിന്റെ ശക്തികൾ ശക്തിയോടെ പോരാടുന്നു. கர்த்தர் என்னிடத்தில் உங்களிடத்தில் அவர் கேட்பது என்ன? എന്നാൽ കർത്താവ് നമ്മോടും നിങ്ങളോടും ചോദിക്കുന്നത് மகிமைப்படுத்துகிற எந்த இடத்தில் நான் வந்து உன்னை ஆசீர்வதிப்பேன், എന്റെ നാമത്തിൽ
സ്മരണ സ്ഥാപിക്കുന്ന ഏത് സ്ഥലത്തും വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. നാമത്തെ ഗണപ്പെടുത്തുവதற்கு നാം എന്ത് വിധത്തിലും ഭയപ്പെടக்கூடாது. അവന്റെ നാമത്തെ ഉയർത്തുന്നതിന് നാം ഒരിക്കലും മടിക്കരുത്. ஒருவருக்கொருவர் இயேசு கிறிஸ்துவை குறித்து நாம் அறிவிக்கக்கூடியவர்களாக இருக்க வேண்டும். തമ്മിൽ നാം യേശു ക്രിസ്തുവിനെ വിളിച്ചറിയിക്കുന്നവരാകണം. ജീവിതത്തിൽ ദേവൻ என்ன നന്മകളെ அவர் செய்திருக்கிறாரோ, നമ്മുടെ ജീവിതത്തിൽ കർത്താവ് എന്ത് നന്മ ചെയ്തിരിക്കുന്നുവോ, அவர் നമ്മെ ഗുണമാക്കി இருக்கலாம், രോഗത്തിൽ നിന്ന് സൗഖ്യമുണ്ടാക്കിയേക്കാം, നമ്മെ വിടുതലയാക്കി இருக்கலாம், പാപത്തിൽ നിന്ന് വിടുവിച്ചിട്ടുണ്ടാവാം, കുടുംബത്തിൽ இருக்கிற എല്ലാ ശാപങ്ങളെയും അവർ മാറ്റി இருக்கலாம், കുടുംബത്തിലെ എല്ലാ ശാപങ്ങളും മാറ്റിയിരിക്കാം, മരണത്തിൽ നിന്ന് ദൈവം നമ്മെ വിടുതലയാക്കി இருக்கலாம், മരണത്തിൽ നിന്നും വിടുവിച്ചിട്ടുണ്ടാകാം. ஏன் நாம் மௌனமாய் இருக்க வேண்டும்? നാം എന്തുകൊണ്ട് മൗനമായിരിക്കണം? நம்முடைய കുടുംബத்தாருக்கு சொல்லலாமே, നമ്മുടെ കുടുംബത്തോട് നമുക്ക് പറയാമല്ലോ, நம்முடைய ഉறവിனருக்கு சொல்லலாமே, നമ്മുടെ ബന്ധുമിത്രാദികളോട് പറയാമല്ലോ, നண்பர்களுக்கு சொல்லலாமே, സ്നേഹിതരോട് പറയാമല്ലോ. இந்த காரியத்தை நாம் முதற்கண் செய்யக்கூடியவர்களாய் இருந்தால், ഈ കാര്യം നാം ഒന്നാമത് ചെയ്യുന്നവരാണെങ്കിൽ നമ്മുടെ സഭകൾ എല്ലാം നിറഞ്ഞു വഴിയും, നമ്മുടെ സഭകൾ നിറഞ്ഞു നിൽക്കും. இந்த தென்மேலா சபை விசுவாசிகளே இதை விட அதிகமாய் காணப்படுவார்கள். ഈ സഭ, തെന്മല സഭ ഇതിനേക്കാളും അധികമായി വളരും. ஆனால் நாம் ஆராதனைகளில் பங்கு பெற்று நமக்கு மாத்திரம்தான் கடவுள் என்பது போல நாம் ഒരു മുക്കാടിട്ട് வாழ்ந்து കൊണ്ടിരിக்கிறோം. എന്നാൽ ഇന്ന് കാലയളവിൽ നാം ഈ ആരാധന, ഈ ദൈവം നമുക്ക് മാത്രമാണെന്ന് അറിഞ്ഞുകൊണ്ട് ഒരു മൂടുപടം ഇട്ടുകൊണ്ട് ജീവിക്കുന്നു. സഭയ്ക്ക് யாராவது வருகிறார்கள் என்றாலும் கூட, സഭയ്ക്ക് അനേകർ വരുന്നു എന്നാലും அந்த பரிசேயனுடைய ஜெபத்தை போலதான், ആ പരീശന്റെ പ്രാർത്ഥന പോലെ, ஆயக்காரனை போல் அல்லாததினால் உம்மை ஸ்தோத்திரிக்கிறேன், ഈ ചുങ്കക്കാരനെ പോലെ അല്ലാത്തത് കൊണ്ട് ഞാൻ സ്തുതിക്കുന്നു. தான் ஒரு பரிசுத்தம் என்றும் மற்றவர்களை பாவி என்றும் கூட அநேகர் நினைத்துக் கொண்டு മറ്റുള്ളവരിടത്തിൽ പേശ മറുക്கிறார்கள். താൻ വിശുദ്ധനെന്നും മറ്റുള്ളവർ പാപി എന്നുമുള്ള അനുഭവത്തിൽ സംസാരിക്കുന്നു. ഞാൻ ഉയർന്നവൻ എന്ന് മറ്റുള്ളവരെ താഴ്ന്നവരായി നിனைக்கிறார்கள். ഞാൻ ഉയർന്നവനെന്ന് മറ്റുള്ളവരെ താഴ്ചയായി കാണുന്നു. ഞാൻ പഠിച്ചിരിக்கிறேன் അവர்கள் പേദകൾ എന്ന് നിனைக்கிறார்கள். ഞാൻ പഠിച്ചവൻ മറ്റുള്ളവർ പഠിത്തമറ്റവരെന്ന് കാണുന്നു. ഒരു മനിത ഉയിരും ദേവനുടേത്. ഏതൊരു മനുഷ്യനും ദൈവത്തിനുള്ളവനാണ്. எந்த ഒരു മനിത ഉയിരും നരകപാതാളത്തിற்கு சென்று விடக்கூடாது. ഒരു ആത്മാവും നരകത്തിൽ പോകാനുള്ളതല്ല. ഒരു നേരം ദേവൻ നമ്മിടത്തിൽ വിസാരിപ്പാർ என்றால், ഒരു നേരം ദൈവം നമ്മെ അന്വേഷിക്കുന്നെങ്കിൽ, ആത്മാക്കളെ ഉൻ മൂലமாக இந்த சபைக்கு நீ கொண்டு வந்தாய், നിന്നോട് ചോദിക്കും, നീ എത്ര ആത്മാക്കളെ സഭയ്ക്ക് കൊണ്ടുവന്നു? அதுதான் நித்தியத்திலே நாம் கொண்டு போய் சேர்க்கக்கூடியதான முத்துக்கள். അതാണ് നാം നിത്യതയിൽ എത്തിച്ചേർക്കുവാനുള്ള മുത്തുകൾ. அதுதான் நாம் கட்டுகிறதான இந்த கண்ணாடி மாளிகையிலே அலங்காரமாக இருக்கக்கூடியவைகள். അതാണ് നമുക്കായി പണിയപ്പെടുന്ന ഭവനത്തിൽ ഒരുക്കപ്പെടുന്ന മുത്തുകൾ. இந்த தேவ ஜனங்கள் தான் நமக்கு தலைக்கு கிரீடமாக ഈ இருக்கக்கூடியவர்கள். ദൈവജനങ്ങളാണ് നമ്മുടെ തലയുടെ കിരീടമായിരിക്കുവാൻ പോകുന്നത്. ஒருவரை நாம் அவமதிக்க கூடாது. നാം ആരെയും എളിതായി കാണരുത്. முடிந்த அளவுக்கு சத்தியத்தை சொல்ல வேண்டும். ആവോളം സത്യം ഉപദേശിക്കണം. சுவிசேஷம் அறிவிக்க வேண்டும். സുവിശേഷം പറയണം. ட்ராக்ஸ் கொடுக்க வேண்டும். ട്രാക്റ്റുകൾ കൊടുക്കണം. இயேசுவை பற்றி சொல்லிக் கொண்டே இருக்க வேண்டும். യേശുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കണം. நாமத்தை பிரஸ்தாபப்படுத்துகிற எந்த ஸ்தானத்தில் நான் வந்து உங்களை ஆசீர்வதிப்பேன். എന്റെ നാമത്തെ സ്ഥാപിക്കുന്ന ഏത് സ്ഥലത്തും വന്ന് ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ஆசீர்வதிப்பது ஆண்டவருக்கு பிரியம். ഇസ്രായേലിനെ അനുഗ്രഹിക്കുന്നതാണ് ദൈവത്തിന് ഇഷ്ടം. ஆண்டவர் சொல்லும் பொழுது കർത്താവ് പറയുന്നു, நான் உன்னை ஆசீர்வதிப்பேன், ഞാൻ നിന്നെ நீ അനുഗ്രഹിക്കും, ஆசீர்வாதமாயிருப்பாய். നീ ഒരു അനുഗ്രഹമായിരിക്കും. அவ்விதமாக தான் தேவன் நம்மை ஆசீர்வதிக்கிறார் என்றால், അങ്ങനെ നമ്മെ കർത്താവ് അനുഗ്രഹിക്കുന്നുവെങ്കിൽ ஆசீர்வதிக்கப்பட்டவர்களாய் காணப்படுவோம். നാം അനുഗ്രഹിക്കപ്പെട്ടവരാകും. நம் மூலமாக பூமியின் வம்சங்கள் அனைத்தும் ஆசீர்வதிக்கப்படும். നാം നിമിത്തം സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. ஒருவேளை நாம் ஆசீர்வதிக்கப்பட்டவர்கள் என்பதை நாம் அறியாமல், ഒരുപക്ഷെ നാം അനുഗ്രഹിക്കപ്പെട്ടവരെന്നൊരു അറിവില്ല എങ്കിൽ, மற்றவர்கள் நம்மை தூஷிக்கிறார்கள் என்று அவர்களை தூஷிக்க கூடாது. മറ്റുള്ളവർ നമ്മെ പഴിക്കുന്നു എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ നാം പഴിക്കരുത്. உதாசீனப்படுத்துகிறார்கள் என்று நாம் மற்றவர்களை உதாசீனப்படுத்த கூடாது. നമ്മെ തളർത്തിക്കളയുന്നു എന്നുള്ളത് കൊണ്ട് നാം മറ്റുള്ളവരെ തളർത്തുന്നവരാകരുത്. നമുക്ക് தீமை செய்கிறார்கள் என்று நாம் ஒருபோதுം தீமை செய்துவிடக் கூடாது. നമ്മോട് തിന്മ കാണിക്കുന്നു എന്നുള്ളത് കൊണ്ട് നാമും തിന്മ കാണിക്കുന്നവരാകരുത്. நாம் 1 பேதுரு 3-ാം അധ്യായം 8-ാം വചനത്തിൽ പഠിക്കും പൊഴുது, 1 പത്രോസ് 3-ന്റെ 8-ാം വാക്യം വായിക്കുമ്പോൾ, 9-ാമത്തെ വചനത്തിൽ 9-ാം വാക്യം വായിക്കുമ്പോൾ, ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടത് കൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിപ്പിൻ. தீமைக்கு தீமையையும் உதாசனத்துக்கு உதாசனத்தையும் சரி கட்டாமல் அதற்கு பதிலாக நீங்கள் ஆசீர்வாதத்தை சுதந்திரித்துக் கொள்ளும்படி அழைக்கப்பட்டிருக்கிறவர்கள் என்று அறிந்து ஆசீர்வதியுங்கள். நமக்கு ஒரு அறிவு இருக்க வேண்டும். நாம் ஆசீர்வாதங்களை சுதந்திரித்துக் கொள்ளும்படியாக அழைக்கப்பட்டவர்கள். നമുക്കൊരു ബോധമുണ്ടാകണം, അനുഗ്രഹം പ്രാപിപ്പാൻ വിളിക്കപ്പെട്ടവരാണെന്നുള്ളത്. ஏராளம் ஆசீர்வாதங்கள் இருக்கிறது. നമുക്ക് ധാരാളം അനുഗ്രഹങ്ങളുണ്ട്. ஆசீர்வதிக்கப்பட்ட தேவன் ஒருவர் இருக்கிறார். നമ്മെ അനുഗ്രഹിക്കുവാൻ നമ്മുടെ കർത്താവ് ഒരുവനുണ്ട്. ஆசீர்வாதத்தின்
பரலோகம் நமக்கு முன்பாக திறந்திருக்கிறது. അനുഗ്രഹിപ്പാൻ കർത്താവിന്റെ സ്വർഗ്ഗം നമുക്കായി തുറക്കപ്പെട്ടിരിക്കുന്നു. நாம் மற்றவர்களை ஆசீர்வதிக்க வேண்டும். നാം മറ്റുള്ളവരെ അനുഗ്രഹിക്കണം. அடுத்தவர்கள் நமக்கு தீமை செய்கிறார்கள் என்று நாம் ஒருபோதும் அவர்களுக்கு தீமை செய்துவிடக் கூடாது. മറ്റുള്ളവർ നമ്മോട് തിന്മ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് നാമും തിന്മ ചെയ്യുന്നവരാകരുത്. ഉദാസീനപ്പെടുത്തുகிறார்கள் എന്ന് നാം മറ്റവர்களை ഉദാസീനപ്പെടുത്തി വിടக்கூடாது. നമ്മെ തളർത്തി കളയുന്നവരുണ്ടാകാം, പക്ഷേ നാം അവരെ തളർത്തി കളയുന്നവരാകരുത്. നാം சொல்ல வேண்டும், நாம் ஆசீர்வாதங்களை சுதந்தரித்துக் கொள்ளும்படி அழைக்கப்பட்டவர்கள். ഞാൻ അനുഗ്രഹം പ്രാപിപ്പാൻ വിളിക്കപ്പെട്ടവരെന്ന് നാം പറയുന്നു. അരുമயான ஊழியர்களே, പ്രിയ ശുശ്രൂഷകരെ, അരുമயான വിശ്വാസികളെ, ദൈവജനങ്ങളെ, പ്രിയ ദൈവജനങ്ങളെ, അഭിഷേകം பெற்றவர்களே, അഭിഷേകം പ്രാപിച്ചവരെ, உங்களுக்கு பின்னாலே ஒரு தேவன் இருக்கிறார். നിങ്ങൾക്ക് പിന്നിൽ ഒരു ദൈവമുണ്ട്. நீங்கள் யாரை ஆசீர்வதிக்கிறீர்களோ அவர்களை அந்த தேவன் ஆசீர்வதிக்கிறார். നിങ്ങൾ ആരെ അനുഗ്രഹിക്കുന്നു അവരെ ദൈവം അനുഗ്രഹിക്കും. அவர் மோசேயிடத்தில் சொன்னார், അവർ മോശയോട് പറഞ്ഞു, இஸ்ரவேல் ஜனங்களை நீ ஆசீர்வதிக்க வேண்டிய விதமாவது, ഇസ്രായേൽ ജനത്തെ നീ അനുഗ്രഹിക്കേണ്ടത് എങ്ങനെയെന്നാൽ, என்னாகமம் 6 அதிகாரம் 22 வசனம் முதல் நாம் கடைசி வரை படிக்கும் பொழுது, സംഖ്യാപുസ്തകം 26 അധ്യായത്തിന്റെ അവസാനം, ஆரோனிடத்தில் அவனுடைய குமாரனிடத்திலும் சொல், നീ അഹരോനും അവന്റെ പുത്രനോടും പറയണം, இஸ்ரவேல் ஜனங்களை அவர்கள் ஆசீர்வதிக்க வேண்டும். ഇസ്രായേൽ ജനത്തെ അവർ അനുഗ്രഹിക്കണം. கர்த்தர் உன்னை ஆசீர்வதித்து உன்னை காக்க கடவர். കർത്താവ് നിന്നെ അനുഗ്രഹിച്ച് കാക്കട്ടെ. இந்த ஆரோனும் அவனுடைய குமாரர் இஸ்ரவேல் ஜனங்களை பார்த்து சொல்கிறார்கள், ഈ അഹരോനും തന്റെ പുത്രന്മാരും ഇസ്രായേൽ ജനത്തെ നോക്കി கர்த்தர் പറഞ്ഞു, உங்களை ஆசீர்வதித்து உங்களை காக்க கடவர். കർത്താവ് നിന്നെ അനുഗ്രഹിച്ചു കാക്കട്ടെ. கர்த்தர் தம்முடைய முகத்தை உன்மேல் பிரகாசிக்க பண்ணி உன்மேல் கிருபையாயிருக்க கடவர். കർത്താവ് തന്റെ മുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കരുണ കാട്ടട്ടെ. கர்த்தர் தம்முடைய முகத்தை உன்மேல் பிரசன்னமாக்கி உனக்கு சமாதானத்தை கட்டளையிட கடவர் என்பதே. കർത്താവ് തന്റെ മുഖം നിന്റെ മേൽ ഉദിപ്പിച്ച് നിനക്ക് ദയ കൽപ്പിക്കട്ടെ. அவ்விதமாக இந்த ஆரோனுடைய குமாரர்களும் இஸ்ரவேல் ஜனங்களை ஆசீர்வதிக்கும் பொழுது, ഇങ്ങനെ അഹരോനും തന്റെ പുത്രന്മാരും ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിക്കുമ്പോൾ, ஆண்டவர் சொல்கிறார், நான் அவர்களை ஆசீர்வதிப்பேன், ഞാൻ അവനെ അനുഗ്രഹിക്കുമെന്ന് കർത്താവ് പറയും. ஹல்லேலூயா, ഹല്ലേലൂയ. அருமையான தேவஜனமே, நாம் யாரையும் சபிக்க கூடாது. പ്രിയ ദൈവജനമേ, നാം ആരെയും ശപിക്കരുത്. யாரையும் நாம் நிந்திக்க கூடாது. നാം ആരെയും നിന്ദിക്കരുത്. யாரையும் நாம் அவமானப்படுத்த கூடாது. നാം ആരെയും അപമാനിക്കരുത്. யாரையும் நாம் பகைக்க கூடாது. നാം ആരെയും പകയ്ക്കരുത്. யாரையும் நாம் வெறுக்க கூடாது. നാം ആരെയും ഞെരുക്കി കളയരുത്. யாரிடத்திலும் நாம் சண்டை போடக்கூடாது. നാം ആരോടും ശണ്ട കൂടരുത്. யாரையும் நாம் புறக்கணிக்க கூடாது. നാം ആരെയും തള്ളിക്കളയരുത്. நாம் யார்? നാം ആരാകുന്നു? ആശീർവദിക്കപ്പെട്ടവர்கள், അനുഗ്രഹിക്കപ്പെട്ടവരാ, ആശീർവാദത്തെ സുതന്ത്രിத்துக் കൊള്ളുம்படி അழைக்கப்பட்டവர்கள், അനുഗ്രഹം പ്രാപിപ്പാൻ വിളിക്കപ്പെട്ടവരത്രേ. பிறரை ஆசீர்வதிக்கும்படியாக நாம் நியமிக்கப்பட்டவர்கள். നമ്മൾ അനേകരെ അനുഗ്രഹിപ്പാൻ இந்த നിയമിക്കപ്പെട്ടവർ. இடத்தில் தான் நம்முடைய தேவனாகிய கர்த்தரை நாம் இந்த உலகுக்கு அடையாளம் காட்டக்கூடியவர்களாக இருக்கிறோம். ഈ ഒരു സ്ഥാനത്താണ് നാം നമ്മുടെ കർത്താവിന് ഒരു അടയാളമായി തീരേണ്ടത്. ஆனால் பிசாசு பொய்யன், എന്നാൽ പിശാച് ഭോഷ്കു പറയുന്നവൻ, അവൻ വഞ്ചിക്കുന്നവൻ, അവൻ തന്ത്രമുള്ളവൻ, അവൻ തന്ത്രശാലിയാണ്, ശപിക്കുന്നവൻ, അവൻ ശപിക്കുന്നവനാണ്, അവൻ കൊല്ലുന്നവനാണ്, അവൻ നമ്മെ അഴിക്കുന്നവൻ, അവൻ നമ്മെ നശിപ്പിക്കുന്നവനാണ്. அவனுடைய இயற்கையான சுபாவங்களை நாம் நம்முடைய ஜீவிதத்தில் நாம் അവനെ അടയാളപ്പെടുത്തുന്നവരായി ഒരു പൊഴുതും ഇരിക്കக்கூடாது. നമ്മുടെ ഈ പ്രകൃതി ജീവിതത്തിൽ പിശാചിനെ അടയാളപ്പെടുത്തുന്നവരായി തീരരുത്. യേശുவை അടയാളപ്പെടുത്തக்கூடிയതാണ് അവരുടെ ദൈവിക സ്വഭാവങ്ങളെ ഉടയവர்களாக നാം നമ്മെ വെളിപ്പെടുത്ത வேண்டும். നാം യേശുവിനെ ചൂണ്ടിക്കാണിക്കത്തക്കവണ്ണം ദൈവിക സ്വഭാവങ്ങളെ വെളിപ്പെടുത്തുന്നവരാകണം. ഇങ്ങുதான் അവരുടെ നാമത്തെ നാം പ്രസ്താവപ്പെടുത്തുகிறோம். ഇങ്ങനെയാണ് ദൈവത്തിന്റെ നാമത്തെ നാം സ്ഥാപിക്കുന്നത്. പ്രസ്താവപ്പെടുത്തുகிற எந்த ஸ்தானத்தில் வந்து நான் உன்னை ஆசீர்வதிப்பேன். എന്റെ നാമത്തെ സ്ഥാപിക്കുന്ന ഏത് സ്ഥലത്തും വന്ന് ഞാൻ അനുഗ്രഹിക്കും. மேலும் ஆண்டவர் என்ன சொல்கிறார்? വീണ്ടും ദൈവം എന്ത് പറയുന്നു? എന്നാകുമ്പം 11:7 പഠിക്കും പൊഴുது, സംഖ്യാപുസ്തകം 11 അധ്യായത്തിന്റെ 7 വാക്യം വായിക്കുമ്പോൾ, 17 വാക്യം, അവിടെ ഞാൻ ഇറങ്ങി വന്ന് നിന്നോട് അരുളി ചെയ്യും, ഞാൻ നിന്റെ മേലുള്ള ആത്മാവിൽ കുറെ എടുത്ത് അവരുടെ മേൽ പകരും, നീ ഏകനായി വഹിക്കാതിരിക്കേണ്ടതിന് അവർ നിന്നോടുകൂടെ ജനത്തിന്റെ ഭാരം വഹിക്കും. அப்பொழுது நான் இறங்கி வந்து அங்கே உன்னோட பேசி. இங்கே நாம் படிக்கும் பொழுது நான் இறங்கி வந்து ഇവിടെ നാം വായിക്കുന്നു, ഞാൻ ഇറങ്ങി വന്ന് നിന്നോട് സംസാരിക്കും. ஆண்டவர் தம்முடைய ஜனங்களை பார்த்து சொல்கிறார், நான் இறங்கி வந்து உன்னிடத்தில் நான் பேசுவேன். ഞാൻ ഇറങ്ങി വന്ന് നിന്നോട് അരുളി ചെയ്യും. உங்களோடு பேச அவர் விரும்புகிறார். നമ്മോട് സംസാരിപ്പാൻ സ്വർഗ്ഗം ആഗ്രഹിക്കുന്നു. வந்து என்கிற அந்த வார்த்தையை நாம் அந்த இடத்திலே படிக்கிறோம். ഞാൻ വന്നു എന്ന് അവിടെ കാണുന്നു. ஆண்டவர் சொல்கிறார், நான் வருகிறேன், ഞാൻ വരുന്നു, வந்து உன்னோடு பேச வேண்டும், വന്ന് നിന്നോട് അരുളി ചെയ്യും. நாம் எந்த நிலவரத்தில் இருக்கிறோம், നാം ഏത് അനുഭവത്തിലിരുന്നാലും, ദുഃഖത്തിൽ இருந்தாலும், ദുഃഖത്തിലാണെങ്കിലും, സന്തോഷത്തിൽ இருந்தாலும் സരി, സന്തോഷത്തോടെ ആണെങ്കിലും, ஒருவேளை நாம் சந்தோஷமாக இருந்தால், ഒരുപക്ഷെ നാം സന്തോഷത്തോടെ ആണെങ്കിൽ, நண்பர்களோ குடும்ப உறவுகளோ நம்மை சுற்றி இருக்கும், നമ്മുടെ സുഹൃത്തുക്കളും കുടുംബാദികളും ഒക്കെ നമ്മോടൊപ്പം ഉണ്ടാകും. துன்பத்தில்
பாரத்தில், துக்கத்தில், வேதனையில், தனிமையில், அழுகையில் இருக்கும் பொழுது, എന്നാൽ വളരെ ശോകമായ ഒരു അവസ്ഥയിൽ ദുഃഖത്തോട് കണ്ണീരോടുകൂടെ ആയിരിക്കുമ്പോൾ நிலவரத்தை காண்கிறவர்கள் அனைவருமே முகத்தை திருப்பிக் கொண்டு போய் விடுவார்கள். നമ്മുടെ അവസ്ഥ കാണുന്നവർ അവർ തങ്ങളുടെ മുഖം തിരിച്ചു പോകും. நம்மிடத்தில் எல்லாம் இருக்கும் பொழுது നമ്മെ തേടി മക്കൾ വരുവാர்கள். നമ്മുടെ പക്കൽ എല്ലാം ഉണ്ടെങ്കിൽ നമ്മെ തേടി വരുന്നവർ ധാരാളമായിരിക്കും. பொழுது அவர்கள் ஓடி தங்களை மறைத்துக் கொள்ளுகிறார்கள். നാം ഒന്നുമില്ലാത്തൊരവസ്ഥയിലാകുമ്പോൾ അവരെല്ലാം മാറി. தேவன் அப்படிப்பட்டவர் அல்ல. എന്നാൽ നമ്മുടെ കർത്താവ് അങ്ങനെയുള്ളവനല്ല. നിലവരത്തിൽ இருந்தாலும் நான் இறங்கി வருகிறேன். ഏത് അനുഭവത്തിലാണെങ്കിലും ഞാൻ നിന്റെ അടുക്കൽ വരും. ഭാരത്തെ വേദനയും മോശെ சொல்லுகிறார். തന്റെ ഭാരവും വേദനയും മോശ പറയുന്നു. சுமப்பதற்கரிய சுமைகளை அவர் சுமந்து கொண்டிருக்கிறார். ചുമപ്പാൻ അവൻ തന്റെ ചുമടുകളെ ചുമക്കുന്നു. என்னாலே முடியாது என்கிற சொல்லும் நிலை அவர் ആലാക്കിവിட்டார். എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയത്തക്കവണ്ണം ആണ്ടവർ ഇറങ്ങി വന്ന്, എന്നാൽ കർത്താവ് ഇറങ്ങി വന്ന് ഭാരങ്ങളെ 70 പേർ മേൽ சுமத்துகிறார். അവന്റെ ഭാരം ഒരു 70ഓളം പേരുടെ മേൽ മാറ്റി. ജനത്തെ നടത്തുகிற பெரிய பொறுப்பாக இருக்கலாம். അത് ആ ജനത്തെ നടത്തുന്ന ഒരു നടത്തിപ്പായിരിക്കാം. എന്നാലും கூட அவனுடைய பாரம், அவனுடைய சுமை குறைகிறது. എന്നാൽ അവന്റെ ഭാരം അവിടെ കുറച്ചുകൊണ്ട് வருத்தப்பட்டு பாரம் சுமக்கிறவர்களே, അധ്വാനിക്കുകയും ഭാരം ചുമക്കുന്നവരുമായുള്ളവർ, நான் உங்களுக்கு இளைப்பாறுதல் தருவேன் என்று அவர் சொன்னார். എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കാമെന്ന് പറയും. இந்த மோசேக்கு அவர் இளைப்பாறுதலை கொடுக்கிறார். ഇവിടെ മോശയ്ക്ക് ഒരു ആശ്വാസം കൊടുക്കും. அவர் வந்து அவனிடத்தில் அவர் நான் இறங்கி வந்து உன்னிடத்தில் பேச விரும்புகிறேன். ദൈവം ഇറങ്ങി വന്ന് നമ്മോട് അരുളി ചെയ്യുന്നു. இந்த இடத்தில் உங்கள் இருதயம் கலங்காதிருப்பதாக என்று சொல்கிறவர், ഇവിടെ നിന്റെ ഹൃദയം കലങ്ങരുതെന്ന് പറയുന്നു என்று சொன்னவர், ഞാൻ വരുമെന്ന് പറഞ്ഞവർ, உங்களை திக்கற்றவர்களாய் விடேன் என்று சொன்னவர், ഞാൻ നിങ്ങളെ അനാഥനായി വിടുകയില്ല എന്ന് പറഞ്ഞവർ, ஆசீர்வதிப்பேன் என்று சொன்னவர், ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞവർ, நான் பேசும்படியாக வருகிறேன் என்று அவர் சொல்கிறார். ഇന്ന് നിങ്ങളോട് സംസാരിപ്പാൻ ഞാൻ വരുന്നു എന്ന് പറയുന്നു. ஆண்டவருக்கு மகிமை உண்டாவதாக. ദൈവത്തിന് മഹത്വം നമുക്ക് ഉണ്ടാകട്ടെ. അരുமையான വിശ്വാസികൾ ഉണ്ട്. നമുക്ക് അനേക വിശ്വാസികളുണ്ട്. അനേകർ അഴുത് ജപിக்கிறவர்கள், അനേകരും കരഞ്ഞു പ്രാർത്ഥിക്കുന്നവർ. ஆண்டவருடைய சமூகத்தில் அவர்கள் எப்பொழுதும் அவர்கள் துதித்து ஜெபித்து ஸ்தோத்திரித்து பாட்டு பாடி ஆவியிலே நிறைந்து கொண்டே இருப்பார்கள். അവരെപ്പോഴും ദൈവത്തെ സ്തുതിച്ച് പാടി ആരാധിച്ച് ആത്മാവിൽ നിറഞ്ഞുകൊണ്ടിരിക്കും. അതിൽ ഒരു തായ്ക്ക് ரொம்ப கஷ்டங்கள், ഒരു മാതാവിന് അനേക കഷ്ടങ്ങളുണ്ട്. ஜெபிக்கிறாங்க, கூட்டத்துக்கு வராங்க, பாட்டு பாடுறாங்க, ஆவியில் நிறையறாங்க, അവർ പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു, പാടി സ്തുതിക്കുന്നു, சாட்சியெல்லாம் சொல்லுவாங்க, നന്നായി സാക്ഷ്യമൊക്കെ പറയും. ஒரு ஆவிக்குரிய தாய், നല്ലൊരു ആത്മീയമായ മാതാവ്. ஆனாலும் கூட அவங்களுடைய கஷ்டங்கள் அவங்களை விட்டு மாறுகிறதில்லை. എന്നാൽ അവരുടെ കഷ്ടം അവരെ വിട്ട് മാറുന്നില്ല. எவ்வளவோ அழுது ஜெபிக்கிறார்கள், എത്രയോ കരഞ്ഞു പ്രാർത്ഥിച്ചു, ஆனால் കഷ്ടത്തിൽ വിടുதலை கிடைக்கவில்லை. എന്നാൽ കഷ്ടത്തിൽ നിന്നൊരു വിടുതൽ. ஆண்டவராவது ஒரு வார்த்தை பேசுவாரா? കർത്താവ് ഒരു വാക്കെങ്കിലും സംസാരിച്ചു. ஒரு வார்த்தை கூட அவர்களிடத்தில் பேசவில்லை. കർത്താവ് ഒരു വാക്കുപോലും എന്നോട് പറയും. ஆண்டவருக்கு மகிமை உண்டாவதாக. ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ஒரு நாள் அவர்கள் ஜெபித்துக் கொண்டிருந்தார்கள். ഒരിക്കൽ ആ മാതാവ് அவர்களுக்கு முன்னே ஒரு 2 பேர் ஜெபித்துக் கொண்டிருந்தார்கள். അവരുടെ മുൻപിൽ മറ്റു 2 പേർ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഒരാൾ சரியா ஜெபிக்கல, ഒരാൾ നന്നായി പ്രാർത്ഥിച്ചിരുന്നില്ല, കണ്ണ് തുറന്ന് பார்த்துட்டே இருக்கு, കണ്ണൊക്കെ തുറന്ന് നോക്കിക്കൊണ്ടിരുന്നു. இன்னொரு கண்ணு திறந்து பார்த்துக்கிட்டு கண்ணு மூடி ஜெபிக்கிறதுமா இருக்கு. മറ്റൊരു വ്യക്തി കണ്ണടച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും. இந்த அம்மா 2 பேரையும் கவனிச்சிட்டு பிரேயர் பண்ணிட்டே இருக்காங்க. ഈ മാതാവ് ഇവരെ 2 പേരെയും ശ്രദ്ധിച്ചുകൊണ്ട് താനും പ്രാർത്ഥിക്കുകയാണ്. அந்த இடத்துல இயேசு வருகிறார். എന്നാൽ പെട്ടെന്ന് അവിടെ കർത്താവായ യേശു ക്രിസ്തു നടന്നു வருகிறார். വളരെ ഭംഗിയായി നടന്നു വരുന്നു. இந்த தாயார் பார்க்கிறார்கள், ഈ മാതാവ് അതിനെ കണ്ടു. அந்த 2 பேரும் கூட பார்க்கிறார்கள். ആ 2 പേരും അതിനെ കാണുന്നുണ്ട്. தாயாருக்கு பயங்கர சந்தோஷம். ഈ മാതാവിന് വലിയ സന്തോഷം. பரவாயில்லை, இயேசு வந்து விட்டார், യേശു വന്നല്ലോ എന്ന്. അവരോട് നാം പേശ ആശയപ്പെട്ടോം. ഞാൻ എന്റെ കർത്താവിനോട് യേശുവിനോട് സംസാരിക്കാൻ ആഗ്രഹിച്ചു. അവൻ എന്നോട് ഇനി സംസാരിക്കും. அந்த 2 பேரை குறித்து தெரியும். മറ്റുള്ള 2 പേരെ കുറിച്ച് അറിയാം. ഒന്നില്ലാத വിശ്വാസി, ഒന്ന് ഒരു കാര്യത്തിന് വിശ്വാസമേ கிடையாது, അവന് വിശ്വാസം ഒട്ടുമില്ല. இன்னொரு ஆள் അറകുറயான വിശ്വാസി. ഇന്ന് മറ്റൊരു വ്യക്തി ഒരു അല്പ വിശ്വാസിയാണ്. நினைப்பு தான் ஒரு பெரிய விசுவாசி என்று. താൻ ഒരു വലിയ വിശ്വാസി എന്ന് താൻ ചിന്തിച്ചു. அந்த ஒன்னில்லாத ஆளிடத்தில் இயேசு வந்தார். ഒന്നുമില്ലാത്ത ഒരു വ്യക്തിയുടെ അടുക്കൽ യേശു ഉட்கார்ந்தார். തന്റെ അടുക്കൽ ചെന്നിരുന്നു. கொஞ்ச நேரம் அவர்களோடு பேசினார். ഒരു അല്പസമയം തന്നോട് സംസാരിച്ചു. பேசிக்கொண்டே இருந்தார், സംസാരിച്ചുകൊണ്ടേയിരുന്നു. இந்த அம்மா கண்ணை திறந்து பார்க்கறாங்க. ഈ അമ്മ കണ്ണു തുറന്നു നോക്കി. தன்னிடத்தில் வருவார் என்று அவர்கள் எதிர்பார்த்தார்கள். തന്റെ അടുക്കൽ യേശു വരുമെന്നാണ് താൻ പ്രതീക്ഷിച്ചത്. அவர்களிடத்தில் பேசிவிட்டு അടുത്തവരിടത്തിൽ ചെല്ലുகிறார்கள். എന്നാൽ താൻ കാണുന്നത് തന്റെ മുൻപിലുള്ളവരോട് സംസാരിച്ചിട്ട് അടുത്ത വ്യക്തിയുടെ അടുക്കിലേക്ക് പോകുന്നു. അവരുടെ പോയി கொஞ்ச നേരം பேசினார். ആ വ്യക്തിയുടെ അടുക്കലും ചെന്ന് സംസാരിക്കുന്നു. അടുത്ത് ഇവങ്ങളുടെ വരവേ ഇല്ല. എന്നാൽ ഈ വ്യക്തിയുടെ അടുക്കൽ മാത്രം വന്നില്ല. അവർ அப்படி போய் விட்டார். അങ്ങനെ തന്നെ മടങ്ങിപ്പോയി. இந்த அம்மாக்கு தாங்க முடியாத துக்கம், அழுகிறார்கள். ഈ അമ്മയ്ക്ക് വീണ്ടും ഭയങ്കര ദുഃഖമായി കരഞ്ഞു. வந்து பேசவில்லை, എന്തുകൊണ്ടാണ് യേശുവിന്റെ അടുക്കൽ വരാഞ്ഞത്? அவர்கள் விழித்துக் கொண்டார்கள். അവർ കണ്ണു തുറന്നു. இவ்வளவு நேரம் കണ്ടത് ഒരു കനവുதான். ഇത്രയും നേരം ഒരു സ്വപ്നമായിരുന്നു. ഒരു അഴുകை, എന്നാലും കരയുന്നു. அந்த கனவுல இயேசு என்னிடத்தில் வந்து பேசவில்லையே. ആ സ്വപ്നത്തിൽ യേശുവിനോട് വന്ന് സംസാരിച്ചില്ലല്ലോ.
ஆண்டவருடைய சத்தம் தெளிவாய் கேட்கிறது. അപ്പോഴാണ് യേശുവിന്റെ ശബ്ദം അവർക്ക് വ്യക്തമായി മനസ്സിലായി. நான் எப்பொழுதும் உன்னோடு கூட இருக்கிறேன், ഞാൻ എപ്പോഴും നിന്നോട് കൂടെ ഉണ്ടല്ലോ, உன்னோடு கூட பேசுகிறேன், ഞാൻ എപ്പോഴും നിന്നോട് സംസാരിക്കുന്നുണ്ടല്ലോ, உன்னால உணர முடியவில்லை, ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരുന്നിട്ട് നീ അറിയുന്നില്ല, உன்னால உணர முடியவில்லை, എന്റെ വാക്കുകളോ നീ കേൾക്കുന്നില്ല, என்னுடைய பிரசங்க வார்த்தைகள் மூலமாக, എന്റെ പ്രസംഗ വാക്കുകൾ, വേദവചനങ്ങൾ പഠിപ്പതിൻ ഈ മൂലமாக, വചനങ്ങൾ വായിക്കുന്നത് നിമിത്തം ചിന്തയിലും കൂടെ ഞാൻ എന്റെ பேசிக்கொண்டிருக்கிறேன். ചിന്തയോടുകൂടെ ഞാൻ സംസാരിക്കുന്നുണ്ടല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്രേ അമ്മമാர்கள் ഇവിധമായി കണ്ണീർ വടിத்துக் கொண்டிருக்கிறீர்கள். എത്ര അമ്മമാരാണ് ഇങ്ങനെ കണ്ണീരൊഴുക്കുന്നത്. യേശു എന്നിടത്തിൽ பேசவில்லை என்று சொல்லக்கூடியவர்கள் எத்தனை பேர்? യേശു എന്നോട് സംസാരിക്കുന്നില്ല നിങ്ങൾ എത്ര പേർ அவர் என்ன പറയുന്നു? சொல்கிறார்? അവൻ എന്ത് പറയുന്നു? நாம் ഉന്നത പാട്ട് 2-ാം അധികാരം 15-ാം വചനത്തിൽ പഠിക്കുമ്പോൾ, ഉത്തമഗീതം 2-ാം അധ്യായം 15-ാം വാക്യം വായിക്കുമ്പോൾ, ഞങ്ങളുടെ മുന്തിരിത്തോട്ടങ്ങൾ പൂത്തിരിക്കാൻ മുന്തിരിവള്ളി നശിപ്പിക്കുന്ന കുറുക്കന്മാർ, മുഖത്ത് 14 പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിന്റെ മറവിലും ഇരിക്കുന്ന എന്റെ പ്രാവേ, ഞാൻ നിന്റെ മുഖം ഒന്ന് കാണട്ടെ, നിന്റെ സ്വരം ഒന്ന് കേൾക്കട്ടെ. നിന്റെ സ്വരം ഇൻപമുള്ളതും മുഖം സൗന്ദര്യമുള്ളതുമാകുന്നു. கண்மலையின் வெடிப்புகளிலும் சிகரங்களின் மறைவிடங்களிலும் தங்குகிற என் புறாவே, உன் முகரூகத்தை எனக்கு காண்பி, உன் சத்தத்தை நான் கேட்கட்டும். உன் சத்தம் இன்பமும் உன் முகரூபம் அழகுமாயிருக்கிறது. இந்த வேதவசனம் என்ன சொல்லுகிறது? ഈ തിരുവചനം എന്ത് പറയുന്നു? കന്മலை വെടിപ്പിலே, പാറയുടെ പിളർപ്പിലും, வெடிப்புன்னதான அந்த கண்மலை போல பல காரியங்களின் நிமித்தமாக உன்னுடைய மனதும் கூட வெடித்து காணப்படுகிறதோ? ഒരു പാറയുടെ പിളർപ്പിന് തുല്യമായ ഒരു മനസ്സി അവസ്ഥയിലാണോ? உன்னுடைய கண்கள் வெடித்து கண்ணீர் கொட்டி கொண்டிருக்கிறதோ? നിന്റെ കണ്ണുകൾ പിളർന്ന് കണ്ണീർ വഴിയുന്നുണ്ടോ? ദുഃഖത്തിലും വേദനയിലും இருக்கிறாயோ? നീ ദുഃഖത്തിലും വേദനയിലുമാണോ? மறைவிடத்தில் இருக்கிற என் புறாவே, പിളർപ്പിലിരിക്കുന്ന എന്റെ പ്രാവേ, മുഖരൂപത്തെ എനിക്ക് കാട്ട്, നിന്റെ മുഖം എനിക്കൊന്ന് കാട്ടുക. ഇതൊരു അഴുകയിൻ മുഖமாக இருக்கலாம், ഇതൊരു കണ്ണീരിന്റെ വേദനയിൻ മുഖமாக இருக்கலாம், വേദനയുടെ മുഖമായിരിക്കാം, ഇതൊരു ജപത്തിൻ മുഖமாக இருக்கலாம், ഒരു പ്രാർത്ഥനയുടെ മുഖമായിരിക്കാം, വേദപുസ്തകത്തെ വാസിക്കുന്ന മുഖமாக இருக்கலாம், തിരുവചനം വായിക്കുന്ന മുഖമായിരിക്കാം, ആരാധനയിൽ பாடல்களை பாடுகிற ஒரு முகமாக இருக்கலாம், ஆராதிச்சு பாடுന്ന ഒരു വ്യക്തിയായിരിക്കാം. ദുഃഖം നിറഞ്ഞിരിക്കുന്നത്, ദുഃഖം നിറഞ്ഞിരിക്കുന്നു, உலக பிரகாரமான சந்தோஷம் இல்லை, ലോകത്തിന്റേതായ ഒരു സന്തോഷവുമില്ല. அந்த முகத்தை நீர் எனக்கு காட்டு, ആ മുഖം എനിക്ക് കാട്ടണം. உன்னுடைய முகம் எனக்கு அழகாக இருக்கிறது, നിന്റെ മുഖം ഞാൻ കാണുമ്പോൾ അത് സൗന്ദര്യമുള്ളതാണ്. നാം ദുഃഖത്തിലായിരിക്കുന്നു, വേദനയിലാണ്, കണ്ണീരോട് இருக்கிறோம், കണ്ണീരോടെയാണ്. ஆனால் அவர் சொல்லுகிறார் உன்னுடைய முகம் எனக்கு அழகாக இருக்கிறது. പക്ഷേ കർത്താവ് പറയുന്നത് നിന്റെ മുഖം സൗന്ദര്യമുള്ളതാണ്. നമ്മുടെ അഴുകയിൻ സത്തം அவர் எனக்கு இன்பமாக இருக்கிறது என்று அவர் சொல்லுகிறார். നിന്റെ കരച്ചിൽ എനിക്ക് ഇൻപമുള്ളതാണ്. அவர் நம்மை விட்டு விலகவும் இல்லை, അവൻ നമ്മെ വിട്ട് വിലകുകയില്ല, அவர் நம்மை கைவிட மாட்டார், അവൻ നമ്മെ കൈവിടുകയില്ല, அவர் நம்மை மறக்கவும் மாட்டார், അവൻ നമ്മെ മറന്നു കളയുകയില്ല. அவர் சொல்கிறார், நான் இறங்கி வந்து உன்னிடத்தில் பேச விரும்புகிறேன், ഞാൻ ഇറങ്ങി വന്ന് നിന്നോട് സംസാരിപ്പാൻ താല്പര്യപ്പെടുന്നു, പ്രശ്നങ്ങളെ ഞാൻ തീർപ്പേൻ, നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം, ഭാരങ്ങളെ ഞാൻ തീർപ്പേൻ, നിന്റെ ഭാരങ്ങൾ ഞാൻ അകറ്റാം. ഭാരങ്ങളെ മനുഷ്യர்கள் மீது சுமத்த வேண்டாம், നമ്മുടെ ഭാരം മനുഷ്യരുടെ മേൽ വെക്കരുത്. ஒருவர் பாரத்தை ஒருவர் சுமந்து என்ற வார்த்தையின்படி, ഒരുവന്റെ ഭാരം ഒരുവൻ ചുമന്നെന്ന വാക്കുപോലെ யாராவது சுமப்பார்களா என்று நாம் நினைக்க வேண்டாம். നിന്റെ ഭാരം ആരെങ്കിലും ചുമക്കുമെന്ന് കരുതരുത്. இந்த பூமி உருண்டையை தான் சுமப்பதாக எர்க்குலஸ் நினைத்தான், ഈ ഭൂമിയെ താൻ ചുമക്കുന്നതായ അറ്റ്ലസ് കരുതി. அவன் அட்லஸுடைய கழுத்தில் வைத்து விட்டு அவன் போய் விட்டான். അറ്റ്ലസിന്റെ കഴുത്തിൽ വെച്ച് വിട്ട് താൻ പോയി. அட்லஸ் யாராவது வருவார்கள், அவர்களுடைய கழுத்தில் இந்த பூமி சுமையை வைத்து விடலாம் என்று நினைப்பது போல, അടുത്ത അറ്റ്ലസ് ആരെങ്കിലും വരുമോ ഈ ഭൂമിയുടെ ഭാരം അവന്റെ മേൽ വെക്കാൻ? விதமாக தான் என்னுடைய பாரத்தை சுமக்கிறவர்கள் இந்த உலகத்தில் யாராவது இருக்கிறார்களா என்று நினைக்கிறார்கள். അതുപോലെയാണ് എന്റെ ഭാരം ചുമപ്പാൻ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് കരുതുന്നു. നമ്മുടെ ഭാരങ്ങളെ சுமக்கிறவர் நம்முடைய ஆண்டவராகிய இயேசு நமக்கு இருக்கிறார். എന്നാൽ നമ്മുടെ ഭാരം ചുമക്കുന്ന ഒരു യേശു നമുക്കുണ്ട്. അവൻ ഭാരത്തിൽ നമ്മെ വിടുതലയാക്കുകവർ, അവൻ നമ്മുടെ ഭാരങ്ങളെ അകറ്റുന്നവൻ. ஆனால் அந்த ഭാരങ്ങൾ இருக்கும் பொழுதுதான், ആ ഭാരങ്ങൾ ഉള്ളപ്പോൾ തന്നെ, அந்த കഷ്ടങ്ങൾ இருக்கும் பொழுதுதான், ആ കഷ്ടങ്ങൾ ഉള്ളപ്പോൾ அந்த തന്നെ, വേദനകൾ ദുഃഖങ്ങൾ இருக்கும் பொழுதுதான், ആ വേദനകളും ദുഃഖങ്ങളും ഉള്ളപ്പോൾ തന്നെ ഇன்ப நேசருடைய சத்தம் நமக்கு கேட்கும், നമ്മുടെ പ്രിയന്റെ സ്വരം നാം കേൾക്കും. அவர் உன்னிடத்தில் வருகிறேன் என்று அவர் சொல்கிறார், അവൻ നിന്റെ അടുക്കൽ വരുമെന്ന് പറയും. மீண்டும் வருகிறதான இயேசு கிறிஸ்துவை குறித்து நாம் வரவேற்க காத்திருக்கிறோம். വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിനെ വരവേൽക്കുവാൻ കാത്തിരിക്കുന്നു. அவர் இறங்கி வந்து நம்மிடத்தில் பேசும்படியாக விரும்புகிறாரே, എന്നാൽ നമ്മുടെ അടുക്കൽ ഇറങ്ങി വന്ന് നമ്മോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. தான் அவருடைய ஸ்பீச் நாம் கேட்க முடியும். ഈ ഭൂമിയിൽ ഉള്ളപ്പോഴാണ് തന്റെ ശബ്ദം നമുക്ക് കേൾക്കുവാൻ കഴിയുക. நாம் உறவாட முடியும், അവനോടുകൂടെ നമുക്ക് ആയിരിക്കാൻ കഴിയും. சந்தோஷம் நமக்கு இருக்கிறது, അങ്ങനെ ഒരു സന്തോഷം നമുക്കുണ്ട്. பாஸ்டர் டி തോമസ് அவர்கள் கேட்டார், പാസ്റ്റർ ടി തോമസ് ഇങ്ങനെ പറഞ്ഞു, പരലോകത്തിൽ ഇല്ലാത്ത ഒരു സന്തോഷം இந்த பூமியில ഉണ്ട്, സ്വർഗ്ഗത്തിലില്ലാത്തൊരു സന്തോഷം ഈ ഭൂമിയിൽ ഉണ്ട്. സന്തോഷം പരലോകത്തിൽ யாருக்குமே கிடைக்காது. ഈ ഒരു സന്തോഷം സ്വർഗ്ഗത്തിൽ ആർക്കും ലഭിക്കില്ല. പല വിധങ്ങളിൽ സന്തോഷം പെരുകുടിതാണ് இந்த പരലോകത്തിൽ, இந்த സന്തോഷം கிடையவே கிடையாது. പല സന്തോഷങ്ങളുള്ള സ്വർഗ്ഗത്തിൽ ഇങ്ങനെ ഒരു സന്തോഷം ഇല്ല. സഭയാർക്ക് யாருக்காவது அவர் சொன்னது தெரியுமா? ആർക്കെങ്കിലും ഈ പറഞ്ഞ വാക്ക് അറിയാമോ? நீங்க சொல்லக்கூடியது தவறோ சரியோ
தெரிந்தவர்கள் கை உயர்த்துங்க பாப்போம். പറയുന്നത് ശരിയാകിലും തെറ്റാകിലും സാരമില്ല, നിങ്ങൾക്ക് അറിയാവുന്നവർ കൈ ഉയർത്തുക. பூமியிலே ஆண்டவர் நமக்கு வச்சிருக்கிற ஒரு சந்தோஷம் பரலோகத்துல கிடையாது. ഈ ഭൂമിയിൽ കർത്താവ് നമുക്ക് വെച്ചിരിക്കുന്ന ഒരു സന്തോഷം സ്വർഗ്ഗത്തിലില്ല. ചോദിച്ചാലും ലഭിക്കും. என்ன சந்தோஷம்? അതെന്തായിരിക്കും? പാടുകളിൽ സന്തോഷം, പാടുകളുടെ ഒരു സന്തോഷം, ഉപദ്രവങ്ങളിൽ സന്തോഷം, ഉപദ്രവങ്ങളിൽ ഒരു സന്തോഷം. சொல்லுங்க, പരലോകത്തിൽ என்ன கிடையாது? സ്വർഗ്ഗത്തിൽ എന്തില്ല? പാടുകളും ഉപദ്രവങ്ങളും கிடையாது. അവിടെ കഷ്ടങ്ങളും ദുഃഖങ്ങളുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ஆனா இந்த பூமியில் இருக்கும்போதுதான் அந்த பாடுகள், நிந்தைகள், அவமானங்கள், அந்த நெருக்கங்கள், அந்த துன்பங்கள், துயரங்கள், நோய் സന്തോഷപ്പെടുവായാക. ഈ ലോകത്തിലിരിക്കുമ്പോഴാണ് ഈ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഭാരങ്ങളും രോഗങ്ങളും ഒക്കെ ഉള്ളത്. സന്തോഷിച്ചുകൊള്ളുക. என்ன வந்தாலும் ஆண்டவருக்குள்ளாக நாம் மகிழ்ச்சியா இருக்க வேண்டும். എന്തു വന്നാലും കർത്താവിൽ സന്തുഷ്ടനായിരുന്നു. சொல்லுகிறார், அத்திமரம் துளிர் விடாமற் போனாலும், അത്തി തളിർക്കാതിരുന്നാലും, திராட்சை செடி ஒலிவ மரம் பலனற்று போனாலும், മുന്തിരി കായ്ക്കാതെ ഒലിവൃക്ഷം ഫലമില്ലാതിരുന്നാലും, மந்தையிலே ആടുകൾ ഇല്ലാമற் പോனாലും, തൊഴുത്തിൽ ആടുകളില്ലാതെ പോയാലും, ഇടയിലെ മാടുകൾ ഇല്ലാമற் പോனாലും, തൊഴുത്തിൽ കന്നുകാലികളില്ലാതെ ഇതും വിളയാമற் പോனாലും, വയലുകൾ വിളയാതിരുന്നാലും, ഞാൻ കർത്തരുക്കുள் സന്തോഷമായിരിപ്പേൻ. ഞാൻ കർത്താവിൽ സന്തോഷിച്ചു. ഒരുവൻ என்ன சொல்லுகிறார்? ഒരുവൻ എന്ത് പറഞ്ഞു? கர்த்தருக்குள் நான் சந்தோஷமாயிருப்பேன். ഞാൻ കർത്താവിൽ സന്തോഷമുള്ളവനായി. நான் வறண்டு நான் மயங்கி விழுந்தாலும், എന്റെ നാവ് വരണ്ട് ഞാൻ വീണു പോയാലും, ഉടൽ അഴിந்து ഉയിർ പിരിந்து പോനാലും, ഞാൻ വീണ എന്റെ ശരീരത്തിൽ എന്റെ ജീവനറ്റു പോയാലും സന്തോഷമായിരിപ്പേൻ. ഞാൻ അപ്പോഴും സന്തോഷിച്ചുകൊണ്ടിരിക്കും. தேவனுக்குள் நான் களி கூறுவேன். എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും. அருமையான தேவஜனமே, പ്രിയ ദൈവജനം, அவர் ഇറങ്ങി വന്ന് ഉന്നിടത്തിൽ பேச விரும்புகிறார். അവൻ ഇറങ്ങി വന്ന് നമ്മോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. പെരിയതല്ല, നിന്റെ ഭാരം വലുതല്ല, കഷ്ടങ്ങൾ പെരിയതല്ല, നിന്റെ കഷ്ടം അത് വലുതല്ല. ഒരു ജീവനുള്ള ദേവൻ ഇറങ്ങി വന്ന് ഉന്നോട് പേசுவதுதான் பெரிய காரியம். നിനക്ക് വേണ്ടി ജീവനുള്ള ഒരു കർത്താവ് ഇറങ്ങി സംസാരിക്കുന്നത് എത്ര വലുത്. പണം இருக்கிறது என்றால், നിനക്ക് എത്രത്തോളം സമ്പാദ്യം ഉണ്ടായാലും, ഐശ്വര്യமான ലക്സറിയസ് வாழ்க்கை வாழ்கிறார்கள் என்றால், എത്ര ഐശ്വര്യ ജീവിതം നീ നയിച്ചെന്നാൽ, ஐஸ்வர்யவான்கள் அவர்கள் பரலோக ராஜ்யத்தில் பிரவேசிக்க முடியாது. ധനവാൻ ഒരിക്കലും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും. ஆனால் உன்னுடைய கஷ்டத்தில், உன்னுடைய வேதனையில், உன்னுடைய துக்கத்தில், உன்னுடைய அழுகை கண்ணீரில் உன்னுடைய இயேசு உன்னோடு கூட இருக்கிறார். നിന്റെ ദുഃഖത്തിലും നിന്റെ കണ്ണീരിലും നിന്റെ വേദനയിലും ഭാരത്തിലും യേശു നിന്നോട് കൂടെ ഉണ്ട്. അവൻ ഒരുവൻ ഉണവ് അരുந்துகிறான், ஆனால் ഏഴை ലാസറു கொஞ்சம் ആഹാരം കൊടുക്ക മറந்தான். ഒരു ധനവാൻ ഭക്ഷിക്കുന്നുവെങ്കിലും ഒരു എളിയവനായ ലാസറിനൊന്നും കൊടുക്കാതെ. അനേകരുടെ வாழ்க்கை, ഇന്ന് അനേകരുടെ ജീവിതം അങ്ങനെയാണ്. ഭൂമിയിലെ നன்றாக ഉണ്ടവൻ வாழ்ந்தവൻ ഈ ഭൂമിയിൽ എത്ര ഭക്ഷിച്ചു ജീവിച്ചാലും വേദനകളെ അനുഭവിക്കാൻ, ആ യാതനാ സ്ഥലത്ത് വേദനകൾ സഹിക്കുന്നു. തുன்பത്തെ അനുഭവിച്ചവൻ ഈ ഭൂമിയിൽ തുன்பം സഹിച്ചുകൊണ്ടിരുന്ന മടിയിലെ അവൻ തീർച്ചപ്പെടുகிறான். സ്വർഗ്ഗത്തിൽ അബ്രഹാമിന്റെ മടിയിലായിരിക്കും. ഭൂമിയിൽ എவ்வளவு കഷ്ടങ്ങൾ இருந்தாலும், ഈ ഭൂമിയിൽ എത്ര കഷ്ടങ്ങളുണ്ടെങ്കിലും എന്നോട് യേശു എന്നോട് இருக்கிறார். പറഞ്ഞുകൊള്ളുക, എന്റെ യേശു എന്നോട് കൂടെയുണ്ട്. യേശു എന്നോട് കൂടെ இருக்கிறார். കർത്താവായ യേശു എന്നോട് കൂടെയുണ്ട്. പോരാട്ടത്തിൽ യേശു എന്നോട് കൂടെ இருக்கிறார். പോരാട്ടത്തിൽ എന്റെ യേശു എന്നോടൊപ്പം ഉണ്ട്. യേശു എന്നോട് കൂടെ இருக்கிறார். കണ്ണീരിൽ എന്റെ യേശു എന്നോടൊപ്പം ഉണ്ട്. ഇറങ്ങി വന്ന്, അവൻ പറയുന്നു, ഞാൻ ഇറങ്ങി വന്ന ആ വലിയ ദൈവം, ഉന്നതങ്ങളിൽ ഉയർന്ന ഇടങ്ങളിൽ വാസം ചെയ്യുന്നവർ, ഏറ്റവും ഉന്നത സ്ഥലത്ത് വസിക്കുന്നവർ, நான் ഇറങ്ങി വന്ന് ഉന്നോട് പേசி, ഞാൻ ഇറങ്ങി വന്ന് നിന്നോട് അരുളി ചെയ്യും. அந்த வந்து என்கிற வார்த்தையை நாம் கவனிக்கும் பொழுது, വന്നു എന്ന വാക്ക് നാം ശ്രദ്ധിക്കുമ്പോൾ, வருவேன் என்று சொன்னார், ഞാൻ വരുമെന്ന് അവൻ പറഞ്ഞു. இடத்தில் சேர்ப்பேன் என்று சொன்னார், ഞാൻ നിന്നെ എന്റെ അടുക്കൽ ചേർക്കുമെന്ന് പറഞ്ഞു. മാത്രം നിങ്ങൾ കാത്തിരിക്ക വേണ്ട. ആ ഒരു വരവിന് വേണ്ടി മാത്രമല്ല നിങ്ങൾ കാത്തിരിക്കേണ്ടത്. അവർ നമ്മുടെ ഇടത്തിൽ വരട്ടെ. നമ്മുടെ കഷ്ടതയിലും നമ്മുടെ പ്രയാസങ്ങളും അവൻ നമ്മുടെ അടുക്കൽ വരട്ടെ. അവൻ നമ്മോട് സംസാരിക്കട്ടെ. നമുക്ക് വേണ്ടിയതാണ് വാർത്തകൾ അവൻ നമുക്ക് തരട്ടെ. നമുക്ക് വേണ്ടുന്ന വാക്കുകൾ അവൻ നമുക്ക് നൽകി തരട്ടെ. ആണ്ടവർക്ക് മഹിമ ഉണ്ടാവதாக. ദൈവത്തിന് മഹത്വം. മേലും അവർ വന്നു എன்கிற அந்த വാർത്തകളെ ഗവനിക്കും பொழுது, ഇനിയും ഞാൻ വന്നു എന്ന വാക്ക് ശ്രദ്ധിക്കുമ്പോൾ, മത്തായി 8-ാം അധികാരം 7-ാം വചനത്തിൽ, മത്തായി 8-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം, അവൻ അവനോട് ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കും എന്ന് പറഞ്ഞു. அதற்கு இயேசு, நான் வந்து அவனை சொஸ்தமாக்குவேன் என்றார். நான் வந்து அவனை குணமாக்குவேன் என்று அவர் சொல்லுகிறார். ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കും. பாருங்கள், நமக்கு ஒரு வியாதி என்றால் மருத்துவமனைகளில் போய் நாம் காத்திருக்க வேண்டியதாக இருக்கிறது. ഇന്ന് ഒരു രോഗം വന്നാൽ ആശുപത്രികളിൽ ചെന്ന് കാത്തിരിക്കണം. அவர்கள் உடனே 2 நாள் 3 நாள் கழித்து தான் நமக்கு വരുമ്പടിயாக ഒരു ടൈം சொல்வார்கள். നമ്മൾ അവിടെ ചെന്നാൽ 2-3 ദിവസം കഴിഞ്ഞിട്ടേ നമ്മളെ മടക്കി അയക്കുവാൻ ഒരു സമയം പറയുകയുള്ളൂ. അനേക സന്ദർഭങ്ങളിൽ அப்படிப்பட்டதான மருத்துவமனை விடக்கூடாது. 2 நாள் 3 நாள் கழித்து നമുക്ക് അവர்கள் കൊടുത്ത നേരത്തെ നാം കുറിத்து കൊണ്ട് ചെല്ലുகிறோம். നമ്മോട് പറയുന്നത് പോലെ പല ആശുപത്രികളിലും നാമം ഇതുപോലെയൊക്കെ പോകുന്നവരാണ്. 2-3 ദിവസം நம்மிடத்தில் அவர்கள் பிடுங்குகிறார்கள். എത്രയോ ലക്ഷം നമ്മുടെ കയ്യിൽ നിന്ന് അവർ വാങ്ങുന്നു. ஆனால் அந்த முன் வாசல் வழியாய் செல்லக்கூடியதான எத்தனையோ பேர் பின் வாசல் வழியாக
அவர்களை சுமந்து செல்லுகிறார்கள். മുൻവാതിലിൽ കൂടെ കടന്നു പോകുന്നവർ പലപ്പോഴും പിൻവാതിലിൽ കൂടെ ചുമന്നുകൊണ്ടു പോകുന്ന ഒരു അവസ്ഥയിലാകുന്നു. மகிமை உண்டாவதாக. ദൈവനാമം മഹത്വപ്പെടട്ടെ. இன்றைக்கு இருக்கக்கூடியதான மருத்துவமனைகள் அநேகம் அவ்விதமாக தான். ഇന്നുള്ള ആശുപത്രികൾ പലതും അങ്ങനെയുള്ള. ஆனால் இங்கே ஒரு நோயாளியை குறித்து இயேசு என்ன சொல்கிறார்? ഇവിടെ ഒരു രോഗിയെ കുറിച്ച് യേശു എന്ത് പറയുന്നു? ഞാൻ വന്ന് நீ வியாதியாக இருக்கிறாயா? നീ രോഗിയാണോ? உங்களுடைய வீட்டில் நீங்கள் வியாதியாக இருந்தாலும், നിന്റെ ഭവനത്തിൽ നീ രോഗിയായിരുന്നാലും, நீங்கள் வியாதியோடு வந்திருந்தாலும், യോഗത്തിൽ നീ രോഗമായി വന്നാലും கர்த்தருடைய சத்தம் உங்களுடைய காதுகளில் கேட்கட்டும். ഇപ്പോൾ നിന്റെ യഹോവയുടെ ശബ്ദം നിന്റെ ചെവികളിൽ കേൾക്കട്ടെ. நான் வந்து சுகமாக்குவேன். ഞാൻ വന്ന് നിന്നെ സൗഖ്യമാക്കും. எத்தனை பேர் விசுவாசிக்கிறீங்க? നിങ്ങൾ എത്ര പേർ വിശ്വസിക്കുന്നു? உங்களுக்கு ஏதോ ஒரு வியாதி தான். നിങ്ങൾക്ക് ഏത് രോഗമായിരുന്നു? எல்லாருக்கும் ஏதோ ஒரு வியாதி. ഏതെല്ലാം രോഗം പലരിലും കാണും. சுகரா இருக்கலாம், ഷുഗർ ആയിരിക്കാം, கேன்சரா இருக்கலாம், ക്യാൻസർ ഉണ്ടായിരിക്കാം, അൾസർ ആയിരിക്കാം, டிபியா இருக்கலாம், ക്ഷയരോഗമായിരിക്കാം, ஏதோ ஒரு வியாதி. എന്ത് തന്നെ ആയിരുന്നാൽ, கைவலி, கால்வலி, தலைவலி, பல்லு வலி, அப்படியே வயிற்று வலி, കൈവേദന, കാൽവേദന, തലവേദന, പല്ലുവേദന, വയറുവേദനകൾ, ഇങ്ങനെ എന്തായിരുന്നാലും, ஆபரேஷன் பண்ண வேண்டியதான சூழ்நிலை, ഓപ്പറേഷന്റെ കാരണങ്ങൾ ഉണ്ടായിരുന്നാലും நிறைய வேதனைகள்ல நிறைய பேர் கஷ்டங்களை அனுபவிச்சுட்டு இருக்காங்க. ഇങ്ങനെ പല വിധത്തിലുള്ള വേദനകൾ പലരും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. என்கிற பெயரில் எத்தனை பேர் மருத்துவமனைகளில் படுத்து கிடக்கிறார்கள் என்று தெரியவில்லை. വിശ്വാസികളായവർ തന്നെ എത്രയോ പേർ ആശുപത്രികളിൽ ശരണം പ്രാപിച്ചിരിക്കുന്നു. എന്നാൽ കർത്താവ് സൗഖ്യമാക്കുന്നവനാണ്. നിങ്ങൾ അറിந்து കൊള്ളുங்கள். ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കുക. நான் உங்கள் பரிகாரியாகிய கர்த்தர், ഞാൻ നിങ്ങളെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. நாம் எப்படிப்பட்ட வியாதியாக இருந்தாலும், ഏത് രോഗമായിരുന്നാലും, எந்த வலி இருந்தாலும், ഏത് വേദനകളായിരുന്നാലും, விடுவிக்கிற தேவனாக അവൻ இருக்கிறார். നമ്മെ വിടുവിക്കുന്നവനത്രേ. சிறிய நோய் பெரிய நோய் என்றல்ல அவருக்கு. അവന്റെ മുൻപിൽ ചെറുതെന്നും വലുതെന്നും ഒരു രോഗമില്ല. ஆபரேஷன் வேண்டும் என்றாலும் ரண வைத்தியராக அவர் சுகமாக்குகிறார். ഒരു ഓപ്പറേഷനുള്ള രോഗമാണെങ്കിൽ തന്നെയും അവൻ പൂർണ്ണമായി സുഖമാക്കും. கட்டிகள் காணாமற் போகிறது. വയറ്റിലുള്ള മുഴകളൊക്കെയും കാണാതെ പോകും. கேன்சர் கட்டிகளை ஆண்டவர் குணமாக்குகிறார். ക്യാൻസറിന്റെ മുഴകളൊക്കെ അവൻ മാറ്റിക്കളയും. அநேக சகோதரிமார்களுக்கு ஆண்டவர் கேன்சர் கட்டில் விடுதலை தருகிறார். എത്രയോ സഹോദരിമാർക്ക് ഇങ്ങനെയുള്ള ക്യാൻസർ രോഗത്തിൽ നിന്ന് വിടുതൽ നൽകുന്നു. அவர் வல்லவராக இருக்கிறார். നിങ്ങളെയും വിടുവിപ്പാൻ അവൻ ശക്തൻ തന്നെയാണ്. பாருங்கள், ஒரு தகப்பனாரை குறித்து ஒரு மகன் வந்து சொல்லுகிறார். ഒരു പിതാവിനെ കുറിച്ച് ഒരു പുത്രൻ ഇപ്രകാരം പറഞ്ഞു, எங்க அப்பா ரொம்ப கஷ்டப்பட்டு இருக்காரு. എന്റെ അപ്പൻ വളരെ കഷ്ടത്തിലാണ്. மதுரை மீனாட்சி மிஷன் ஹாஸ்பிடல் அட்மிட் பண்ணிருக்கு. മധുര മീനാക്ഷി എന്നുള്ള ഒരു മിഷൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. குடல் அழுகி இருக்கு. എന്റെ ആ പിതാവിന്റെ കുടൽ അഴുകുന്ന അവസ്ഥയിലാണ്. ஏணியில ஏறினாரு. ഒരു ഏണിയിൽ കയറിയതാണ്. சுண்ணாம்பு அடிச்சிட்டு இருந்தாரு. പെയിന്റ് അടിക്കുകയായിരുന്നു. அந்த ஏணி முறிஞ்சு விழுந்தது. ആ ഏണി വഴുതി വീണതാണ്. கீழ அங்க ஒரு ஜெனரேட்டர் இருந்தது. പഴയ ഒരു ജനറേറ്റർ താഴെ ഉണ്ടായിരുന്നു. அதுல போய் அவர் விழுந்து അതിലാണ് ചെന്ന് വീണത്. റിബ്സ് ഉടഞ്ഞത്. ഉള്ളിൽ കുടൽ പൊട്ടി. കുടൽ കിழிஞ்சது, കുത്തിയിടുது. കുടൽ മുറിഞ്ഞു കീറി. சாப்பிடுறது இதெல்லாமே வெளியே வந்து அந்த பகுதி எல்லாம் அப்படியே நாசமாயிட்டே இருக்கு. കഴിക്കുന്ന ആഹാരങ്ങളൊക്കെ പുറത്തു വരത്തക്കവണ്ണം വലിയ വിഷമാവസ്ഥയിലായി. திருநெல்வேலி அந்த தர்மாஸ்பத்திரியில் சேர்த்தார்கள். திருநெல்வேலியில் ஒரு ஆஸ்பத்திரியில் അവിടെ ചേർത്തു. அங்கிருந்து ஒரு முக்கியமான ஹாஸ்பிடலுக்கு கொண்டு போனார்கள். അവിടുന്ന് ഒരു പ്രധാന ആശുപത്രിയിലേക്ക് கொண்டு போய் விடுங்கள், ஆள் இறந்து விடும் என்று சொன்னார்கள். നിങ്ങൾ കൊണ്ടുപോകുക, മരിച്ചു പോകുക. நாகர்கோவில் கொண்டு போனாங்க. നാഗർകോവിലിൽ കൊണ്ടുപോയി. அங்கேயும் கொண்டு போயிடுங்க. അവിടും അവർ പറഞ്ഞു കൊണ്ടുപോയി. ஆள் பிழைக்காது அப்படின்னு சொல்லிட்டு ജീവിക്കാൻ സാധ്യതയില്ലെന്ന് പറഞ്ഞു. அவங்க மதுரை கொண்டு போயிட்டாங்க. മധുരയിലേക്ക് അവർ കൊണ്ടുപോയി. ஆனா அந்த மதுரையில கொண்டு போன பிறகு அவங்க ஆபரேஷன் பண்றேன்னு சொல்லிட்டாங்க. മധുരയിൽ കൊണ്ടുപോയപ്പോൾ ഓപ്പറേഷൻ ചെയ്യാമെന്ന് അവർ പറഞ്ഞു. கையெழுத்து வாங்கியாச்சு. അങ്ങനെ മകനോട് കൈയെഴുത്ത് മേടിച്ചു. ஆண்டவருக்கு மகிமை உண்டாகட்டும். ദൈവത്തിന് സ്തോത്രം. ஆனா அந்த ஒரு பையன் வந்து சொல்றான், ദൈവം ഒരു മകൻ വന്ന് പറഞ്ഞു, எங்க கிட்ட எல்லாம் கையெழுத்து வாங்கியாச்சு, நாங்க கையெழுத்து போட்டுட்டோம். ഞങ്ങളോടെല്ലാം കയ്യൊപ്പ് ചോദിച്ച് ഞങ്ങൾ ഇട്ട് കൊടുക്കുകയും ചെയ്തു. அவர் பிழைக்க முடியாதுன்னு சொல்லிட்டாங்க. ഇനി ജീവിക്കയില്ല എന്ന് തീർത്തു പറഞ്ഞു. இருந்தாலும் 11 മണിക്ക് ஆபரேஷன் சொல்லியிருக்காங்க. ഒരു 11 മണിയോടുകൂടി ഓപ്പറേഷൻ പറഞ്ഞിരിക്കുകയാണ്. நான் சொல்லியாச்சு. അപ്പോൾ അങ്ങനെ പറഞ്ഞു, அவங்க അപ്പാவுக்கு ஆபரேஷன் கிடையாது. എന്റെ അപ്പന് ഓപ്പറേഷൻ ഇല്ല. ஆண்டவர் அவருக்கு சுகம் கொடுத்துட்டாரு. ദൈവം അവന് സുഖം കൊടുത്തു. நீ போய் அவரை டிஸ்சார்ஜ் பண்ணி வீட்டுக்கு கூட்டிட்டு போ. നീ ചെന്ന് അവിടുന്ന് சிரிக்கிறான். അവൻ മനസ്സിൽ അവൻ ചിന്തിച്ചു, அப்பாவுடைய நிலவரத்தை இவர் பார்க்காமலே ഇവർ சொல்லிடுறாரு. അപ്പന്റെ അവസ്ഥ അറിയാതെയാണല്ലോ ഈ അപ്പൻ நல்லா இருக்காரு. ഞാൻ പറഞ്ഞു, നന്നായിട്ടുണ്ട്. நீ போகும்போதே உனக்கு போன் கால் வரும். നീ പോകുമ്പോൾ തന്നെ നിനക്ക് മറുപടി. அவன் போறான். அதாவது திருநெல்வேலியிலிருந்து மதுரைக்கு மிஷன் ஹாஸ்பிடல் பஸ்ல போயிட்டு இருக்கும் பொழுது திருநெல்வேலியில் നിന്നും മധുരയ്ക്ക് ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഫോൺ പண்றாரு. അവർ അപ്പൻ വിളിച്ചു, இப்ப வந்து என்ன கூட்டிட்டு போப்பா. മോനെ വന്ന് എന്നെ കൊണ്ടുപോ. நல்லா இருக்கேன். ഞാനിപ്പോൾ സുഖമായി. അഴുകിന കുടൽ എല്ലാം ശരിയായിട്ടുണ്ട്. അഴുകിയ കുടലൊക്കെയും ഇപ്പോൾ സുഖമായി. തോലിലെ പുണ്ണെല്ലാം മാറിയിട്ടുണ്ട്. എന്റെ തോലിലുണ്ടായിരുന്ന മുറിവുകൾ പഴയപടി ഞാൻ തട്ടി പാക്കറേൻ. എനിക്ക് ഒരു വലിയേ ഇല്ല. പഴയതുപോലെ ഞാൻ തട്ടി നോക്കിയിട്ട് ഇപ്പോൾ എനിക്ക് വേദനയില്ല. എല്ലാ ഡോക്ടേഴ്സ് വന്ന് നിൽക്കുறாங்க. ഇപ്പോൾ ഇവിടെ എല്ലാ ഡോക്ടർമാരും വന്ന് നിൽപ്പുണ്ട്. മധുரை മിഷൻ ഹോസ്പിറ്റൽ, ഹിന്ദു മിഷൻ ഹോസ്പിറ്റലുடைய ஓனர் ஃபேமிலியே வந்து நிக்குது.
ഇവിടെ ഈ മിഷൻ ഹോസ്പിറ്റലിലെ മധുര മീനാക്ഷി மிரண்டு போய் நிக்கிறாங்க. എല്ലാവരും ഭയന്നാണ് ഈ ഡോക്ടർമാരെല്ലാം നിൽക്കുന്നത്. அப்படின்னா എന്നെ വിളിച്ചോണ്ട് പോകാൻ പറഞ്ഞു. அவருக்கு தாங்க முடியல. ആ മകന് போய் பார்க்கறாரு. தகப்பனார் நல்ல விடுதலையோடு பூர்ண சுகத்தோடு இருக்கிறார். മകൻ ചെന്ന് പിതാവിനെ കണ്ടപ്പോൾ പൂർണ്ണ സൗഖ്യവാനായി. ഹല്ലേലൂയ. ഹല്ലേലൂയ. அந்த அற்புதங்களை இயேசு செய்திருக்கிறார். അത്ഭുതം ചെയ്തത് യേശുവാണ്. அற்புதமான சுகத்தை கொடுத்திருக்கிறார். അത്ഭുതമായ ഒരു സൗഖ്യം കൊടുത്തു. மதுரை இந்து மிஷன் ஹாஸ்பிடலை அப்படியே ഓണറെ பார்க்கிறார். ഈ ഹിന്ദുക്കളുടെ ഒരു മിഷൻ ഹോസ്പിറ്റൽ ഓണർ എല്ലാവരും കേൾக்கிறார்கள். എങ്ങനെയാണെന്ന് അവരെല്ലാം നോക്കി. ஆண்டவராகிய இயேசு கிறிஸ்து செய்தது. ഇത് യേശു ചെയ്തതെന്ന് പറഞ്ഞു. குலவணிக்கர் அந்த நம்முடைய சென்ற சபை பாளையங்கோட்டையில் அவர் எல்லா காரியத்தையும் முழுமையாக சாட்சியாக கொடுத்தார். നമ്മുടെ പാളയംകോട്ട സെന്റർ ഫെയ്ത്ത് ഹോമിൽ അദ്ദേഹം വന്ന് പൂർണ്ണമായിട്ടും இப்போ கூட உங்களுக்கு வியாதி இருக்குது நீங்க நினைக்கிற வரைக்கும் அது இருக்கும். നിങ്ങൾ രോഗമുണ്ട് എന്ന് ചിന്തിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് രോഗമുണ്ടാകും. ஆனா வியாதி ஏசப்பா எடுத்துக்கொண்டாருன்னு சொல்லி பாருங்களேன். എന്നാൽ എന്റെ രോഗം യേശു എടുത്തു കളഞ്ഞെന്ന് പറഞ്ഞു നോക്കി. நான் வந்து சுகமாக்குவேன்னு அவர் சொன்னாரு. ഞാൻ വന്ന് സൗഖ്യമാക്കുമെന്ന് പറഞ്ഞു. இந்த கூட்டத்திற்கு அவர் வந்தாரு. ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട്. இங்க இருக்கிற எல்லாரோடும் இயேசு இருக்கிறாரு. ഇന്ന് ഇവിടെ ഉള്ള എല്ലാവരോടും ഒപ്പം യേശു ഉണ്ട്. இருக்கக்கூடிய என்னென்ன வியாதிகள் இருக்கு எல்லாம் அவருக்கு தெரியும். നിങ്ങൾക്ക് എന്തെല്ലാം രോഗങ്ങളുണ്ടോ അതെല്ലാം അവൻ അറിയാം. அது ஹாஸ்பிடல்ல போயிட்டு ஆபரேஷன் பண்ணக்கூடியதான ஒரு கொடிய நோயாக இருக்கலாம். അത് ഓപ്പറേഷൻ ഹോസ്പിറ്റലിൽ ചെന്ന് ഓപ്പറേഷൻ ചെയ്യുന്ന ഒരു മാരക രോഗമാണ്. ஆனால் வினாடியில் விடுதலை தருகிறவர் தான் என் ஆண்டவராகிய இயேசு கிறிஸ்து. സമയം കൊണ്ട് വിടുവിക്കുന്നവനാണ് എന്റെ യേശു ക്രിസ്തു. உன் பலவீனத்தில் என் பலன் பூர்ணமாய் விளங்கும் என்று சொன்னார். നിന്റെ ബലഹീനതയിൽ എന്റെ ബലം തികഞ്ഞു വരുമെന്ന് അവൻ പറഞ്ഞു. பாடின தமிழ் பாட்டில் நாம் பாடும் பொழுது പാടിയ തമിഴ് പാട്ടിൽ ഇപ്രകാരം പാടിയല്ലോ. என் பலவீனத்தில் நவபலனளித்தே என்னையும் குணமாக்கினீ. எல்லாம் கை தட்டி பாருங்க. என்னையும் குணமாக்கினீர். എന്നെ സൗഖ്യമാക്കി ധൈര്യമായി പറഞ്ഞു പാടിയാട്ടോ. என் பலவீனத்தில் என்னையும் குணமாக்கினீர். என் பலவீனத்தில் நல்ல கை தட்டி பாடுங்க. கையடிச்சு பாடியா. என்னையும் குணமாக்கினீர். என் பலவீனத்தில் நவபலனளித்தே என்னையும் குணமாக்கினீர். ஓ இப்பொழுது யாருக்கெல்லாம் சுகம் இல்லையோ நீங்க தயவு செய்து எந்திரிச்சு நில்லுங்க. നിങ്ങളിൽ ആർക്കെല്ലാം രോഗാവസ്ഥയിൽ സുഖമില്ലാതിരിക്കുന്നു നിങ്ങളൊന്ന് ദയവായിട്ടൊന്ന് എഴുന്നേറ്റ് നിന്നാട്ടോ. யாருக்கெல்லாம் சுகம் இல்லை, பலவீனம், வியாதி, கட்டி, கேன்சரு, அல்சரு, பிரஷரு, பல்லுவலி, தலைவலி, എതിരിച്ച് നില്ലുങ്ങ. നിങ്ങളിൽ ഏതെല്ലാം രോഗങ്ങൾ, ശരീരത്തിൽ തലവേദന, പല്ലുവേദന, വയറുവേദന, ക്യാൻസർ, എന്ത് രോഗങ്ങളായിരുന്നാലും നിങ്ങൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. വിശ്വാസത്തോടെ എഴുന്നേറ്റ് നിൽക്കുക. വ്യാധി ഉള്ളവர்கள் மட்டும், രോഗമുള്ളവർ മാത്രം മതി. பிரச்சனை உள்ளவர்கள் அல்ல, പ്രശ്നമുള്ളവരല്ല, രോഗികളായുള്ളവർ, രോഗമായുള്ളവർ. இந்த வியாதி எனக்கு இருக்கிறது என்று நீங்க நினைச்சு பாருங்க. ഈ രോഗം എനിക്കുണ്ട് എന്നുള്ളത് നിങ്ങൾ നോക്കിയാൽ, இந்த வியாதி எனக்கு இருக்கு, ഈ രോഗം എനിക്കുണ്ട്, இந்த കഷ്ടം எனக்கு இருக்கு, ഈ കഷ്ടം എനിക്കുണ്ട്, இந்த இடத்துல எனக்கு வலி இருக்கு, ഈ ഒരു സ്ഥാനത്ത് എനിക്ക് വേദനയുണ്ട്, இந்த பிரச்சனை என்னோட உடம்புல இருக்கு, ഈ വക പ്രശ്നങ്ങൾ എന്റെ ശരീരത്തിൽ, இந்த வியாதினால நான் கஷ்டப்படுறேன். പലപ്പോഴും ഈ രോഗത്താൽ ഞാൻ കഷ്ടപ്പെടുന്നു. ஒரு ஆளுக்கு കണ്ണില കേട്ടറാക്ക് அப்படியே ഒരു കണ്ണി മൂടി, ഒരു വ്യക്തിക്ക് കണ്ണിൽ തിമിരം, തന്റെ കണ്ണ് മൂടിപ്പോയ ഒരു അവസ്ഥ. ഇപ്പൊ അവർക്ക് കണ്ണ് നല്ല தெரியுது. ഇപ്പോൾ തന്റെ കണ്ണിന് നല്ല കാഴ്ചയാണ്. தெரியாம இருந்தது, அந்த சைடுல யார் போனாலும் ஒண்ணும் தெரியாது. തനിക്ക് ആ ഒരു വശത്തൂടെ ആർ ചെന്നാലും കാണുവാൻ കഴിയത്തില്ലാത്ത കാഴ്ച. ഒരു മാസத்துக்கு മുன்னாடிதான், ഒരു മാസത്തിന് മുൻപ് அந்த கேட்டറാക്കെ ആണ്ടവർ മാറ്റിட்டார். തന്റെ കണ്ണിനുണ്ടായിരുന്ന തിമിരം ദൈവം മാറ്റി. ഓപ്പറേഷൻ பண்ணல, ഓപ്പറേഷൻ ഒന്നും ചെയ്യില്ല. ആൾ ഇരുന്ന കൈ ഉയർത്തുங்க പാപ്പം. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ കൈ ഉയർത്തിയാട്ടെ. எங்க இல்லையா? அது பாருங்க, பின்னாடி ஒருத்தர் கையை உயர்த்தி இருக்காரு பாருங்க. പുറകിലുണ്ട്, അദ്ദേഹം കൈ ഉയർത്തി നിൽക്കുന്നത് കാണുവാൻ കഴിയുന്നു. அவருக்கு தான் கண்ணு, ஒரு கண்ணு தெரியாது. അദ്ദേഹത്തിന് ഒരു കണ്ണിന് കാഴ്ചയില്ലാത്ത വ്യക്തിയാണ്. ഒരു മാസத்துக்கு മുன்னாடி தான் திறந்துட்டார். എന്നാൽ ഒരു മാസത്തിന് മുൻപ് തന്റെ കണ്ണിന് ദൈവം കാഴ്ച കൊടുത്തു. അത് ദൈവം ചെയ്ത അത്ഭുതമാണ്. കൂടാതെ കാര്യം ഒന്നുമില്ല. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. നിങ്ങളുടെ കണ്ണ് ഓപ്പറേഷൻകാக நீங்க ஆஸ்பத்திரி ஓட வேண்டாம். നിങ്ങളുടെ കണ്ണിന്റെ ഓപ്പറേഷന് വേണ്ടി ഹോസ്പിറ്റലുകളിലേക്കല്ല പോകേണ്ടത്. വേദനകളെ நீங்க மருத்துவர்களை நம்பி போக வேண்டாம். കഷ്ടതയിലും വേദനയിലും ഹോസ്പിറ്റലിൽ പോകരുത്. கூட இருக்கிறது.
ദൈവം വലിയവൻ നിങ്ങളോടുകൂടെ ഉണ്ട്. இப்போ ஆண்டவருடைய உன்னுடைய பலவீனத்தில் நவ பலன் உண்டாகும். നിന്റെ ബലഹീനതയിൽ ഒരു പുതിയ ബലം ഉണ്ടാകും. ഒരു അഭിഷേകത്താൽ ഒരു ബലം ഉണ്ടാകും. உங்களுக்கு ஒரு பலன் உண்டாகும். ആത്മാവിൽ ഒരു ബലം ഉണ്ടാകും. വിശ്വസിக்கிறீங்களா? വിശ്വസിക്കുന്നുവോ? അന്യഭാഷ പേசுங்க. അന്യഭാഷ നിങ്ങൾ സംസാരിക്കുക. ഹല്ലേലൂയ പറഞ്ഞുകൊണ്ടിരിക്കുക. യേശുവേ എന്ന് പറയുക. நீங்க இப்ப சொல்லக்கூடிய வார்த்தை, നിങ്ങൾ ഇപ്പോൾ പറയേണ്ടുന്ന വാക്ക്, குணமாக்கினீர். എന്നെയും ഗുണമാക്കിയല്ലോ. 2000 ആണ്ടുകൾക്ക് മുന്നதாக നമ്മുടെ നോയികളെ സിലുവയിൽ അവർ സുമந்து പരിഹരിച്ചിരിக்கிறார். 2000 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ രോഗം അവൻ ക്രൂശിൽ ചുമന്ന് പരിഹരിച്ചവനാണ്. ഗുണമാക്കി இருக்கிறார். രോഗം അവൻ മാറ്റിയവനാണ്. வாழ்க்கையில் தேவன் அற்புதங்களை செய்ய அவர் வல்லவர். ലോകത്തെ ജീവിതത്തിൽ അവൻ അത്ഭുതം ചെയ്യാൻ വല്ലവനാണ്. திரும்ப திரும்ப பாடணும். നിന്റെ ഈ പാട്ടിന്റെ വരികൾ ആവർത്തിച്ച് പാടിയാലും പാടக்கூடிய എളിയ വാർത്തകൾ தான். ഇത് ആവർത്തിച്ച് പാടാൻ പറ്റിയ വാക്കുകളാണ്. ഗുണമാക്കിനീർ, എന്നെയും ഗുണമാക്കിയല്ലോ. വിശ്വാസ അറിക്കை ഉങ്ക വായിல வரட்டும். ഈ വിശ്വാസത്തിന്റെ ഏറ്റുപറച്ചിൽ നിന്റെ വായിലുണ്ടാകട്ടെ. ഞാൻ വന്നിരിக்கிறேன் എന്ന് അവൻ சொல்கிறார். നിന്നെ സൗഖ്യമാക്കുവാൻ ഞാൻ വന്നു എന്ന് അവൻ പറയുന്നു. എൻ ബലവീനത്തിൽ നവബലൻ അളിത്തേ, എന്നെയും ഗുണമാക്കിനീർ. 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 എൻ ബലവീനത്തിൽ നവബലൻ അളിത്തേ, എന്നെയും ஆமென். இப்போ എഴുந்திருக்காம ഉட்கார்ந்து இருக்கிறவங்களுக்கு ஒரு பொறுப்பு தரப்போகிறேன். ഇപ്പോൾ തഴയിരിക്കുന്നവർക്ക് ഒരു ഉത്തരവാദിത്വം തരാം. நீங்கெல்லாம் இப்ப முழங்கால நில்லுங்க. നിങ്ങളെല്ലാം മുഴങ്ങാൽ മേലൊന്ന് നിന്നാട്ടെ. നിൽക്കുന്നവங்களுக்காக நீங்க വിശ്വാസത്തോട് പാടുங்க. എഴുന്നേറ്റ് നിൽക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ വിശ്വാസത്തോടെ പാടണം. പാടുന്നത് നിൽക്കുന്നതാണ് നമ്മുടെ തകപ്പൻ തായ്മാர்கள், നമ്മുടെ സഹോദരികൾ தான். നിങ്ങൾ മുഴങ്കാൽ മേൽ നിൽക്കുന്നത് നിങ്ങളുടെ സഹോദരങ്ങളായുള്ളവർക്ക് വേണ്ടിയാണ്, നമ്മുടെ സ്നേഹിതരായ വിശ്വാസികൾ, വയതാനവர்கள், പ്രായമുള്ളവർ, யாருக்கு என்ன வியாதி இருந்தாலும், ആർക്ക് എന്ത് ബലഹീനമുണ്ടെങ്കിലും ക്ഷണപ്പൊഴുതിൽ വിടുതலை, ക്ഷണസമയത്ത് വിടുതലുണ്ട്. நீங்க போய் ஆபரேஷன் பண்ணி பார்க்கும்போது இது ചെക്ക് பண்ணும்போது அங்க கட்டி இருக்காது. പരിശോധിച്ച് നോക്കുക, നിങ്ങൾക്ക് അത് ഉണ്ടാകില്ല. ഒരാൾക്ക് ഓറഞ്ച് പഴം அளவுல ഒരു കട്ടി இருக்கான். ഒരു വ്യക്തിക്ക് ഒരു ഓറഞ്ചോളം വലുപ്പമുള്ള ഒരു മുഴ ഉണ്ടായിരിക്കും, 1 ഇഞ്ച് വലുപ്പം. இன்னொன்னு ஒரு கோலி உருண்டைக்கு மேல ஒரு கட்டி இருக்கான், 3 கட்டி இருந்து. മറ്റൊന്ന് ഒരു നാരങ്ങ വലുപ്പമുള്ള ഒരു മുഴ. ஆபரேஷன் பண்றதுக்காக உங்களுக்கு திയേറ്ററിൽ ആയത്തം பண்ணாங்க. ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ഓപ്പറേഷൻ ஆபரேஷன் கிடையாது. ഞാൻ പറഞ്ഞു ഓപ്പറേഷൻ ഇല്ല. உங்களுக்கு அந்த வியாதி கிடையாது. നിനക്ക് ആ രോഗം ഇല്ല. கட்டி ஆண்டவர் எடுத்துட்டாருன்னு சொன்னேன். നിന്റെ എല്ലാ മുഴകളും അവൻ മാറ്റുമെന്ന് പറഞ്ഞു. பாருங்க, அப்புறம் டாக்டர் பார்க்கறாங்க. പിന്നീട് ഡോക്ടർ നോക്കി, இவ்வளவு பெரிய கட்டி உங்களுக்கு இருந்தது, ഇത്രയും വലിയ ഒരു മുഴ ഉണ്ടായിരുന്നല്ലോ, ഗർഭപൈക്കുள்ள இருந்தது, അതിന്റെ ഗർഭപാത്രത്തിലായിരുന്നല്ലോ. அந்த பிள்ளைக்கு வயசு 25. ആ കുഞ്ഞിന് 25 വയസ്സായിരുന്നു. அது இங்க சென்ட்ரல் சபையார் கூட உபவாசத்துல ஜெபிச்சிருக்காங்க. അത് സെൻട്രൽ ഉപവാസ പ്രാർത്ഥനയിൽ വെച്ച് പ്രാർത്ഥിച്ചത്. இப்போ டாக்டர் சொல்றாரு அந்த கட்டி அங்க காணோம். ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ആ മുഴ അവിടെ ഇല്ല. அவர்கள் திருமணம் பண்ண முடியாதுன்னு சொன்னாங்க. വിവാഹത്തിന് യോഗ്യമല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. திருமணம் செய்யலாம் டாக்டர் சொல்லிட்டாங்க. ഇനി പറഞ്ഞു വിവാഹം കഴിച്ചുകൊള്ളുക. எந்த பிரச்சனையா இருந்தாலும், എന്ത് പ്രശ്നമാണെങ്കിലും நீங்கள் விசுவாசித்தால் தேவனுடைய மகிமையை காண்பீர்கள். നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. கர்த்தர் அந்த வியாதியில் வேதனையில் விடுதலை கொடுக்கிறார். നിന്റെ ബലഹീനതയിൽ അവൻ വിടുതൽ നൽകുന്നു. எல்லாரும் கைகளை தட்டி ஆவியிலே நிறைங்க. കൈകളോട് ആത്മാവിൽ നിറഞ്ഞാട്ടെ. மகிமை இறங்கட்டும். ദൈവത്തിന്റെ ബർക്കത്ത് ഇറങ്ങട്ടെ. ദൈവ ശക്തി ഇറങ്ങട്ടെ. അത്ഭുതങ്ങളെ ചെയ്യുന്നവൻ, അത്ഭുതം ചെയ്യുന്നവൻ, தேவனால் கூடாத காரியம் ஒன்றுமில்லை. ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കടബ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 
Hallelujah. ആമേൻ. ഹല്ലേലൂയ. വിശ്വാസത്തോടെ ഉட்காருங்க. വിശ്വാസത്തോടെ ഇരുന്നാട്ട്. മുഴങ്കാൽ പൊട്ടി ജെபித்தவர்களுக்கெல்லாம் ஒரு தேங்க்ஸ். മുഴങ്കാൽ മേലിരുന്ന് പ്രാർത്ഥിച്ചവർക്ക് വളരെ നന്ദിയുണ്ട്. கர்த்தர் உங்களை இரட்டிப்பாக ஆசீர்வதிப்பார். നിങ്ങളെ ഇരട്ടിയായി ദൈവം അനുഗ്രഹിക്കട്ടെ. கர்த்தர் எல்லாருக்கும் இரக்கம் பாராட்டி இருக்கிறார். നമ്മോട് കർത്താവ് ദയ കാണിച്ചിരിക്കുന്നു. நாம் அவரை குறித்து நாம் இன்னும் படிக்கும் பொழுது തന്നെ കുറിച്ച് ഇനിയും പഠിക്കുമ്പോൾ മൽകിയ 3-ാം അധികാരം 5-ാം വചനത്തിൽ മലാഖി 3-ാം അധ്യായം 5-ാം വാക്യം, ഞാൻ ന്യായവിധിക്കായി നിങ്ങളോട് അടുത്തു വരും,
ഞാൻ ക്ഷുദ്രക്കാർക്കും വ്യഭിചാരികൾക്കും കള്ളസത്യം ചെയ്യുന്നവർക്കും കൂലിയുടെ കാര്യത്തിൽ കൂലിക്കാരനെയും വിധവയെയും അനാഥനെയും പീഡിപ്പിക്കുന്നവർക്കും എന്നെ ഭയപ്പെടാതെ പരദേശിയുടെ ന്യായം മറിച്ചു കളയുന്നവർക്കും വിരോധമായി ഒരു ശീഘ്ര സാക്ഷിയായിരിക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. நான் நியாய தீர்ப்பு செய்யும்படி உங்களிடத்தில் வந்து சூனியக்காரருக்கும் விபச்சாரருக்கும் பொய்யான இடுகிறவர்களுக்கும் எனக்கு பயப்படாமல் விதவைகளும் திக்கற்ற பிள்ளைகளும் ஆகிய கூலிக்காரரின் கூலியை அபகரித்துக் கொள்ளுகிறவர்களுக்கும் பரதேசிக்கு அநியாயம் செய்கிறவர்களுக்கும் விரோதமாய் தீவிரமான சாட்சியாயிருப்பேன் என்று நான் என் கையை நீட்டுவேன். நான் வந்து என்ன நியாய தீர்ப்பு செய்வேன் என்று சொல்லுகிறார். ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്ന് ന്യായവിധി നടത്തുമെന്ന് പറയുന്നു. யாருக்கு விரோதமாக? ആർക്ക് വിരോധമായി? நமக்கு யாரெல்லாம் மாந்திரிகம் சூனியம் நமக்கு விரோதமாக பாவங்கள் தவறு செஞ்சிருக்கிறாங்களோ, നമുക്ക് വിരോധമായ ആരെല്ലാം തന്ത്രങ്ങളും മന്ത്രങ്ങളും ശൂന്യത്തോടെ കൂടെ വരുന്ന അവർക്ക് വിരോധമായി. நமக்கு தெரியாம யாரோ நமக்கு ஏதாவது பண்ணி இருக்கிறாங்க. നമ്മൾ അറിയാതെ നമുക്ക് ആരെങ്കിലും നമ്മൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടാകും. நீங்க தெரியாம யாருக்காவது பண்ணி இருந்தா கர்த்தர் உங்களுக்கு விரோதமா வருவார். നിങ്ങൾ ആരെങ്കിലും അങ്ങനെ മറ്റുള്ളവർക്ക് വിരോധമായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിരോധമായി പോലും ദൈവം വന്നേക്കും. சத்தம் இல்லாம ஆண்டவர்கிட்ட மன்னிப்பு கேளுங்க. ശബ്ദമില്ലാതെ നിങ്ങൾ ദൈവത്തോട് ക്ഷമാപണം ചോദിച്ചു. தெரியாம நாம எத்தனை தவறுகளை செஞ்சிருக்கலாம். അറിയാതെ നമ്മൾ എത്രയോ തെറ്റുകൾ ചെയ്തിട്ടുണ്ടാകും. மற்றவங்களுக்கு விரோதமாக ஏதாவது பண்ணியிருக்கலாம். മറ്റുള്ളവർക്ക് വിരോധമായി പലതും ചെയ്തിട്ടുണ്ടാകും. யாரெல்லாம் மற்றவங்களுக்கு சூனியம் வச்சிருக்கீங்க மாந்திரிகம் பண்ணியிருக்கீங்கன்னு கேட்டா யாரும் கையோ எடுத்து பொறுத்தில்லை. നിങ്ങളോട് ഇപ്പോൾ നിങ്ങൾ ആർക്ക് മറ്റുള്ളവർക്കും വിരോധമായിട്ട് മന്ത്രമോ வெளிப்படையா சொல்லக்கூடிய சந்தோஷமான காரியம் அல்ல. അത് പുറമേ പറയുവാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നിങ്ങൾ പറയില്ല. தெரியும் உங்க குடும்பத்துக்கு விரோதமாக. എന്നാൽ നിങ്ങൾക്കറിയാം നിങ്ങളുടെ കുടുംബത്തിന് വിരോധമായി ஏதோ ஒரு மாந்திரிகம் இருக்கு, ഒരു മന്ത്രശക്തി, ஏதோ ഒരു കട്ട് இருக்கு, ഏതോ ഒരു ബന്ധനമുണ്ട്. ஆகையால வீட்ல நிறைய நஷ்டங்கள் கஷ்டங்கள். അതുകൊണ്ട് വീട്ടിൽ പല കഷ്ടങ്ങളും നഷ്ടങ്ങളും. சொல்கிறார் நான் வந்து, എന്നാൽ കർത്താവ് പറയുന്നു ഞാൻ വന്നു போறேன். ഞാൻ யாரெல்லாம் உங்களுக்கு விரோதமா இந்த சூனியங்களை செஞ்சிருக்காங்க, ആർക്കെല്ലാം വിരോധമായി സൂര്യ யாரெல்லாம் உங்களுக்கு கூலி கொடுக்காம உங்களை ஏமாத்திட்டு இருக்காங்க, ആരെല്ലാം നിങ്ങൾക്ക് വിരോധമായി നിങ്ങളെ കൂലി തരാതെ அவர் நியாயம் செய்யும் பொழுது അവൻ ന്യായം വിധിക്കുമ്പോൾ നമ്മുടെ കഷ്ടത്തിൽ നമുക്ക് ഒരു വിടുതല ഉണ്ടാകും. നമ്മുടെ കഷ്ടതയിൽ അവൻ ഒരു വിടുതല ഉണ്ടാകും. வீட்ல இருக்கிற கட்டுகள் எல்லாம் அறுந்து விழும். എല്ലാ ഭവനത്തിന്റെ ബന്ധനങ്ങളും അഴിഞ്ഞു മാറും. வீட்ல இருக்கிற பிசாசு ஓடி போய்டுவான். നിന്റെ ഭവനത്തിലെ പിശാചിന്റെ ശക്തി മാറും. നമ്മുടെ பிசாசு இருக்கிறதுக்கு இனி இடம் கிடையாது. നിന്റെ ഭവനത്തിന് ഇനി പിശാചിന് വാസമില്ല. அது இருக்கிற வரைக்கும் നമ്മുടെ കുടുംബത്തിൽ எந்த முன்னேற்றமும் இல்லை. അതുള്ളിടത്തോളം കാലം യാതൊരു മുന്നേറ്റവും ഭവനത്തിൽ ഉണ്ടാകില്ല. യേശു சொல்கிறார் நான் வந்து நியாயம் தீர்க்க போறேன். യേശു പറയുന്നു ഞാൻ വന്ന് ന്യായവിധി നടത്തും. உனக்கு விரோதமா என்னென்னலாம் பண்ணிருக்காங்களோ, നിനക്ക് വിരോധമായി ആരെല്ലാം എന്തു തന്നെ ചെയ്തിരുന്നു, நான் வந்து அதெல்லாவற்றையும் உன்னை விட்டு அகற்ற போகிறேன். ഞാൻ വന്ന് അതൊക്കെയും നിന്നിൽ നിന്ന് അകറ്റും. ஆண்டவருக்கு மகிமை உண்டாவதாக. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. வீட்டுல பில்லி சூனியம் போராட்டம் கஷ்டம் வச்சுக்கிட்டு மீண்டும் வருவேன்னு நம்ம பாடிட்டு கிடந்தோம்னா போதாது. വീട്ടിൽ ശുദ്രവും പലവിധത്തിലുള്ളതായ മന്ത്രങ്ങളും ശൂന്യങ്ങളും ഉണ്ടെങ്കിൽ അത് വെച്ചുകൊണ്ട് വീണ്ടും பண்ணிட்டு நீங்க போங்க, கர்த்தர் வந்தாருன்னா ഒരു ദൈവത്താലുള്ള ഒരു ന്യായവിധി നടത്തിയിട്ട് നിങ്ങൾ പോകുക. ஆண்டவர் நியாயம் செய்கிறவர். അവൻ ന്യായവിധി നടത്തും. இஸ்ரவேல் ஜனங்களை அந்த எகிப்தியர் அடிமைப்படுத்தினார்கள். ഇസ്രായേൽ ജനത്തെ മിസ്രയീമിൽ അടിമപ്പെടുത്തി அவர்களுக்கு நியாயம் செய்தார். ദൈവം അവർക്ക് വേണ്ടി ന്യായം വിധിച്ചു. யூத மக்களுக்கு பாபிலோன் ராஜாவாகிய நேபுகாத்நேச்சார் அக்கிரமம் செய்தான். യഹൂദ ജനത്തോട് ബാബിലോണിലെ രാജാവ് അക്രമം ചെയ്തു. கர்த்தர் அவனையும் பழி வாங்கினார். ദൈവം അവനെയും പഴിച്ചു. அந்த இஸ்ரவேல் ஜனங்களை அடிமைப்படுத்தின அசிரியரையும் கூட ஆண்டவர் பழி வாங்கினார். ഇസ്രായേൽ ജനത്തെ നശിപ്പിക്കുവാൻ ശ്രമിച്ച தேவ ஜனங்கள் ஒருவேளை அவர்கள் தவறுகளின் நிமித்தமாக ஏதாவது அவர்களுக்கு கஷ்டங்கள் வந்திருக்கலாம். ദൈവജനത്തിന് വിരോധമായ വിധമായ കഷ്ടങ്ങൾ ഉണ്ടായിരുന്നേക്കാം. யாக்கோப்புக்கு கஷ்டத்தை கொடுத்ததான ஏதோமியரை கர்த்தர் அழிக்கிறார். ഇത് യാക്കോബിന് കഷ്ടം കൊടുത്തതായ ഏദോമിയരെ ദൈവം அவருக்கு அவருடைய ஜனங்கள் தான் முக்கியம். അവർക്ക് അവരുടെ ജനമാണ് മുഖ്യം. ஏசப்பாவுக்கு ஏசப்பாவுடைய பிள்ளைகள் தான் முக்கியம். യേശുവിന് യേശുവിന്റെ മക്കൾ തന്നെയാണ് യേശുവിന്റെ பிள்ளைகள் எல்லாம் சத்தமா ஒரு கை உயர்த்தி அல்லேலூயா சொல்லுங்க. യേശുവിന്റെ കുഞ്ഞുങ്ങൾ കൈ ഉയർത്തി அல்லேലൂயா പറഞ്ഞു. உங்களுக்கு விரோதமாக மாந்திரிகம் ஒண்ணுமே செய்ய முடியாது. വിരോധമായ ഒരു ശുദ്രവുമില്ല. இதுவரைக்கும் பண்ணி இருக்கலாம், ഇതുവരെയും ഉണ്ടായിരുന്നു. നമ്മുടെ തവറുകളിൻ നിമിത്തமாக അത് പലിത്തിരിக்கலாம். ഇതുവരെയും നമ്മുടെ കുറവുകൾ നിമിത്തം അത് ഭവിച്ചെന്ന് വന്നേക്കാം. நான் வந்து எல்லாம் நியாயம் தீர்க்க போகிறேன். കർത്താവ് പറഞ്ഞു ഞാൻ വന്ന് അതിന്റെ മേൽ ന്യായം വിധി നടത്തും. யாரெல்லாம் உங்களுக்கு விரோதமா என்னென்னலாம் பண்ணிருக்காங்களோ அவங்களுக்கு விரோதமா நான் நியாயம் தீர்ப்பு செய்வேன். ആരെല്ലാം നിനക്ക് വിരോധമായി എന്ത് ചെയ്തെന്നാലും അതിന് വിരോധമായി ന്യായവിധി നടത്തും. செஞ்சிருந்தால் ஆண்டவரிடத்தில் மன்னிப்பு கேட்போம். നിങ്ങൾ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് ക്ഷമാപണം അപേക്ഷിക്കുക. அவர்களிடத்தில் போய் மன்னிப்பு கேட்போம். നിങ്ങൾ ആരോട് ചെയ്താൽ അവരോട് ചെന്ന് ക്ഷമാപണം അപേക്ഷിക്കുക. நமக்கு விரோதமாக எழும்பி விட்டால் நமக்கு രക്ഷ கிடையாது. ദൈവം നമുക്ക് വിരോധം
വിരോധമായി ഉയർന്നാൽ രക്ഷയെന്നതില്ല. ஏனென்றால் விதமாக செய்யக்கூடியவர்கள் இருக்கிறாங்க. എന്തെന്നാൽ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ஒருபோதும் அப்படிப்பட்டவர்களாக நாம் இருக்க கூடாது. അങ്ങനെയുള്ളവരെ പോലെ നാം ആകരുത്. நமக்கு விரோதமாய் யார் வேண்டுமான என்ன வேணாலும் செய்யட்டும். നമുക്ക് വിരോധമായി ആരെന്തും ചെയ്തു കൊള്ളട്ടെ. ஆனா எதுவும் என்னை செய்ய முடியாது. എന്നാൽ ഒരിക്കലും ഒന്നിനും എന്നെ എന്നോട് കൂടെ ഇരിക്കുകയാണ്. യേശു എന്നോട് കൂടെയുണ്ട്. എന്നോട് കൂടെ ഇരിക്കുകയാണ്. യേശു എന്നോടൊപ്പമുണ്ട്. ധൈര്യമാ சொல்லுங்க. അത് നിങ്ങൾ ധൈര്യത്തോടെ പറയൂ. യേശു എന്നോട് കൂടെ ഇരിക്കുകയാണ്. യേശു എന്നോടൊപ്പമുണ്ട്. அவர் ஒருபோதும் கைவிட மாட்டார். അവൻ എന്നെ ഒരിക്കലും കൈവിടില്ല. ഞാൻ നിന്നെ കൈവിടില്ല, ഉപേക്ഷിക്കുകയുമില്ല. എന്നോട് ചെയ്ത നാഥൻ കൂടെയുണ്ടെന്നും ഞാൻ നിന്നെ കൈവിടില്ല, ഉപേക്ഷിക്കുകയുമില്ല. എന്നോട് ചെയ്ത നാഥൻ കൂടെയുണ്ടെന്നും വാക്കുമാറാത്തവൻ വല്ലഭനാനവൻ, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസനാനവൻ. വാക്കുമാറാത്തവൻ വല്ലഭനാനവൻ, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസനാനവൻ. அவர் பாடுறாரு, அவர் சொல்றாரு, நான் உன்னை கைவிட மாட்டேன். അവൻ പറയുന്നു, ഞാൻ നിന്നെ കൈവിടില്ല. யார் கைவிட்டாலும், ആരും കൈവിട്ടാലും நான் உன்னை கைவிட மாட்டேன். ഞാൻ നിന്നെ കൈവിടുകയില്ല. மந்திரவாதிகளிடத்தில் கர்த்தர் நம்மை ஒப்பு கொடுக்க மாட்டார். മന്ത്രവാദിയുടെ അടുക്കൽ നിന്നെ ഏൽപ്പിച്ചു കൊടുക്കില്ല. நமக்கு விரோதிகளிடத்தில் ஒப்பு கொடுக்க மாட்டார். നിന്റെ വിരോധികളുടെ അടുക്കൽ നിന്നെ ഏൽപ്പിച്ചു കൊടുക്കില്ല. ரவுடிகளுக்கு இடத்தில் ஆண்டவர் நம்மை ஒப்பு கொடுக்க மாட்டார். ലോകത്തിന്റെ ரவுடிകളുടെ മുൻപിലും ഏൽപ്പിച്ചു കൊടുക്കില്ല. தீய சக்திகள் நமக்கு விரோதமாக எழும்பினாலும் கர்த்தருடைய கையில் நம்மை ஒப்பு கொடுக்க மாட்டார். ഏത് അന്യശക്തിയുടെ മുൻപിലും ദൈവം നിന്നെ ഏൽപ്പിച്ചു കൊടുക്കില്ല. ஏனென்றால் இந்தியாவில் அனைத்து தேவ ஜனங்கள் முழங்காலில் அவர்கள் தேவனை நோக்கி அவைமிட்டுக் கொண்டே இருக்கிறார்கள். എന്തെന്നാൽ ഈ ലോകത്തിലെ സകല ഇന്ത്യയിലുള്ള സകല ജനങ്ങളും മുഴങ്ങാൽ മടക്കി ദൈവത്തിങ്കിലേക്ക് നോക്കി தேவ ஜனங்களுக்கு எதிராக எழும்புகிற எல்லா வல்லமைகளையும் தேவன் அழிக்க போகிறார். ദൈവജനത്തിന് വിരോധമായി വരുന്ന എല്ലാ ശക്തികളെയും അവൻ നശിപ്പിക്കും. இந்த தென்மலையில் சிறை பெறக்கூடியதான இந்த விசேஷித்த கூட்டத்தின் முகாந்திரம், ഈ തെന്മലയിൽ നടക്കുന്ന ഈ പ്രത്യേക കൂടിവരവ് നിമിത്തം நான் அவர்களை நியாயம் தீர்க்க போகிறேன் என்று கர்த்தர் இறங்கி வருகிறார். ഞാൻ അവരുടെ മേൽ ന്യായവിധി നടത്തുമെന്ന് യഹോവ ഇറങ്ങി വരുന്നു. உருவாக்கப்படும் எந்த ஆயுதம் வாய்க்காതെ போகும். നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരു ആയുധം ഫലിക്കുകയില്ല. உனக்கு விரோதமாக நியாயத்தில் எழும்புகிற எந்த நாவை நீ குற்றப்படுத்துவாய். നിനക്ക് വിരോധമായി ഉയരുന്ന ഏത് നാവിനെയും നീ വിധിക്കും. உனக்கு விரோதமாய், குடும்பத்துக்கு விரோதமாய் யார் என்ன செஞ்சிருந்தாலும் இப்போ அந்த தீய சக்திகள் எரிய போகிறது. നിനക്ക് വിരോധമായി നിന്റെ കുടുംബത്തിന് വിരോധമായും ആരെന്ത് ചെയ്താലും ആ ശക്തികളെ നശിപ്പിക്കും. கையை തട്ടി பாருங்க. ഇനി ഇത് കൈയടിച്ച് மாதிரி எல்லாரும் தட்டுங்க. നിങ്ങൾ കൈവീശി അടിച്ചു. கைகளை തട്ടി அல்லேலூயா சொல்லுங்க. കൈയടിച്ചു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. கைகளை തട്ടി ആമേൻ சொல்லுங்க. കൈയടിച്ചുകൊണ്ട് ആമേൻ പറഞ്ഞാട്ടെ. യേശുവേ சொல்லுங்க. കൈയടിച്ചുകൊണ്ട് യേശുവേ എന്ന് വിളിച്ചാട്ടെ. എരിഞ്ഞ് സാമ്പലാകും. ഇപ്പോൾ ആ ശക്തി എരിയുവാൻ പോകുന്നു. வைக்கப்பட்ட எல்லாம் எரிந்து சாம்பலாகி விடும். നിനക്ക് വിരോധമായി ഉണ്ട് എല്ലാ ആയുധങ്ങളും நமக்காக யுத்தம் பண்ணுகிறார். നിനക്ക് വേണ്ടി യഹോവ യുദ്ധം ചെയ്യുന്നു. സകല വല്ലമൈகளை അഴിக்கிற വല്ലമൈ, എല്ലാ ശക്തികളെയും അവൻ നശിപ്പിക്കും. ആവിயின் വല്ലമൈ, പരിശുദ്ധാത്മാവിന്റെ ശക്തി, நமக்காக யுத்தம் பண்ணுகிறவர், ദൈവം നിനക്കായി യുദ്ധം ചെയ്യുന്നവൻ. അവൻ நான் வந்து എന്നവൻ சொல்கிறார். ഞാൻ വന്നു എന്നവൻ ന്യായത്തീർപ്പേൻ. ഞാൻ ന്യായം വിധിക്കും. വിരോധമായി எழும்பினவர்களை நான் ന്യായത്തീർப்பேൻ. നിനക്ക് വിരോധമായി ഉയർന്നവനെ ഞാൻ ന്യായം വിധിക്കും. വേണ്ടാം. നീ ആരെയും ന്യായം വിധിക്കണ്ട. നീ ശപിக்க വേண்டாം. ആരെയും ശപിക്കരുത്. വേണ്ടാം. നീ ആരെയും അടിക്കരുത്. വിരോധമായി ഒന്നും ചെയ്യ വേണ്ടാം. ആർക്കും വിരോധമായി ഒന്നും ചെയ്യരുത്. ഞാൻ നിനക്കായി യുദ്ധം ചെയ്യാം. വഴക്കാടുകയും ഞാൻ നിനക്കായി വാഗ്വാദം ചെയ്യാം. ഞാൻ ഉനക്ക് തീർത്തു വയ്പ്പേൻ. ഞാൻ നിനക്ക് ന്യായം വിധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിധமாக தான் தேவனாகிய கர்த்தர் நம்மிடத்தில் அவர் இடைபடுகிறார். ഇങ്ങനെയാണ് കർത്താവ് നമുക്ക് വേണ്ടി ഇടപെടുന്നത്. மேலும் ஆண்டவர் சொல்கிறேன், വീണ്ടും ഒരു കാര്യത്തെ നാം പഠിക്കും பொழுது കർത്താവ് പറയുന്ന മറ്റൊരു വാക്ക് യോഹന്നാൻ സുവിശേഷം 14:23. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം. യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും, എന്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. യേശു അവനുக்கு பிரதியுத்தரமாக, ஒருவன் என்னில் அன்பாயிருந்தால் அவன் என் வசனத்தை கைக்கொள்ளுவான், அவனில் என் பிதா அன்பாயிருப்பார், நாங்கள் அவனிடத்தில் வந்து அவனோட வாசம் பண்ணுவோம். வந்து அவர் சொல்கிறார், நான் வந்து அவனோடு வாசம் பண்ணுவேன். ഞാൻ വന്ന് അവനോടുകൂടെ വസിക്കും. ஹல்லேலூயா, ஹல்லேலூயா. இப்படி ஒரு நல்ல தேவனை உங்களால வேற எங்கேயாவது வேற யாரையாவது என்ன கண்டுபிடிக்க முடியுமா? ഇത്രയും നല്ലൊരു ദൈവത്തെ നിങ്ങൾക്ക് മറ്റെവിടെയെങ്കിലും കണ്ടുപിടിക്കാൻ உங்களுடைய കഴിയുമോ? பெற்றோர்கள் உங்களுக்கு தர முடியுமா? ഈ വാക്ക് മറ്റു നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്ക് തരുമോ? உங்களுடைய நண்பர்கள் உங்களுக்கு தர முடியுமா? നിങ്ങളുടെ സ്നേഹിതർക്ക് ഇത് തരാൻ കഴിയുമോ? நீங்கள் தான் மற்றவர்களுக்கு இந்த வார்த்தைகளை சொல்ல முடியுமா? നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയുമോ? ஆனால் நான் வந்து என்று சொல்கிற ஒரு தேவன் உங்களுக்கு இருக்கிறார். ഞാൻ വരുമെന്ന് പറയുന്ന
പറയുന്ന ഒരു യേശു നമുക്ക്. ഒരുവൻ എന്നിടത്തിൽ അൻപായിരുന്നാൽ, ഒരുവൻ എന്നെ സ്നേഹിച്ചാൽ പിതാവിനിടത്തിൽ അവൻ അൻപായിരിപ്പാൻ. പിതാവിനോട് അവൻ സ്നേഹമുള്ളവൻ. അവൻ என்னுடைய வசனத்தை கைக்கொள்ளுவான். അവന്റെ വചനം അവൻ അംഗീകരിക്കും. நாம் ஆண்டவரிடத்தில் அன்புள்ளவர்கள் என்று சொன்னால், നാം ദൈവത്തോട് സ്നേഹമുള്ളവരെന്നാൽ, இதைதான் ஆண்டவர் ஒவ்வொரு இடத்திலும் கேட்கிறார். ഇതാണ് കർത്താവ് എല്ലാവരോടും ചോദിക്കുന്നത്. அன்றைக்கு ஒரு பேதுருவிடத்தில் மட்டுமல்ல, അന്ന് യേശുവിനോട് മാത്രമല്ല, இன்றைக்கு பேதுருவை போல மறுதலித்துக் கொண்டிருக்கிறதானே, പത്രോസിനെ പോലെ அரியன் என்று சத்தியம் பண்ணுகிற சபிக்கிறதானே അറിയത്തില്ലെന്ന് സത്യം പറയുന്നവർ எத்தனையோ பேர் இருக்கிறார்கள். എത്രയോ പേരുണ്ടായേക്കാം. அவர்களுக்கு நன்மை உண்டாயிருக்கும் பொழுது ஆண்டவரை வாழ்த்துகிறார்கள். അവർക്ക് നന്മയുള്ളപ്പോൾ അവർ ദൈവത്തെ സ്തുതിക്കും. கஷ்டங்கள் வரும் பொழுது ஆண்டவரே உமக்கு கண் இல்லையா, மூக்கு இல்லையா, காது இல்லையா, ஜெபத்தை கேட்கிறலையான்னு கேட்கிறாங்க. കഷ്ടങ്ങൾ വരുമ്പോൾ കർത്താവേ നീ ഇത് കാണുന്നില്ലയോ കേൾക്കുന്നില്ലയോ எல்லாவற்றையும் அவர் பொறுமையா கேட்டுட்டு தான் இருக்கார். കർത്താവ് എല്ലാം കേൾക്കുന്നുണ്ട്. இருந்தாலும் இந்த பேதுருவை பார்த்து ஆண்டவர் கேட்கிறார், എന്നാൽ പത്രോസിനെ நீ என்னிடத்தில் அன்பாய் இருக்கிறாயா? നീ എന്നോട് സ്നേഹമായി மற்றவர்களை காட்டில் நீ என்னை நேசிக்கிறாயா? മറ്റുള്ളവരെ കാട്ടിൽ നീ എന്നെ 3 தடவை அவர் கேட்கிறார். 3 പ്രാവശ്യം ഇത് ചോദിച്ചു. ஆண்டவரே நான் உம்மை நேசிக்கிறேன் என்று அவன் சொல்லுகிறார். കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് അവൻ പറഞ്ഞു. பொறுப்புகளை ஆண்டவர் அவனுக்கு அவர் கொடுக்கிறார். അങ്ങനെ അവൻ അധികാരങ്ങളെ കൊടുത്തു. அவன் தான் தலைமையான ஒரு அப்போஸ்தலனாக மாறி விடுகிறான். അവൻ ഒരു പ്രധാന അപ്പോസ്തലനായി മാറി. இத்தனைக்கு അവൻ மறுதலித்தவன். എന്നാൽ അവൻ ദൈവത്തിന് എതിർത്തവൻ. அவன் யூதாசை காட்டிலும் கொடூரமான தவறுகளை அவன் செய்தான். கடைசி நேரத்தில் യൂദാസിനെക്കാളും അവൻ കൊടൂരമായ തെറ്റുകൾ ചെയ്തു. சபித்தான், சத்தியம் பண்ணினான் என்று படிக்கிறோம். ശപിക്കുകയും സത്യം ചെയ്യുകയും ചെയ്തു. இப்படிப்பட்டவனுக்கு ஒரு பெரிய மன்னிப்பை ஆண்டவர் கொடுத்திருக்கிறார். അത്രയും ഒരു പാപിക്ക് അവൻ ക്ഷമ കൊടുത്തു. இப்படிப்பட்டவனுக்கு ஒரு பெரிய உத்தரவாதத்தை தேவன் கொடுக்கிறார். അങ്ങനെയുള്ള ഒരുവൻ ഒരു ഉത്തരവാദിത്വം അവൻ அவன் அப்படிப்பட்டவனாக இருந்தாலும் அவனிடத்தில் கேட்டதான கேள்வி, நீ என்னிடத்தில் அன்பாய் இருக்கிறாயா? അങ്ങനെയുള്ള ഒരുവനോട് ചോദിച്ചു, നീ എന്നെ സ്നേഹിക്കുന്നു? கூட்டத்தில் வந்திருக்கிறதான அருமையான தேவஜனமே, ഈ കൂട്ടത്തിൽ വന്നിരിക്കുന്ന പ്രിയ ദൈവ அருமையான கர்த்தருடைய ஊழியர்களே, പ്രിയ ദൈവ ശുശ്രൂഷകരെ, அருமையான விசுவாசிகளே, വിശ്വാസികളെ, புதிதாக வந்து தேவனுடைய வார்த்தைகளை கேட்டுக்கொண்டிருக்கிறவர்களே, പുതിയതായി വന്ന ദൈവവചനങ്ങളെ കേൾക്കുന്നവരെ, சிலுவையில் நமக்காக தம்முடைய ஜீவனை கொடுத்த ஆண்டவராகிய இயேசு கேட்கிறார். കാൽവറിയിൽ നമുക്ക് വേണ്ടി ജീവൻ തന്ന യേശു നിന്നോട് ചോദിക്കുന്നു. ஆனாலும் இதோ சதா காலங்களில் உயிரோடு இருக்கிறேன் என்று சொல்லுகிற இயேசு கேட்கிறார். മരിച്ചുവെങ്കിലും സദാകാലവും ജീവിക്കുന്നവനായ യേശു നിന്നോട് ചോദിക്കുന്നു, இருக்கிறாயா? നീ എന്നെ സ്നേഹിക്കുന്നു? உன்னுடைய கஷ்டத்தில் என்னிடத்தில் அன்பு கூறுவாயா? നിന്റെ കഷ്ടതയിൽ നീ എന്നെ സ്നേഹിക്കുന്നു? பாவத்தின் போராட்டங்கள் உன்னை சூழும் பொழுது நீ என்னிடத்தில் அன்பு கூறுவாயா? പാപത്തിന്റെ ശക്തികൾ നിന്നെ നിറയുമ്പോൾ നീ എന്നെ സ്നേഹിക്കുമോ? பட்டினியாய் இருக்கும் பொழுது நீ என்னிடத்தில் அன்பு கூறுவாயா? ആഹാരമില്ലാതെ വരയുമ്പോൾ നീ എന്നെ സ്നേഹിക്കുമോ? വ്യാധിയുടെ വേദനകൾ കൊടൂരമായി இருக்கும்போது നീ என்னிடத்தில் அன்பு கூறுவாயா? രോഗത്തിന്റെ ശക്തികൾ നിന്നെ വലിക്കുമ്പോൾ നീ എന്നെ സ്നേഹിക്കുമോ? உன்னை கைவிட்டாலும் நீ என்னிடத்தில் அன்பாய் இருப்பாயா? ആരെല്ലാം നിന്നെ കൈവിട്ടാലും നീ എന്നെ സ്നേഹിക്കുമോ? நானும் கூட உன்னை வெறுப்பது போல, உன்னை மறுப்பது போல உன்னிடத்தில் நான் பேசாமல் இருந்தால் நீ என்னிடத்தில் அன்பு கூறுவாயா? ഞാനും നിന്നോട് നിന്നെ ഉപേക്ഷിച്ചു കൈവിട്ടു എന്നുള്ളത് പോലെ ഇരുന്നാലും നീ എന്നെ സ്നേഹിക്കുമോ? அந்த பேதுருவை அல்ல, இங்கே உட்கார்ந்து இருக்கிற ஒவ்வொருவரையும் பார்த்து தான் இயேசு கேட்கிறார். ഇത് പത്രോസിനോടല്ല, ഇവിടെ ഇരിക്കുന്ന നിങ്ങളോടാണ് ദൈവം ചോദിക്കുന്നത്. ஒரு வார்த்தை சொல்லுங்கள். ഒരു വാക്ക് പറഞ്ഞാട്ടെ. என்ன சொல்ல போறீங்களோ அது உங்களுடைய திருவாய் மொழியாக இருக்கட்டும். നിങ്ങൾ പറയുന്ന നിങ്ങളുടെ അതരം തുറന്ന് തന്നെ പറഞ്ഞാട്ടെ. உங்கள் திருவாய் மொழியாக, உங்களுடைய வார்த்தையாக இருக்கட்டும். നിങ്ങൾ നിങ്ങളുടെ അതരം തുറന്ന് പറഞ്ഞാട്ടെ. இயேசு உங்களிடத்தில் கேட்கிறார். യേശു നിങ്ങളോടാണ് ചോദിക്കുന്നത്. அன்பாய் இருந்தால் ഒരുവൻ എന്നെ സ്നേഹിക്കുന്നു, நாங்கள் வந்து அவனிடத்தில் வாசம் பண்ணுவோம். ഞാൻ വന്ന് അവനിൽ വസിക്കും. அவர் நம்மை விட்டு போகவே மாட்டார். അവൻ അവനെ വിട്ട് വിലകുകയില്ല. அதாவது தேவன், அந்த திருத்துவ தேவன் பரிசுத்த ஆவியின் மூலமாக நம்மிடத்தில் வருகிறார். ആ നിത്യദൈവം ത്രിത്വത്തിലായി നമ്മുടെ അടുക്കൽ வந்து அவர் வாசம் செய்வார். നമ്മുടെ ഉള്ളിൽ വന്ന് അവൻ വസിക്കുന്നു. நான் அவர்கள் நடுவே உலாவி, അവൻ നമ്മുടെ മധ്യേ നടന്നു அவர்களுக்குள்ளே வாசம் பண்ணி അവരുടെ മധ്യേ വസിച്ചു அவர்களுடைய தேவனாய் இருப்பேன். അവരുടെ ദൈവമായിരിക്കും. அவிதமாக அவர் வருவார் என்றால், അങ്ങനെ അവൻ വരുന്നുവെങ്കിൽ வெளிப்படுத்தின விசேஷம் 21 அதிகாரம் 3, 4, 5 வசனங்களில் படிக்கும் பொழுது, വെളിപ്പാട് പുസ്തകം 21 അധ്യായത്തിന്റെ 3, 4, 5 വാക്യങ്ങൾ വായിക്കുമ്പോൾ, സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും, അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും, ഇനി മരണമുണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല, ഒന്നാമത്തേത് കഴിഞ്ഞുപോയി, സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്തു. அவர் நமக்குள் வந்து வாசம் செய்கிறவர் என்றால், അവൻ നമ്മുടെ മധ്യേ വസിക്കുന്നുവെങ്കിൽ, തമിഴ് மேலும் பரலோகத்திலிருந்து உண்டான ஒரு பெரும் சத்தத்தை கேட்டேன். அது இதோ மனுஷர்களிடத்திலே தேவனுடைய வாசஸ்தலம் இருக்கிறது, அவர்களிடத்திலே அவர் வாசமாயிருப்பார், அவர்களும் அவருடைய ஜனங்களாயிருப்பார்கள், தேவன் தாமே அவர்களோடு கூட இருந்து அவர்களுடைய தேவனாயிருப்பார், அவர்களுடைய கண்ணீர் யாவையும் தேவன் துடைப்பார். അവന്റെ കണ്ണീരൊക്കെയും ദൈവം തുടയ്ക്കും.
இனி மரணமும் இல்லை, மரணம் இல்லை, மரணமில்ல, துக்கமும் இல்லை, அலறுதலும் இல்லை, வருத்தமும் இல்லை, முந்தினவைகள் ஒழிந்து போயின என்று விளம்பினது. சிங்காசனத்தின் மேல் வீற்றிருந்தவர், இதோ நான் சகலத்தையும் புதிதாக்குகிறேன் என்றார். பின்னும் அவர், இந்த வசனங்கள் சத்தியமும் உண்மையுமானவைகள், இவைகளை எழுது என்றார். அவர் உனக்குள் வந்து வாசம் செய்கிறார் என்றால் அவர் எல்லாவற்றையும் புதிதாக்குகிறார். அவர் നിന്നിൽ വസിക്കുന്നുവെങ്കിൽ സകലവും പുതുതാക്കുകയാർ. എന്റെ ജീവിതം അവരുടെ വചനത്തെ കൈക്കൊള്ളുவோமா? അവന്റെ വചനം കൈക്കൊള്ളുവാമോ? വേദപുസ്തകത്തെ വിരുമ്പി എടുത്ത് വാസിപ്പോமா? ദൈവ തിരുവചനം ആഗ്രഹിച്ചു വായിക്കുമോ? ഒപ്പുകൊടുപ്പോமா? സത്യത്തിന് മനഃപൂർവ്വമായി സമർപ്പിക്കുമോ? ജ്ഞാനസ്നാനം പെറ്റുകൊള്ളുவோமா? അനുസരിച്ച് ജലസ്നാനം പ്രാപിക്കുമോ? അഭിഷേകത്തെ പെറ്റുകൊള്ളുவோமா? പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കുമോ? കൂട്ടത്തിൽ പങ്കുപെറുவோமா? തിരുവത്താഴത്തിൽ വാസം ചെയ്യുവാർ என்றால் അവൻ വസിക്കുന്നുവെങ്കിൽ നമ്മുടെ കണ്ണീർ തുടയ്ക്കപ്പെടും. നമ്മുടെ കണ്ണീർ തുടയ്ക്കും. ഇനി ഒരു சொட்டு കണ്ണീർ കൂടെ കണ്ണുകളിൽ വരാതെ, ഇനി ഒരിക്കൽ ഒരു തൊട്ട് കണ്ണീർ പോലും ഒരു തടവ തുടയ്த்து വിട്ടാൽ അവൻ ഒരു പ്രാവശ്യം തുടച്ചാൽ அந்த கண்ணீர் எல்லாமே அங்க நின்றுவிடும். അത് പൂർണ്ണമായി നിന്നു. കണ്ണീർ വരുவதற்கான காரணங்களுக்கான அந்த பிரச்சனைகள் அங்க இருக்காது. കണ്ണീരിനുള്ള ഒരു കാരണവും പ്രശ്നവും போராட்டம் இருக்காது. ആ പോരാട്ടം ഉണ്ടാകില്ല. വ്യാധി இருக்காது. രോഗം ഉണ്ടാകില്ല. സകലത്തെയും திருப்பிக் கொள்வாய் என்று சொன்னார். നീ അതിനെ വീണ്ടെടുക്കുമെന്ന് പറയും. வாழ்க்கையில் நீங்கள் எவைகளை எல்லாம் இழந்திருக்கிறீர்களோ, നിങ്ങൾ എന്തെല്ലാം നഷ്ടപ്പെടുത്തിയോ, தாவீது தன்னுடைய குடும்பம் மொத்தத்தை அவன் இழந்து விட்டான். ദാവീദ് തന്റെ കുടുംബത്തെ മൊത്തത്തിലും നഷ്ടപ്പെടുത്തി. திரும்பினவன் தன்னுடைய வீட்டில் மாற்று வஸ்திரங்கள் கூட அவனுக்கு இல்லை. എന്നാൽ അവൻ ഭവനത്തിൽ മാറ്റുവസ്ത്രം പോലും ഉണ്ടായില്ല. எல்லாமே போய்விட்டது. സകലവും നഷ്ടമായി. தன்னோடு கூட இருந்தவர்கள் எல்லாரையும் அந்த அமலேக்கியர் கொண்டு போய் விட்டார்கள். ഉണ്ടായിരുന്നവരൊക്കെയും അമലേക്കിയൻ അവനെ കൊണ്ടുപോയി. அந்த ஆண்டவரை நோக்கி ஜெபிக்கிறார். അവൻ ദൈവത്തെ നോക്കി പ്രാർത്ഥിച്ചു. தந்தை பின் தொடரட்டுமா? അവൻ ആ വഴി തുടരട്ടെ. ஆண்டவர் சொல்கிறார், அந்த தந்தை பின் தொடர். ആ വഴി നീ പിന്തുടരുക. നീ അവர்களை പിന്തുടരുവാய். നീ അവനെ പിന്തുടരുക. നീ സകലവற்றைയും திருப்பிக் கொள்ளுவாய். നീ സകലത്തെയും മടക്കി കൊണ്ടുവരും. ആண்டവർക്ക് മഹിമ ഉണ്ടാവട്டும். ദൈവത്തിന് മഹത്വം. ഇംഗ്ലീഷിൽ നാം പഠിക്കും பொழுது, ഇംഗ്ലീഷിൽ നാം അത് വായിക്കുമ്പോൾ, പിന്തുടരட்டுமா, அவங்கள பின்னாடி போகட்டுமா, അതിൽ പിന്തുടരട്ടെ, ஓவர்டேக் பண்ணட்டுமா, ഞാൻ അത് പിന്തുടർന്ന് ചെല്ലട്ടെ, கேக்குறான் ஓவர்டேக் பண்ணட்டுமா, ഞാൻ അതിനെ കടന്നു പോകട്ടെ. ஆண்டவர் சொல்றார் ஓவர்டேக் பண்ணு. ദൈവം പറഞ്ഞു കടന്നു പോ. எல்லாவற்றையும் திருப்பிக் கொள்ளுவாய். നീ അതിനെ വീണ്ടെടുത്തു. 1 സാമുവേൽ 30-ാം അധികാരം 8வது വചനം. ശമൂവേൽ 1-ാം പുസ്തകം 30-ാം അധ്യായത്തിൽ രണ്ട് വാർത്തയെ ஓவர்டேக் என்று வாசிக்கிறோம். രണ്ട് പ്രാവശ്യം വായിക്കും. இவன் உடனே படை அவன் எடுத்து செல்லுகிறான். ഉടനെ തന്നെ അവൻ പട ഒരുങ്ങിപ്പോകും. அவர்களை எல்லாரையும் മടക്കി പിടിக்கிறான். അവൻ സകലത്തെയും മടക്കി அவர்களை அடித்து துவம்சம் செய்கிறான். സകലത്തെയും തകർത്ത് മടക്കി കൊണ്ടുവരും. ശത്രുക്കളുടെ വല്ലമകൾ അഴിക്കപ്പെടുகிறது. ശത്രുവിന്റെ ശക്തികൾ തകർക്കപ്പെടും. അവരുടെ പൊരുക്കൾ എല്ലാം ഇഴந்தவைகள் എല്ലാവற்றையும் திருப்பி கொண்டு வருகிறார். എന്തെല്ലാം നഷ്ടപ്പെടുത്തി അതൊക്കെയും മടക്കി കൊണ്ടുവരും. നിന്നോട് കൂടെ ഇരുപ്പാർ என்றால், കർത്താവ് നിന്നോട് കൂടെ ഉണ്ട്. നീ കൂടെ ജപിத்து பார். നീ ഇതുപോലെ പ്രാർത്ഥിച്ചു, உங்களுக்கு வர வேண்டிய பணம் வந்து சேரும். നിനക്ക് വരേണ്ടുന്ന പണം വരും. കഷ്ടങ്ങൾ തീരും. നിന്റെ കഷ്ടങ്ങൾ മാറും. உங்களுக்கு கடனே இருக்காது. நீங்கள் ஆயிரங்களுக்கு கடனை கொடுப்பீர்கள். നിനക്ക് കടമെന്നുണ്ടാകില്ല, നീ ആയിരങ്ങൾക്ക് കടം കൊടുക്കും. உங்களுக்கு நல்ல വീടുകളെ தேவன் தருவார். നല്ല ഭവനം നിനക്ക് வேண்டிய வசதிகளை தேவன் தருவார். നല്ല സൗകര്യങ്ങൾ അവൻ ഒരുക്കി തരും. ഭൂമിയിൽ നാം வாழ்வதற்கு ഒരു അർത്ഥമുള്ള வாழ்க்கையை தேவன் நமக்கு தருவார். ഈ ഭൂമിയിൽ ജീവിക്കേണ്ടതിന് അർത്ഥമുള്ള ഒരു ജീവിതം നൽകി തരും. அவர் சொல்லுகிறார், நான் அவர்களோடு வாசம் பண்ணி ഞാൻ അവനോട് വസിച്ച് அவர்களுடைய தேவனாய் இருப்பேன். അവന്റെ ദൈവമായി எல்லாவற்றையும் புதிதாக்குகிறேன். സകലവും ഞാൻ இந்த പുതുതാക്കും. வசனங்கள் சத்தியம் உண்மையுள்ளவைகள். ഇത് ഈ വചനം സത്യവും இந்த பூமியில் இருக்கும்போது நம்மிடத்தில் வருகிறவர். ഈ ഭൂമിയിൽ ഉള്ളപ്പോൾ നമ്മുടെ അടുക്കൽ വരുന്നവർ. கடைசியாக தான் இதை சொல்ல போகிறார். അവൻ അവസാനമായി ഇത് പറയുന്നു, പിതാവിൻ വീട്ടിൽ അനേക വാസസ്ഥലങ്ങൾ ഉണ്ട്. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങൾ ഒരു സ്ഥലത്തെ ആയുധം பண்ண പോകുகிறேன். നിങ്ങൾക്കായി ഒരു ഭവനം ഒരുക്കുവാൻ പോകും. கோடிகளை போட்டு மாடிகளை நீங்கள் கட்டி இருக்கலாம். ഈ ഭൂമിയിൽ നിങ്ങൾ എന്തെല്ലാം കെട്ടുണ്ടാക്കിയിരുന്നു. பல அடுக்கு கட்டடங்கள் உங்களுக்கு சொந்தமாக இருக்கலாம். എത്ര ഉയരത്തിൽ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിരുന്നു. துறவுகள் ஏராளம் இருக்கலாம். എന്തെല്ലാം ഉണ്ടായിരുന്നാലും, வசதிகள் இருக்கலாம், സൗകര്യങ്ങൾ ഉണ്ടായിരുന്നാലും, ഇതെല്ലാമേ അഴിഞ്ഞു പോയിവിടും. ഇതെല്ലാം നശിച്ചു പോകുന്നത്. இந்த பூமியை ஆண்டவர் எரிக்க போகிறார். ഈ ഭൂമി അവൻ ചുട്ടരിച്ചു. அப்பொழுது நம்முடைய வீடுகள் எல்லாமே காணாமல் போய்விடும். നമ്മുടെ ഭവനങ്ങളും അന്ന് കാണാതായി. ஆனால் நீங்கள் வாழ்கிற இந்த வாழ்க்கையில், എന്നാൽ നിങ്ങൾ ജീവിക്കുന്ന ഈ ജീവിതത്തിൽ യേശു ക്രിസ്തു താമേ ഒരു അസ്ഥിവാരമുള്ള നഗരത്തെ ഉരുവാക്കുകയാണ്. നിങ്ങൾക്കായി യേശു ഒരു അസ്ഥിവാരമുള്ള ഒരു നഗരം ഉണ്ടാക്കും. கொஞ்ச நேரம் நாம் முழங்கால் படிடுவோம். ഒരു അല്പസമയം മുഴങ്കാൽ ஆண்டவருடைய சமூகத்திலே நாம் நம்மை தாழ்த்துவோம். കർത്താവിന്റെ സാന്നിധ്യത്തിൽ നമ്മെ அவர் சொல்கிறார், நான் ஆயத்தம் பண்ணின பின்பு வந்து உங்களை என்னிடமாய் சேர்த்துக் கொள்ளுவேன். ഞാൻ ഒരുക്കി വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർക്കും. യേശു வருவார் என்ற விசுவாசம் எத்தனை பேருக்கு இருக்கு? യേശു വരുമെന്നുള്ള വിശ്വാസം ஒவ்வொரு காரியங்களிலும் இயேசு நம்மிடத்தில் அவர் வருகிறவர். ഓരോ കാര്യത്തിലും അവൻ നമ്മുടെ അടുക്കൽ വരുമ്പോൾ, இங்க உட்கார்ந்து இருக்கிறவங்க முழங்கால் போடுங்க, சேர்ல இருக்கிறவங்க கொஞ்சம் எழுந்திருச்சு நில்லுங்க. തറയിലിരിക്കുന്നവർ മുഴങ്കാൽ മേൽ ഇരിക്കുക, കസേരയിലുള്ളവർ എഴുന്നേറ്റ് നിന്നാണ്. ஆமா, முடியாதவங்க சேரை பிடிச்சுக்கங்க. முடியாதவங்க சேர்லயே உட்காருங்க. சேர்லயே உட்காருங்க. முடியாதவங்க சேர்ல உட்காருங்க. തീരെ പറ്റാത്തവർ ഇരുന്നു കൊള്ളുക. தாய்மார், முடியாதவங்க, வயசானவங்க
சேர்ல உட்காருங்க. തീരെ പറ്റാത്തവർ മാതാപിതാക്കളായിട്ട് ஆனா இயேசு வரப்போகிறார். നമ്മുടെ കർത്താവ് വരാൻ നമ്മുടെ ജനത്തെ சேர்க்க இயேசு வரப்போகிறார். നമ്മുടെ ജനത്തെ ചേർക്കുവാൻ യേശു വരാൻ ആയത്തം ഇല്ലാത്തതിനാൽ ഒരു താമസം ഉണ്ടാകலாம். ചിലപ്പോൾ ഒരുക്കമില്ലാത്തത് കൊണ്ട് ചിലരും ആയത്തമാക്കി വിട്ടാൽ ആ ചിലരും ഒരുങ്ങി இந்த பூமி நமக்கு சொந்தமல்ல. ഈ ഭൂമി നമുക്ക് സ്വന്തമല്ല. இது நமக்கு ஒரு உண்மையான வசிப்பிடமல்ல. ഇത് നമുക്ക് വാസ്തവമായ ഒരു സ്ഥലമല്ല. நீங்கள் കഴുகு பார்வையில் பாருங்கள் இந்த பூமியை. നിങ്ങൾ ഒരു കഴുകന്റെ കാഴ്ചയിൽ കണ്ടു നോക്കുക. അശുദ്ധങ്ങൾ പാവങ്ങൾ അക്രമങ്ങൾ നിറഞ്ഞത്. എല്ലാം അശുദ്ധവും പാപവും അതിക്രമങ്ങളും നിങ്ങൾ വാനത്തെ അണ്ണാർந்து பாருங்கள். നിങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് നോക്കുക. പരലോകം എவ்வளவு മഹിമയാണ്. ആ സ്വർഗ്ഗം എത്ര തേജസ്സുള്ളത്. ജ്യോതി തോன்றுം ദേശം അത്. അത് തേജസ്സേറിയ ഒരു സ്ഥലം. പിതാ നമ്മെ അழைക്കக்கூடிய ദേശം അത്. പിതാവ് നമ്മെ വിളിച്ചു ചേർക്കുന്ന സ്ഥലം. ഒരു നേരം നാം അങ്ങ് ചെല്ലവിരിக்கிறோம். ഒരുപക്ഷേ നാം അവിടെ ചെല്ലും. அந்த மகிமையை நாம் காணவிருக்கிறோம். ആ തേജസ്സിനെ കാണും. ആശ്ചര്യமாக இருக்கும். അത്ഭുതമായിരിക്കും. ஆண்டவரே இதெல்லாம் எனக்காகவா? കർത്താവേ ഇതെല്ലാം എനിക്കോ? இந்த பெயர் யாருடையது? ഈ പേര് ആർക്കുള്ളത്? இது ஜோசப்னு எழுதியிருக்கே. ഇത് ജോസഫ് എന്ന് എഴുതിയിരിക്കുന്നു. അത് നിന്റെ പേരാകും. இங்கே ஒவ்வொருடைய பெயர்களை நாம் படிக்கும் பொழுது ഇങ്ങനെ ഓരോരുത്തരുടെയും പേരുകൾ വായിക്കുമ്പോൾ உங்க பேரு தான் നിന്റെ പേരായിരിക്കും. ஒவ்வொரு கட்டடத்திலும் உங்களுடைய பேர் இருக்கும். ഓരോ ഭവനത്തിലും നിന്റെ പേർ കാണും. ஒரு பாஸ்டர் சொல்றாரு. ഒരു പാസ്റ്റർ പറഞ്ഞു, என்னுடைய பேரு என்னுடைய பெரிய மாளிகையில நான் பார்த்தேன். എന്റെ പേര് ഒരു വലിയ ഭവനത്തിൽ ഞാൻ കണ്ടു. அவர் செத்து போயிட்டாரு. അവർ മരിച്ചുപോയി. அவர் அடக்கம் பண்றதுக்காக சென்டர் பாஸ்டர் எல்லாம் சொல்லியாச்சு. അടക്കത്തിനായി സെന്റർ കൊണ്ടുപോறாங்க. ലോക്കലിൽ നിന്ന് സെന്ററിലേക്ക് കൊണ്ടുപോകും. அவர் பேர் கனகமணி பாஸ்டர். അവരുടെ പേര് കനകമണി. திடீர்னு എந்திരിച്ച് ഉட்கார்ந்துட்டாரு. പെട്ടെന്ന് എഴുന്നേറ്റിരുന്നു. മൂക്കിലെ சொருவன പഞ്ചി പറന്നിരുச்சு. മൂക്കിലുണ്ടായിരുന്ന പഞ്ഞി പെട്ടെന്ന് തെറിച്ചു. എந்திരിച്ച് ഉட்கார்ந்து ഒരു തുമ്മല പോട്ടാரு. എഴുന്നേറ്റിരുന്ന ഒരു ഒറ്റ തുമ്മൽ. என்ன பாஸ்டர் செத்துட்டீங்கன்னு சொல்லிட்டு உங்களுக்கு அடக்காராதனைக்கு பெட்டிக்கிட்டு எல்லாம் ரெடி ஆயிட்டு இருக்கு. പാസ്റ്റർ നിങ്ങൾ മരിച്ചു എന്ന് പറഞ്ഞ അടക്കാരാധനയ്ക്ക് പെട്ടി വരെ തയ്യാറാക്കി. அவர் മുളിച്ച് പാക്കறாரு. അദ്ദേഹം കണ്ണു തുറന്നു നോക്കി. മൂപ്പത്തിയെ കൂപ്പിട്ടാரு. അവിടുത്തെ സഹോദരി മദനെ വിളിച്ചു. മன்னிப்பு கேட்டார். ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. എന്താണ് പരലോകத்துக்கு போனார். സ്വർഗ്ഗത്തിൽ പോയി. பெரிய வீடு அவருக்கு இருக்கு. വലിയൊരു ഭവനമുണ്ട്. சின்ன இடத்தை இடிச்சு கிடக்கு. ഒരു ചെറിയ ഭാഗം ഇടിഞ്ഞു കിടക്കുന്നു. മൂപ്പത്തി கிட்ட சண்டை போடும்போது അവിടുത്തെ മദനോട് വഴക്കുണ്ടാക്കുമ്പോൾ காசு தராத போது ചെലവിന് പൈസ കൊടുക്കാതെ നടത്തുമ്പോൾ എതിർപ്പായി വിസിറ്റിംഗ് അനുപ്പാத போது വിസിറ്റിംഗ് അയക്കാതെ ഒരു കടപ്പറ വെച്ച് ഇടിக்கிறார். ആ സമയത്തൊക്കെയും ആ നല്ല ഭവനം താൻ ഒരു പാര വെച്ച് ഇടിച്ചു കളയുക. അവിധമാക്കதான் நிறைய பேர் உங்களுடைய வீடெல்லாம் நீங்க கட்டி முடிச்சாலும் கூட சிலர் இடிச்சிட்டு இருக்கீங்க. നിങ്ങളുടെ ഭവനം നിങ്ങൾക്കായി പുതുക്കി പണിതാലും ചിലർ അതിനെ ഇടിക്കുന്നവരായി. എല്ലാத்தையும் വിട്ടിടുங்க. ഞാനുള്ള ഉണ്ടെങ്കിൽ നിങ്ങൾ വിട്ടുകളെല്ലാം വിട്ടുരുங்க. നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും വിട്ടുരുங்க. വേണ്ടാത്ത കാര്യങ്ങൾ വിട്ടുകളഞ്ഞാൽ യൂട്യൂബ് എല്ലാം തൂക്കി പോടുங்க. സെൽഫോണും യൂട്യൂബ് എല്ലാം എടുത്ത് കളഞ്ഞാൽ. ഫേസ്ബുക്ക് ഇന്റർനെറ്റ് എന്തും നമുക്ക് വേണ്ട. ഫേസ്ബുക്ക് ഇന്റർനെറ്റ് ഒന്നും നമുക്ക് വേണ്ട. അതിൽ നിന്ന് വരக்கூடிய എന്ത് செய்தியும் നമുക്ക് വേണ്ട. അതിൽ നിന്നുണ്ടാകുന്ന യാതൊരു വാർത്തയും കേൾക്കണ്ട. യേശു വരുവാർ. യേശു വരും. ഞാൻ വരുവേൻ എന്ന് അവർ சொன்னார். ഞാൻ വരും എന്ന് അവർ പറഞ്ഞു. என்னிடமாய் சேர்க்கிற நேரத்தில் நீங்க செல்போன்ல இருந்து விட்டுட்டு போய்டுவாரு. നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ സെൽഫോൺ നോക്കിയാലും മറുപടി എടുത്തുകൊള്ള முடியாது. നിങ്ങൾ എത്ര കരഞ്ഞ് നിലവിളിച്ചാലും ഒപ്പുകൊടുங்க. നിങ്ങൾ ഇപ്പോൾ സമർപ്പിച്ചു. എന്ത് നേരം വന്നാലും നമ്മുടെ ശരീരം മറുരൂപമാകണം. അവൻ എപ്പോൾ വന്നാലും നമ്മൾ രൂപാന്തരപ്പെടണം. പ്രയാണത്തിൽ இருந்தாலும் ശരീരം മറുരൂപമാകണം. നിങ്ങൾ യാത്രയിലാണെങ്കിലും ശരീരം രൂപാന്തരപ്പെടണം. அந்த எக்கால சத்தம் உங்களுக்கு கேட்கணும். നിങ്ങൾ നിൽക്കുമ്പോൾ ആ ശബ്ദം കേൾക്കണം. എത്ര പേരുടെ വരുകയിൽ എടുത്തുകൊള്ളപ്പെட വാഞ്ചിக்கிறீர்கள். എത്ര പേര് ആ വരവെങ്കിൽ എടുത്തുകൊള്ളുവാൻ ആഗ്രഹിക്കുന്നു. ആണ്ടവരുടെ കരത്തിൽ ഒപ്പുകൊടുங்க. ശരിയായ വിധം ദൈവത്തിന്റെ കരത്തിൽ സമർപ്പിക്കുക. കൈകളെ തട്ടുക. എല്ലാവരും കൈകൾ അടിച്ച് അന്യഭാഷയിൽ പേസുക. അന്യഭാഷയിൽ പറഞ്ഞ് ആരാധിക്കുക. ആത്മാവിൽ നിറഞ്ഞ ആരാധിക്കുക. അഭിഷേകം നമ്മേൽ ഇറങ്ങട്ടെ. അഭിഷേകം ഇറങ്ങട്ടെ. ഹല്ലേലൂയ 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 റബകന ബകര ബകര ബക തുനബഗദനാനിയ